ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? ആദ്യം തന്നെ പറയട്ടെ, നല്ല സൂപ്പർ കഥയാണ്. കിടിലൻ ക്ലൈമാക്സ്, പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ, നെഞ്ചിടിപ്പോടെ കേൾക്കാൻ പറ്റിയ കിടിലൻ സ്റ്റോറിയാണ്. ലൈക്ക് ചെയ്ത് കാണുക. പിന്നെ വീണ്ടും ഒരു കാര്യം പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും കഥയുടെ തുടക്കത്തിൽ തന്നെ നേരം 11 മണി കഴിഞ്ഞ് 34 മിനിറ്റുകൾ കൂടി താണ്ടിയപ്പോൾ വിജനമായ സ്ഥലത്ത് കാർ ഒതുക്കിയ ശേഷം ഇരുട്ടിന്റെ ഭയാനകമായ കറുപ്പിലേക്ക് അയാൾ നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റുകൾക്ക് മേലെയായി കാണും. നഗരത്തിരക്കിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാറി സ്ഥിതി ചെയ്യുന്ന സമൂഹത്തിലെ മേലെ തട്ടിൽ ജീവിതം കെട്ടിപ്പടുത്തവർ താമസിച്ചു പോന്നിരുന്ന വിൻസ്റ്റൺ സ്ട്രീറ്റിലേക്ക് ദൂരം ഏകദേശം 3-4 മിനിറ്റുകൾ കൂടെ എന്നയാൾ വാച്ച് നോക്കി തിട്ടപ്പെടുത്തി. വിൻസ്റ്റൺ സ്ട്രീറ്റിന്റെ കവാടം കടന്നതും കുറ്റിക്കാട്ടിലെ ഇരുട്ടിൽ നിന്ന് തിളങ്ങുന്ന ഒരു പറ്റം കണ്ണുകൾ അയാളെ തുറച്ചു നോക്കി മുരണ്ടു. പെട്ടെന്നുണ്ടായ ഭയത്തിൽ ശ്വാസഗതി ചെറുതായെന്നുയർന്നതും നെഞ്ചിലെ ഏതോ കോണിൽ നിന്നും ഒരു നോവ് തലപൊക്കി. അയാൾ കൈകൾ ശക്തിയായി നെഞ്ചിലേക്ക് അമർത്തി തടവി. അല്പസമയത്തിന് ശേഷം സാധാരണഗതിയിലായ ശ്വാസം വേദനയെ ഉള്ളിലൊതുക്കി മാഞ്ഞുപോയ നേരം പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ തിരികെ കത്തിച്ച് ആഞ്ഞു വലിച്ചു. അതേ നിമിഷം പോക്കറ്റിൽ നിന്നും മുഴങ്ങിയ ഫോൺ കയ്യിലെടുത്ത് സ്ക്രീനിലേക്ക് നോക്കി. ജൂൺ എന്ന സ്ക്രീനിൽ തെളിഞ്ഞത് കണ്ട് വശ്യമായി ചിരിച്ച് സംഭാഷണം ആരംഭിച്ചു. എവിടെ എത്തി? കവാടം കടന്നു. 2 മിനിറ്റിലെത്തും. പിന്നിലൂടെ വന്നാൽ മതി. അടുക്കളവാതിൽ താഴിട്ടിട്ടില്ല, ഞാൻ അവിടെ നിൽക്കാം. മറുതലയിലെ സ്ത്രീ ശബ്ദം പൊടുന്നനെ പിൻവാങ്ങി. തലയിലെ തൊപ്പി ഒന്നുകൂടി വലിച്ചു നേരെയാക്കി ചുറ്റിലും കൺപായിച്ച് സ്ട്രീറ്റിലെ 6ാമത്തെ വീടിന്റെ അടുത്തെത്തി ആ കാലുകൾ നിശ്ചലമായി. തെരുവ് വിളക്കുകൾ പ്രകാശപൂരിതമായി തന്നെ തുറച്ചു നോക്കുന്നതിനാൽ അയാൾക്കൽപ്പം ബുദ്ധിമുട്ട് തോന്നി. ആരുടെയും കണ്ണെത്താത്ത തന്നോളം എത്തുന്ന മതിൽ ചാടിക്കിടന്ന് ആ ഇരുനില വീടിന്റെ പിന്നിലൂടെ അടുക്കള ഭാഗത്തേക്ക് മെല്ലെ നടന്നെടുത്തു. അടുക്കളവാതിൽ പതിയെ തുറന്നതും ഇരുട്ടിലും തിളങ്ങുന്ന വജ്രം പോലെ പ്രകാശപൂരിതമായ അവളുടെ മുഖം കണ്ട് വികാരപരവശനായി ആ മാർദ്ദവമാർന്ന ശരീരത്തെ അഗാധമായി വാരിപ്പുണർന്നു. അല്പം പേടിയോടെയും അതിലേറെ ആവേശത്തിലും അവളുടെ ചുണ്ടുകളും അയാളിലേക്ക് ആഴ്ന്നിറങ്ങി. സ്ഥലകാലബോധം വീണ്ടെടുത്ത സ്ത്രീരൂപം അയാളുടെ കാതിൽ ചിരിച്ചുകൊണ്ട് മൊഴിഞ്ഞു. ആക്രാന്തം കാണിക്കില്ല സാറേ, റൂമിലോട്ട് പോവാം. അയാൾ നുകർന്നു മതിവരാത്ത കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി തല താഴ്ത്തി ചിരിച്ചു. ആ സ്ത്രീ അയാളുടെ കൈകൾ പിടിച്ച് പതിയെ ഗോണി കയറി മുകളിലത്തെ മുറിയിലെത്തി. ഇരുട്ടുപാകിയ മുറിയിൽ അരണ്ട വെളിച്ചം തെളിഞ്ഞതും അവളുടെ ശരീരത്തിലേക്ക് വശ്യമായി നോക്കി ചിരിച്ചുകൊണ്ട് കട്ടിലേക്കിരുന്നു. അയാളുടെ നോട്ടം മേനിയിൽ കൊളുത്തി വിളിച്ച മാത്രയിൽ അവളുടെ കൈകൾ യാന്ത്രികമായി വസ്ത്രത്തിന്റെ കെട്ടഴിച്ചു. അഗാധമായ സുഖത്തിൽ മതിമറന്ന ശരീരങ്ങളിൽ നിന്നും ഉയർന്ന ശബ്ദങ്ങളുടെ ആരവത്തിൽ അയാളുടെ അരക്കെട്ട് അതിവേഗത്തിൽ അവളിലേക്ക് ചേക്കേറിയതിനോടൊപ്പം അയാളുടെ ശ്വാസം അനിയന്ത്രിതമായി കൂടി. ആണുടലിന്റെ കണ്ണുകൾ ചുവന്ന് പുറത്തേക്ക് തള്ളി. കഴുത്തിലെ പേശികൾ വലിഞ്ഞു മുറുകി. മുഖം ചുവന്നു വിറച്ചു. ആനന്ദത്തിന്റെ ശബ്ദം പൊടുന്നനെ വേദനയിലേക്ക് വഴിമാറി. നെഞ്ചിൽ പേശികൾ വലിഞ്ഞു മുറുകുന്ന അസഹനീയമായ വേദനയിൽ അയാൾ കൈകൾ ശക്തിയായി നെഞ്ചിലേക്കമർത്തി കണ്ണുകൾ ഇറുക്കി. പ്രാണവേദനയിൽ അയാളുടെ കാലുകൾ തറയിൽ കുത്തി ഉയരാനൊരു വിഫല ശ്രമം നടത്തി. പതിയെ കണ്ണുകൾ ശാന്തമായി. ശ്വാസം 2 ആവർത്തി മേലേക്ക് വലിച്ചു. വായിൽ നിന്നും ഒരു തുള്ളി ചോര നൂൽ പോലെ അവളുടെ മാറിലേക്ക് വീണു. അതിനു പിന്നാലെ ശ്വാസം നിലച്ച അയാളുടെ ശരീരവും. 14 മണിക്കൂറിന് മുമ്പ് CI ഇമ്രാൻ അക്ബർ അലി തൻ്റെ പോലീസ് യൂണിഫോം അണിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ചുളിവുകൾ നേരെയാക്കി. ഇരുനിറത്തിൽ ദൃഢപേശികൾ മുറുക്കി അങ്ങിങ്ങായി നരച്ച തലമുടി ചീകിയൊതുക്കി. യൂണിഫോമിന്റെ കൈകൾ കയ്യിലെ പേശികളുടെ ബലത്തിൽ മുറുകിയ പോലെ കാണപ്പെട്ടു. ഷേവ് ചെയ്ത താടിയിൽ കൈയോടിച്ച് മീശയിൽ തഴുകിയതും അതിൽ നിന്നും പൊങ്ങി വന്ന ഒരു രോമത്തെ താഴ്ത്താൻ ഒരു ശ്രമം നടത്തി. പരാജയപ്പെട്ട ശ്രമത്തിൽ അരിശം മുണ്ട് അതിനെ പിഴുതെടുത്ത് സൂക്ഷ്മമായി നോക്കി നിലത്തേക്കിട്ടു. കബോർഡിൽ നിന്നും തൊപ്പിയെടുത്ത് ഉള്ളും പുറവും പരിശോധിച്ച് പിന്തിരിഞ്ഞു. കിടക്കയിൽ തന്റെ ഭാര്യ ഡോക്ടർ ജുവാൻ അലി 4 വയസ്സുകാരി ഏഞ്ചലിന്റെ മേലെ കൈവച്ച് അഗാധമായ നിദ്രയിൽ പൂണ്ടിരുന്നു. അയാൾ തന്റെ മകളുടെ വാത്സല്യം തുളുമ്പുന്ന മുഖത്തേക്ക് കണ്ണോടിച്ചു. പിന്നീട് കുമ്പിട്ട് കവിളിൽ മുത്തം നൽകിയതോടൊപ്പം ജുവാന്റെ കൈ അവളുടെ ദേഹത്ത് എടുത്തു മാറ്റി. ഇമ്രാൻ താഴെ ഇറങ്ങിയതും ജുവാന്റെ അമ്മ മറിയം ദേവസ്യ അയാൾക്കുള്ള ചായയും പലഹാരങ്ങളും ടേബിളിൽ നിരത്തി. അവരോടൊന്ന് ചിരിച്ച ശേഷം അന്നത്തെ പത്രം മറിച്ചു നോക്കുമ്പോൾ ഓരോ കവിൾ ചായ അകത്താക്കി. അയാളെ കാത്ത് പുറത്ത് ഡ്രൈവർ സഹദേവൻ സിഗരറ്റ് പോച്ചു നിന്നു. നിർത്താതെ മുഴങ്ങുന്ന ഫോണടി ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നും എണീറ്റ ജുവാൻ ഓക്കെ ഹാഫ് ആൻ അവർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിടുക്കത്തിൽ ബെഡിൽ നിന്നും എണീറ്റ് ബാത്റൂമിൽ കയറി കതകടച്ചു. നിമിഷ നേരങ്ങൾക്കൊടുവിൽ അലസമായി വസ്ത്രം ധരിച്ച് ആ സ്ത്രീ താഴേക്കിറങ്ങി. അപ്പോഴും പത്രപാരായണത്തിൽ മുഴുകി നിന്ന് ഇമ്രാൻ അവളെ നോക്കി നെറ്റിച്ചുളിച്ചു. ആ നോട്ടത്തിന്റെ അർത്ഥമറിഞ്ഞവണ്ണം അവൾ പറഞ്ഞു, ആശുപത്രിയിൽ ഒരു ആക്സിഡന്റ് എമർജൻസി. ഡോക്ടർ മാത്യു തരകൻ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിരുന്നു. സാർ ഇന്ന് രാവിലെ ഡൽഹിക്ക് പോവുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ എന്നോട് ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞു. അവൾ പറഞ്ഞു നിർത്തിയതും പത്രം താഴെ വെച്ചയാൾ കാര്യം അന്വേഷിച്ചു. എന്നാ കേസ്?
RTA ആണ്. കാലിൽ കൂടി വണ്ടി കയറിയതോ മറ്റോ. ഓ സാഡ്. സോ സ്റ്റീൽ റോഡ് ഇടാൻ പോവാണോ? അതിനുള്ളതൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. എന്നാ ഞാൻ പോകുന്നു. ഇനിയും വൈകിയാലേ നല്ല പുളിച്ച തെറി കേൾക്കേണ്ടി വരും. ഞാൻ വിളിക്കാം. ജുവാൻ അയാളുടെ പിന്നിലൂടെ കവളിൽ മുത്തം നൽകി പോകാനായി തിരിഞ്ഞു. ഒന്ന് കുളിച്ചിട്ടൊക്കെ പോടേ. ഇമ്രാൻ പിന്നിൽ നിന്നും കമന്റ് പാസ്സാക്കി ചിരിച്ചു. ഓ എന്നാത്തിനാണെന്നേ. അവളും തിരിച്ചടിച്ചു. ഡ്രൈവർ സഹദേവന് കൈപൊക്കി സലാം പറഞ്ഞ് കാറിൽ കയറി മുന്നോട്ട് കുതിച്ചു. ജുവാൻ തന്റെ ക്യാബിനിൽ പ്രവേശിച്ചതും നഴ്സ് പേഷ്യന്റ് ഫയലുമായി കയറി വന്നു. അവൾ ഫയൽ വാങ്ങി ഓരോ പേജിലും കണ്ണോടിച്ചു. കമ്പ്യൂട്ടറിൽ നിന്നും പഴയ ചില കേസുകളുടെ ഹിസ്റ്ററി തപ്പിയെടുത്ത് തന്റെ നോട്ട് പാഡിൽ കുറിപ്പുകൾ തയ്യാറാക്കി നഴ്സിന് നിർദ്ദേശങ്ങൾ നൽകി. അവർ പിന്മാറിയതും ജുവാൻ ഫോണെടുത്ത് ബെഞ്ചമിൻ എന്ന പേരിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചു. നിമിഷ നേരങ്ങൾക്കൊടുവിൽ അവളുടെ ഫോൺ മുഴങ്ങി. ഒരു നിമിഷം അമാന്തിച്ചവൾ ഫോണെടുത്ത് ഹലോ പറഞ്ഞ് സംഭാഷണം ആരംഭിച്ചു. ജൂൺ, പറയൂ ബെഞ്ചി, നമുക്കൊന്ന് കൂടണ്ടേ? അത് പിന്നെ ഭാര്യയും മക്കളും 2-3 ദിവസം വീട്ടിലുണ്ടാകില്ല. അവളുടെ അപ്പച്ചന് സുഖമില്ലാത്തതുകൊണ്ട് പോയിരിക്കുക. അപ്പോ സാറ് രണ്ടും കൽപ്പിച്ചാണ്. പക്ഷെ എൻ്റെ കെട്ടിയോൻ വീട്ടിൽ തന്നെ കാണും. അവൾ ചിരിച്ചു. കൂടെ അയാളും. അപ്പോൾ കെട്ടിയോനില്ലെങ്കിൽ? അയാൾ പൂർത്തിയാക്കാതെ നിർത്തി. വീട്ടിലേക്കുള്ള വഴി മറന്നില്ലല്ലോ അല്ലേ? അവൾ കവിൾ ചുവപ്പിച്ചു. അയാൾ ദീർഘമായെന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് നമ്മുടെ രാത്രിയാണ്. സംഭാഷണം മുറുകി നേരവും പോയി. വീണ്ടും ക്യാമ്പിലേക്ക് കയറുമെന്ന നഴ്സ് ഓപ്പറേഷൻ തുടങ്ങാൻ സജ്ജമായ വിവരമറിയിച്ചു. അവൾ പെട്ടെന്ന് തന്നെ അയാളോട് വിട പറഞ്ഞ് ഫോൺ ഓഫാക്കി. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയിലേക്ക് കടന്നു. നേരം 11 മണിയോടടുത്തതും ഇമ്രാൻ തന്നെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കി ഒരേ ഇരിപ്പ് തുടർന്നു. അയാളുടെ ചിന്തകളെ കീറി മുറിച്ചുകൊണ്ട് ക്യാബിനിലേക്ക് കയറിവന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സല്യൂട്ട് അടിച്ച് കയ്യിലിരുന്ന ഫയൽ ടേബിളിൽ വെച്ചു. എടോ, ഒരു ചായ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇമ്രാൻ പോലീസുകാരനെ നോക്കി ചോദിച്ചു. അയാൾ ഇപ്പോൾ കൊണ്ടുവരാൻ സാർ എന്ന് പറഞ്ഞ് പിൻവാങ്ങിയതും ഇമ്രാൻ തന്റെ ഫോൺ എടുത്ത് ജുവാനെ വിളിച്ചു. മറുതലയിൽ നിന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന സന്ദേശം കേട്ടതും അയാൾ മേശമേൽ വെച്ച റിപ്പോർട്ട് കയ്യിലെടുത്ത് തന്റെ കറങ്ങുന്ന കസേരയിലേക്ക് ചാരിയിരുന്നു. പെട്ടെന്നായിരുന്നു അയാളുടെ ഫോൺ മുഴങ്ങിയത്. സ്ക്രീനിൽ DYSP. അത് തെളിഞ്ഞതും ഒട്ടും സമയം കളയാതെ അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തു. 1-2 നിമിഷങ്ങൾക്കകം ഇമ്രാൻ ഫോൺ കട്ട് ചെയ്ത് കസാരയിൽ നിന്നും എണീറ്റു. ക്യാബിൻ ഡോർ തള്ളി തുറന്ന് ചായയുമായി വന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ക്ഷമാപണം നടത്തി തിടുക്കത്തിൽ പുറത്തേക്ക് നടന്ന് ജീപ്പിൽ കയറി. DYSPയുടെ ക്യാബിൻ ഡോറിൽ മുട്ടിക്കൊണ്ട് അയാൾ അകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതം ചോദിച്ചു. അയാൾ കടന്നു വരാൻ ആഹ്വാനം ചെയ്തു. ഇമ്രാൻ സല്യൂട്ട് ചെയ്തു. അയാൾ ഇരിക്കാനായി ആംഗ്യം കാണിച്ചു. അയാൾ മേശയിൽ നിന്നൊരു ഫയൽ ഇമ്രാന് കൈമാറിക്കൊണ്ട് പറഞ്ഞു, BD റോഡിൽ നിന്ന് മിസ്സിംഗ് ആയ ഒരു കുട്ടിയുടെ ഫയലാണ്. അവരോടൊപ്പം കാണാതായ ഒരു പയ്യനെയും 2 പേരെയും കോയമ്പത്തൂർ മേട്ടുപ്പാളയം കേന്ദ്രീകരിച്ച് നടക്കുന്ന ISI റിക്രൂട്ടിംഗ് ക്യാമ്പിൽ കണ്ടതായി ഒരു ഇൻഫർമേഷൻ ഉണ്ട്. താനൊരു ടീമുണ്ടാക്കി ഇന്ന് തന്നെ കോയമ്പത്തൂരിലേക്ക് പോകണം. സഹായത്തിന് തമിഴ്നാട് പോലീസിന്റെ സ്പെഷ്യൽ വിങ്ങിൽ നിന്നും 4 പേരുണ്ടാകും. പക്ഷേ സാറ്, ഇത് NIA അന്വേഷിക്കേണ്ട കേസല്ലേ? യെസ് ഇമ്രാൻ, പക്ഷേ ഇപ്പോൾ ഉള്ളത് ഒരു മാൻ മിസ്സിംഗ് കേസ് മാത്രമാണ്. NIAക്ക് ഇതിൽ പങ്കില്ല. വൺസ് ഇത് ശരിയാണെങ്കിൽ വി ക്യാൻ ഹാൻഡ് ഓവർ ദിസ് ടു NIA. ആൻഡ് തമിഴ്നാട് പോലീസിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണ് കേരളത്തിൽ നിന്നും ഒരു ടീമിനെ കൂടി അയക്കുന്നത്. ഓക്കെ സാർ, യു മേക്ക് എ ടീം ആൻഡ് ഫീഡ്ബാക്ക് മീ. ഓക്കെ? ഷുവർ സാർ. അയാൾ ജോലിക്കാര്യങ്ങൾക്ക് ചെറുതായി ഇടവേള നൽകി തന്റെ സുഹൃത്തായ ഇമ്രാനോട് കുശലാന്വേഷണം നടത്തി. പിന്നെ പറയട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? ജുവാനും ഏഞ്ചലുമൊക്കെ എന്ത് പറയുന്നു? എന്നതാ, അങ്ങനെയൊക്കെ പോകുന്നു. അവൾക്കാണെങ്കിൽ നിൽക്കാൻ പോലും ഒഴിവില്ലാത്ത തിരക്കാണ്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, ഈ ജോലിയും കൂലിയും ഒക്കെ ഉള്ള പെണ്ണിനെ കെട്ടണ്ടാന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? പറഞ്ഞിട്ടെന്താ, അന്ന് ജീവന തുല്യം സ്നേഹിച്ച മീരയോടുള്ള ദേഷ്യം മൂത്ത് അവളേക്കാൾ സൗന്ദര്യവും ജോലിയുമുള്ള ഒരു പെണ്ണിനെ പ്രേമിച്ച് തന്നെ കെട്ടണമെന്ന പിടിവാശി. അന്യജാതിക്കാരിയായിട്ടും വാപ്പയും ഉമ്മയും എതിര് പറഞ്ഞില്ല. ഇപ്പോൾ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോകുന്നു. പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ ദേഷ്യപ്പെടരുത്. വളച്ചു കെട്ടാതെ കാര്യം പറയാൻ നീ ഇപ്പോഴും പഠിച്ചില്ല അല്ലേ? ഇമ്രാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ വളച്ചു കെട്ടുന്നില്ല. ഇന്നലെ എന്നെ കാണാൻ മീര വന്നായിരുന്നു. എന്തോ കംപ്ലൈന്റ് തരാൻ വന്നതാണ്. പക്ഷേ ഞാൻ ഇവിടെയുള്ള കാര്യം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്നെ കണ്ടതും അവളാകെ ഷോക്കായി. ഞാൻ ചോദിച്ച കാര്യങ്ങൾക്കൊന്നും നേരാവണ്ണം ഉത്തരം പറഞ്ഞില്ല. എന്തോ മറയ്ക്കുന്നത് പോലെ. അവളെക്കുറിച്ചാണെങ്കിൽ നീ പറയണ്ടായിരുന്നു. അന്ന് നമ്മൾ പോലീസ് സെലക്ഷൻ കിട്ടി നിൽക്കുന്ന സമയത്ത് വിളിച്ചതാ കൂടെ വരാൻ. അന്ന് അവൾക്ക് പെട്ടെന്നൊരു അച്ഛൻ സ്നേഹം. എല്ലാം നിനക്കറിയാവുന്നതല്ലേ? എടാ, അന്ന് അങ്ങനെ നടന്നത് സത്യമായും അച്ഛൻ്റെ അസുഖം കാരണമാണെന്നും വേറെ വഴിയില്ലാതെയാണ് മറ്റൊരാളെ വിവാഹം കഴിച്ചതെന്നും അവൾ ഇന്നലെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഐ തിങ്ക് ഷീ ഈസ് ഇന്നസെന്റ്. മതി, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ ഇറങ്ങുന്നു. വെയിറ്റ്. ഇന്നലെ വന്നപ്പോൾ അവളുടെ മുഖത്ത് മുഴുവനും ചോര കല്ലിച്ച പാടുകളുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ ആക്സിഡന്റ് പറ്റിയതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഉറപ്പാണ് അത് അവളുടെ ഹസ്ബൻഡിന്റെ പണിയാണ്. അയാൾ മുഴുവനാക്കാതെ നിർത്തി. ഇമ്രാൻ ഒരു നിമിഷം ഞെട്ടി. പക്ഷെ അയാൾക്ക് മുഖം കൊടുക്കാതെ താഴേക്ക് നോക്കിയിരുന്നു. എടാ, അവൾ നിന്നെക്കുറിച്ച് ചോദിച്ചു. ഞാൻ നിന്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവൾ ചിലപ്പോൾ വിളിക്കും. ഇമ്രാൻ ഒന്നും മിണ്ടാതെ കസാരയിൽ നിന്നും എഴുന്നേറ്റു. അയാളുടെ കൈ ഫയലിൽ മുറുക്കെ പിടിച്ചതിനോടൊപ്പം ഒരു സല്യൂട്ട് നൽകി പോകാനായി പിന്തിരിഞ്ഞു നടന്നു. 2 അടി നടന്നിട്ട് അയാൾ പിന്നിലേക്ക് തന്നെ തിരിഞ്ഞ അയാളോട് പറഞ്ഞു,
ബെഞ്ചി, എനിക്ക് അവളുടെ നമ്പർ വേണം. ബെഞ്ചി എന്ന DYSP ബെഞ്ചമിൻ ഡേവിഡ് ടേബിളിലിരുന്ന് ഫോണെടുത്ത് മീരയുടെ നമ്പർ ഇമ്രാന് കൈമാറി. അയാൾ പുറത്തേക്ക് പോയതും ബെഞ്ചമിൻ വാട്സപ്പ് തുറന്ന് ജൂൺ എന്ന നമ്പറിലേക്ക് സന്ദേശം അയച്ചു. നിന്റെ കെട്ടിയോൻ എന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്നു. ഉറക്കമില്ലാത്ത 2 രാത്രികൾ നമുക്ക് മുന്നിൽ വാതിൽ തുറന്നിരിക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ജുവാൻ ഫോൺ ഓണാക്കി. തുരുതുരാമെന്ന വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും വേഗം തന്നെ ബെഞ്ചിയുടെ സന്ദേശം അവൾ തുറന്നു നോക്കി നാണത്തോടെ ചിരിച്ചു. മറുപടിയായി തൻ്റെ വടിവത്ത ശരീരത്തിൻ്റെ സെൽഫി പകർത്തി അയച്ച് താഴെ ഇങ്ങനെ എഴുതി അയച്ചു: ഐ ആം വെയിറ്റിംഗ് ഫോർ അവർ സ്ലീപ്ലെസ് നൈറ്റ്. ഏറെ നേരം കാത്തു നിന്നിട്ടും തുറക്കാതിരുന്ന കർട്ടന്റെ പിന്നിൽ കാത്തിരുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ മങ്ങിയ പ്രകാശം കാറ്റിനോടൊപ്പം അകത്തേക്ക് പ്രവേശിച്ചു. ബെഡിൽ തന്നേക്കാൾ തൂക്കം കൂടിയ ചലനമറ്റ ശരീരത്തിന്റെ അടിയിൽ ഭാരം താങ്ങാനാവാതെ വേഗത്തിൽ ശ്വാസം വലിച്ചുവിട്ട് ശക്തിയായി ജഡത്തെ തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജുവാനെ കണ്ടതും കാറ്റും വെളിച്ചവും ഒരുമിച്ച് പിൻവാങ്ങി. ഏറെ പണിപ്പെട്ടവൾ ആ ശരീരത്തെ തന്റെ ദേഹത്തു നിന്നും വശത്തേക്ക് ചരിച്ചിട്ടു. ബെഞ്ചമിന്റെ ശരീരം മലർന്ന് കിടക്കയിലേക്ക് വീണതും ജുവാൻ ബന്ധപ്പെട്ട് എണീറ്റ് ചുവരിൽ ചാരി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞതിനോടൊപ്പം കൈകൾ വിറച്ചുകൊണ്ട് വിരളി വെളുത്ത ചുണ്ടുകളെ മറയ്ക്കാനെന്നവണ്ണം നീങ്ങി. അമ്പരപ്പിൽ നിന്നും അവൾ പതിയെ ശരീരത്തിന്റെ സമീപത്തേക്ക് നടന്നു. അയാളുടെ അഗാധമായ വേദനയിൽ തുറിച്ച കണ്ണുകൾ മേലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. ജുവാൻ അതിന്റെ കവിളിൽ തട്ടി പലയാവർത്തി വിളിച്ചു നോക്കി. പിന്നീട് വിറയ്ക്കുന്ന വിരൽ കൊണ്ട് ബെഞ്ചമിന്റെ കഴുത്തിലെ കരോട്ടിഡ് ധമനിയിൽ അമർത്തി. ഒരു വലിയ ഞെട്ടലിനോടൊപ്പം പിന്നോട്ട് മാറിയ അവളുടെ പൂർണ്ണ നഗ്നമായ ഉടലിലൂടെ കടന്നുപോയ വൈദ്യുത പ്രവാഹത്തിനോടൊപ്പം രോമങ്ങളും കൂർത്തു നിന്നു. ഒരു പാഴ് ശ്രമമെന്ന പോലെ അവൾ അയാളുടെ നെഞ്ചിൽ കൈപ്പത്തികൾ മേൽക്കുമേൽ വെച്ച് പലയാവർത്തി അമർത്തി വായിലൂടെ ശ്വാസം നൽകി. ബെഞ്ചമിന്റെ മരണമുറപ്പിച്ച അവളുടെ ഇടനെഞ്ചിന്റെ ഉള്ളിൽ പൊട്ടിത്തുടങ്ങിയ ഹൃദയത്തിന്റെ തേങ്ങൽ കണ്ണീരായി കവിളിൽ പരന്നൊഴുകി. ഒന്നുയർന്നു നിൽക്കാൻ പോലും കെൽപ്പില്ലാതെ അവൾ നിലത്തേക്ക് പൊഴിഞ്ഞു വീണു. ഘടികാര സൂചികൾ ഒന്നിനു പുറകെ ഒന്നായി മത്സരിച്ച് ഓടിയപ്പോഴുണ്ടായ ശബ്ദമല്ലാതെ അവളുടെ തൊണ്ടയിൽ നിന്നുമുയർന്ന ഗദ്ഗതം മാത്രമായിരുന്നു ആ മുറിയിൽ ജീവന്റെ തുടിപ്പുകളുണ്ടെന്ന് വിളിച്ചോതിയത്. പെട്ടെന്ന് അവളുടെ ഫോൺ മുഴങ്ങി. ജുവാൻ ഞെട്ടിത്തെറിച്ച് കണ്ണുകൾ പുറത്തേക്കൊന്തി. അവളുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പതിയെ തലപൊക്കി. അതിവേഗം മിടിച്ച ഹൃദയത്തിന്റെ ശബ്ദം മുറിയിലാകെ മാറ്റിലുകൊണ്ടു. അവൾ നിലത്ത് നിന്നും എണീറ്റ് പതിയെ ഫോണിന്റെ സമീപത്തേക്ക് നടന്നു. സ്ക്രീനിൽ മമ്മ എന്ന് കണ്ടതും ഒരാവർത്തി കൂടി ഞെട്ടി അവൾ മുറിയുടെ വാതിലിലേക്ക് നോക്കി. ഹൃദയതാളം വീണ്ടും വേഗത്തിലായി. അവളുടെ വിരലുകൾ സ്ക്രീനിലെ പച്ചബട്ടൺ അമർത്തി ചെവിയിൽ വെച്ചു. ഹലോ പറഞ്ഞു. മോളെ, നീ ഉറങ്ങിയിരുന്നോ? ഉറക്കച്ചടവിൽ മറുതലയിൽ നിന്നും മറിയം ചോദിച്ചു. ആ അമ്മ, എന്തുപറ്റി? ഏഞ്ചൽ എന്തോ സ്വപ്നം കണ്ടു എന്ന് തോന്നുന്നു. നിന്റെ ഒപ്പം കിടക്കണമെന്ന് പറഞ്ഞ് കരയുന്നു. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട മമ്മ, ഞാൻ താഴേക്ക് വരാം. അവൾ പൊടുന്നനെ ഫോൺ കട്ടാക്കി. തലയിൽ കൈവച്ച് ബെഡിൽ കുത്തിയിരുന്നു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ ജുവാൻ ബെഞ്ചമിനെ നോക്കി. അവൾ കണ്ണുനീർ തുടച്ചു. മുഖത്തും കഴുത്തിലും ചിന്നിച്ചിതറി കിടന്ന മുടിയിഴകളെ പിന്നിലേക്ക് മാടിയൊതുക്കി എണീറ്റ് നിന്നു. ബെഞ്ചമിൻ കിടന്ന ബെഡ്ഷീറ്റ് നിവർത്തി അയാളുടെ ദേഹത്തുകൂടി മൂടി. പിന്നീട് സർവ്വശക്തിയും എടുത്ത് കാലിൽ പിടിച്ച് ബെഡിൽ നിന്നും താഴേക്ക് വലിച്ചു. ഭാരമേറിയ ശരീരം നിരങ്ങി നീങ്ങി നിലത്തേക്ക് പതിച്ചു. വീഴ്ചയുടെ ആഘാതത്തിൽ അയാളുടെ തല ശക്തിയായി തറയിലിടിച്ചു. ജുവാൻ ആ ജീവനറ്റ ശരീരത്തെ വളരെ പണിപ്പെട്ട് കട്ടിലിന്റെ അടിയിലേക്ക് നീക്കി, കൂടെ അയാളുടെ വസ്ത്രങ്ങളും. ആ ശ്രമം കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ ദേഹമാകെ വിയർപ്പ് പൊടിഞ്ഞ് കീപ്പൊട്ടൊഴുകി. ജുവാൻ ഊരയ്ക്ക് കൈകൊടുത്ത് ശ്വാസം വലിച്ചു വിട്ടു. പിന്നീട് ആവേശത്തിന്റെ ഇടയിൽ ഊരിയെറിഞ്ഞ നൈറ്റ് ഗൗൺ കുമ്പിട്ടെടുത്ത് അവളുടെ നഗ്നദേഹം മറച്ചു. നിമിഷങ്ങൾക്കകം ജുവാൻ ഏഞ്ചലിനെ തന്റെ തോളിൽ കിടത്തി മുറിയിലേക്ക് പ്രവേശിച്ചു. ബെഡിൽ കിടത്തിയതും 1-2 തവണ തിരിഞ്ഞു മറിഞ്ഞും അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കണ്ണു നിറഞ്ഞ ജുവാൻ അവളെ നോക്കിയതും ഒരു തുള്ളി കണ്ണുനീർ ആ കുഞ്ഞു ദേഹത്തിലേക്ക് വീണൊഴുകി. കരച്ചിലടക്കാൻ പാടുപെട്ട അവൾ ശബ്ദമുണ്ടാക്കാതെ കിടക്കയിൽ നിന്നും എണീറ്റ് ശുചിമുറി ലക്ഷ്യമാക്കി നടന്നു. അകത്തേക്ക് പ്രവേശിച്ചതും ഷവർ തുറന്ന് ചിന്നിച്ചിതറി വന്ന വെള്ളത്തിലേക്ക് തലകുമ്പിട്ട് നിലത്തിരുന്നു. കാലുകൾ കൂട്ടിവെച്ച് അഗാധമായ സങ്കടത്തിൽ നിലവിട്ട് കരഞ്ഞു. ഏതോ നിമിഷത്തിൽ തോന്നിയ അതിരുകടന്ന ഉത്സാഹത്തെ ആവോളം പഴിച്ചു. വെള്ളത്തിന്റെ തണുപ്പ് ദേഹത്തെ കുളിർപ്പിച്ച രാത്രിയുടെ ഏതോ യാമത്തിൽ അവൾ നനഞ്ഞൊട്ടിയ ദേഹത്തോടെ തന്നെ കിടക്കയിലേക്ക് ചെരിഞ്ഞു. ഒരു ശവശരീരം തന്റെ ശരീരത്തിന് തൊട്ടു താഴെ തന്നെ കടന്നു പിടിക്കാൻ പാകത്തിൽ വിശ്രമിക്കുന്നത് അവളിൽ നന്നായി ഭയമുളവാക്കി. അതുമാത്രമല്ല, ഇതിനെക്കുറിച്ചുണ്ടായേക്കാവുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ചോർത്ത് അവളുടെ മനസ്സിൽ വലിയൊരു പോരാട്ടം തന്നെ നടന്നു. കണ്ണുകൾ മലക്കെ തുറന്നവൾ ചിന്തിച്ചു. സംഭവിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചു. മരിച്ചത് പുണ്യാളനൊന്നുമല്ല, കൊന്നത് ഞാനുമല്ല. രഹസ്യങ്ങൾ മറ്റൊരാൾ അറിയുമ്പോൾ അത് പരസ്യമാവുന്നു. ഇമ്രാൻ വരാൻ ഒരു പകലും ഒരു രാത്രിയും കൂടി ബാക്കിയുണ്ട്. തനിക്ക് എന്തിനേക്കാളും പ്രിയപ്പെട്ടത് തൻ്റെ കുടുംബം തന്നെയാണ്. അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോയേ പറ്റൂ. എൻ്റെ തെറ്റിനുള്ള ശിക്ഷ അത് ദൈവം തീരുമാനിക്കട്ടെ. 1000 തവണ കൂട്ടിയും കിഴിച്ചും അവൾ ആ തീരുമാനമെടുത്തു. ബെഞ്ചമിൻ്റെ ബോഡി സംസ്കരിക്കുക. ചിന്തകൾ കടിഞ്ഞാൻ വിട്ട കുതിരയെപ്പോലെ പാഞ്ഞുകൊണ്ടിരുന്നു. ആകാശത്ത് നിന്നും ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ച് വലിയൊരു ഇടിവെട്ടി.
അപ്പോഴും കണ്ണിമ ചിമ്മാതെ അവൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. കട്ടിലിൻ്റെ അടിയിൽ വീഴ്ചയുടെ ആഘാതത്തിൽ തലയോട് പൊട്ടിയ ബെഞ്ചമിൻ്റെ തലയിൽ നിന്നും കടും ചുവപ്പ് രക്തം തുണിയിൽ പടർന്ന് ഓരോ തുള്ളികളായി നിലത്തേക്ക് പതിച്ച് മെല്ലെ ഒഴുകിക്കൊണ്ടേയിരുന്നു. സമയം മോർണിംഗ് ടൈം 7:30. പ്രഭാത നടത്തത്തിനിറങ്ങിയ ബാങ്ക് മാനേജർ പോൾ ജോൺസൺ തിരിച്ചു പോകവേ കുറ്റിക്കാട്ടിലേക്ക് കയറ്റി നിർത്തിയ നിലയിൽ ഒരു കറുത്ത ടൊയോട്ട കൊറോള കാർ കാണുകയും അതിലേക്ക് തന്നെ സൂക്ഷ്മമായി നോക്കുകയും ചെയ്തു. അയാൾ ഫോണെടുത്ത് വണ്ടി നമ്പർ ഫോട്ടോ എടുത്തു. പിന്നീട് പതിയെ അതിൻ്റെ അടുത്തേക്ക് നടന്നു. പുലർച്ചെ പെയ്ത മഴയിൽ കാറിൻ്റെ ഗ്ലാസ്സിലൂടെ അകത്തേക്ക് പ്രവേശിച്ച വെള്ളത്തിലേക്കും അതിനകത്ത് നിർത്താതെ മുഴങ്ങുന്ന മൊബൈൽ ഫോണിലേക്കും അയാളുടെ ശ്രദ്ധ പതിഞ്ഞു. പോൾ ഉടൻ തന്നെ ഉപേക്ഷിക്കപ്പെട്ട കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൈമാറി. നേരം 9 മണിയോടെടുത്തിട്ടും ബെഞ്ചമിൻ്റെ ഫോണിൽ നിന്നും പ്രതികരണമൊന്നും കാണാഞ്ഞ് അയാളുടെ ഭാര്യ ആഗ്നസ് ബെഞ്ചമിൻ്റെ ഡ്രൈവർ സത്യനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. അയാൾ കൈമലർത്തി. ധൃതിയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഔദ്യോഗിക വാഹനത്തിൽ കയറി ബെഞ്ചമിൻ്റെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു. ഏറെ നേരം വാതിലിൽ മുട്ടിയും ഫോണിൽ വിളിച്ചും ബെഞ്ചമിൻ്റെ വിവരമൊന്നും കാണാഞ്ഞതിൽ പന്തികേട് തോന്നിയ സത്യൻ അയാളുടെ കാറ് അപ്രത്യക്ഷമായ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. തൊട്ടടുത്ത വീട്ടിൽ കയറി വിവരങ്ങൾ തിരക്കിയതിൽ നിന്നും DYSP ബെഞ്ചമിൻ ഡേവിഡ് രാത്രി 10:30 കാറിൽ കയറി പോയതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ വിവരം ഹെഡ്ക്വാർട്ടേഴ്സിലും ആഗ്നസിനും വിളിച്ചു കൈമാറി. സമയം 7:50 AM. ജുവാന്റെ വീട്. പാതിമയക്കത്തിൽ നിന്നും ദുസ്വപ്നം കണ്ട പോലെ കരഞ്ഞു തളർന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് ജുവാൻ അതിവേഗം ശ്വാസം വലിച്ചു വിട്ടു. തൻ്റെ തൊട്ടടുത്ത് കിടന്നിരുന്ന മകളെ മാറോടണച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നെറുകയിൽ ചുംബിച്ചു. ശരീരത്തിൽ അങ്ങിങ്ങായി അനുഭവപ്പെട്ട ചെറിയ വേദന കണക്കിലെടുക്കാതെ അവൾ കട്ടിലിൽ എണീറ്റിരുന്നു. പിന്നീട് പാറിപ്പറന്ന മുടി മാടിയൊതുക്കി മേലേക്ക് കയറ്റിക്കെട്ടി കാലുകൾ തറയിൽ കുത്തി എണീറ്റു. ഒരു നിമിഷം നിശ്ചലമായി നിന്ന അവളുടെ ചുണ്ടുകൾ വിടർന്നു. നെഞ്ചിലെ പതിഞ്ഞ താളമുയർന്നു. കാലിൻ്റെ അടിയിൽ അനുഭവപ്പെട്ട വഴുപ്പിലേക്ക് ജുവാൻ യാന്ത്രികമായി നോക്കി. കണ്ണുകൾ തുറിച്ച അവളുടെ കണ്ടത്തിൽ നിന്നും അവ്യക്തമായി ഉയർന്ന സ്വരം ആ മുറിയാകെ മാറ്റൊലിച്ചു. നിന്ന നിൽപ്പിൽ കിതച്ച അവളുടെ ശരീരത്തിനൊപ്പം നിസ്സഹായമായ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്നും കുഞ്ഞു ശബ്ദം, മമ്മ എന്ന് വിളിച്ചത്. ജുവാൻ കട്ട പിടിച്ച ചോരയിൽ തന്നെ കാലൂന്നി തന്നെ പിന്നോട്ട് നോക്കി. കിടക്കയിൽ എണീറ്റിരുന്ന് തന്നെ നോക്കിയിരിക്കുന്ന ഏഞ്ചലിൻ്റെ മുഖം കണ്ടതും വീണ്ടും വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ കൺമിഴിച്ച് അവളെ തന്നെ നോക്കി. ഏഞ്ചൽ പതിയെ നിരങ്ങി നീങ്ങി കിടക്കയുടെ തുമ്പത്തെത്തിയതും യാഥാർത്ഥ്യത്തിലേക്ക് വഴുതി വീണ ജുവാൻ പൊടുന്നനെ അവളെ വാരിയെടുത്ത് കവിളിൽ മുത്തി. അവളുടെ തല മാറോട് ചേർത്ത് വെച്ചമർത്തി. പെട്ടെന്നുള്ള വികാരത്തിൽ ശ്വാസം മുട്ടിയ കുഞ്ഞ് കൈകൾ വായുവിൽ വീശി. ഇന്നേരം അതിവേഗം കിടക്കവരി കാലിൻ്റെ അടിയിലേക്കിട്ട ജുവാൻ കാൽപാദം മൂടിയതും നെഞ്ചിൽ നിന്നും അവളെ ഉയർത്തി. ശ്വാസം വലിച്ചുവിട്ട ഏഞ്ചൽ അവളെ തന്നെ തുറച്ചു നോക്കി ചിണുങ്ങി. വിറയ്ക്കുന്ന ചുണ്ടും അതിവേഗം മിടിച്ച നെഞ്ചും സാധാരണഗതിയിലാക്കി ജുവാൻ അവളെ നോക്കി പാതി ചിരിച്ച് നിലത്ത് നിർത്തി. ഏഞ്ചൽ കണ്ണു തിരുമ്മി ബാത്റൂം ലക്ഷ്യമാക്കി നടക്കുന്നതും ശ്രദ്ധിച്ച് അവൾ കട്ടപിടിച്ച വഴുവഴുപ്പുള്ള രക്തത്തിൽ ഒരേ നിൽപ്പ് തുടർന്നു. അവളുടെ നെഞ്ചു വീണ്ടും ദ്രുതഗതിയിൽ ഇടിക്കാൻ തുടങ്ങി. മുഖത്തു പൊടിഞ്ഞ വിയർപ്പുത്തുള്ളികളെ കൈകൊണ്ട് വടിച്ചു നീക്കി ബാത്റൂം ഡോറിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. അല്പനേരത്തിൻ്റെ ഒടുവിൽ ഏഞ്ചൽ ഇറങ്ങി വന്ന് വീണ്ടും ജുവാനെ നോക്കി. അവൾ അതേ നിൽപ്പിൽ തന്നെ ഏഞ്ചലിനോട് വീണ്ടും ഒരിക്കൽ കൂടി ചിരിച്ചെന്ന് വരുത്തി. ആ കുഞ്ഞു കാൽപാദങ്ങൾ തല താഴ്ത്തി മുറിയുടെ പുറത്തേക്ക് നീങ്ങിയതും ജുവാൻ അതിവേഗം വാതിൽ ചാരി ശബ്ദമില്ലാതെ താഴിട്ട് ദീർഘശ്വാസം വിട്ടു. ജുവാൻ പിന്നോട്ട് തിരിഞ്ഞു. നിലത്ത് തൻ്റെ കാൽപാദത്തിൻ്റെ ചുവന്ന അടയാളം കണ്ടതും നെഞ്ചിൽ ഇടിവെട്ടിയ പോലെ തോന്നി. അവൾ ബാത്റൂം ലക്ഷ്യമാക്കി ഓടി. ടാപ്പ് തുറന്ന് കാലിലെ ചോരക്കറ കഴുകി വൃത്തിയാക്കി ബക്കറ്റിൽ വെള്ളം നിറച്ചു. കിതച്ചുകൊണ്ട് വെള്ളവുമായി മുറിയിലേക്ക് കടന്നു. കട്ടിലിൻ്റെ സമീപം ചെന്ന് മുട്ടുകുത്തി കുമ്പിട്ട് ജഡത്തെ നോക്കി. തലയുടെ സമീപത്തു നിന്നും ഒഴുകി തുടങ്ങിയ രക്തം കട്ടിലിൻ്റെ വെളിയിലേക്ക് വന്നിരിക്കുന്നു. അവൾ ചോരയുടെ മുകളിലേക്കിട്ട കിടക്കവിരി വെള്ളത്തിൽ മുക്കി തുടയ്ക്കാൻ തുടങ്ങി. ഒട്ടിപ്പിടിച്ച കട്ടച്ചോരയിൽ വെള്ളം വീണതും അത് പതിയെ ലയിച്ച് നേർത്ത നിറത്തിൽ 4 പാടും പരന്നൊഴുകി. ഇടയ്ക്കിടെ വെള്ളം മാറ്റിയും തുണി വൃത്തിയാക്കിയും വളരെ ശ്രമകരമായി കട്ടിലിൻ്റെ അടിയിലെ ജോലി തീർത്ത് ദാഹിച്ച് തളർന്ന് ജുവാൻ നിലത്തിരുന്നു. പതിയെ മുന്നോട്ട് നോക്കിയതും തൻ്റെ ചുവന്ന കാൽപ്പാടുകൾ കണ്ട് മുഖം ചുവന്നവൾ ചാടി എഴുന്നേറ്റു. തൻ്റെ ദേഹത്തെ പൊതിഞ്ഞിരുന്ന ചുവന്ന നൈറ്റ് ഗൗൺ ഊരി നിലത്തേക്കിട്ടു. നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടം തുടച്ച് വെടിപ്പാക്കി കുളിക്കാനായി കയറി. ഷവർ തുറന്ന് ദേഹത്ത് വീണ വെള്ളത്തുള്ളികൾ എന്തെന്നില്ലാത്ത ആശ്വാസം പകർന്നു. ജുവാൻ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരിക്കൽ കൂടി നിലവും കട്ടിലിൻ്റെ അടിയിലും പരിശോധിച്ച് താഴേക്കിറങ്ങി. താഴെ സെറ്റിയിൽ കയ്യിൽ ഭക്ഷണപാത്രവുമായി TV-യിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഏഞ്ചൽ ഒരിക്കൽ കൂടി അവളെ നോക്കി. പിന്നീട് ഭക്ഷണപാത്രത്തിലേക്കും. പഴയ വസ്ത്രമണിഞ്ഞ് കോണിയിറങ്ങി വന്ന ജുവാനെ കണ്ടതും മറിയം നെറ്റിച്ചുളിച്ചു. ഇതെന്താ, ആശുപത്രിയിൽ പോണില്ലേ? ഭയങ്കര തലവേദന, ഹാഫ് ഡേ ലീവ് പറഞ്ഞു. ഡൈനിങ് ടേബിളിനോട് ചേർന്നുള്ള കസാരയിലിരുന്ന ജുവാൻ
മേശയിൽ കൈകുത്തി നെറ്റിയിൽ തടവി. മറിയം അടുത്തേക്ക് വന്ന് അവളുടെ തലയിൽ തലോടി അടുക്കളയിലേക്ക് വിളിച്ചു പറഞ്ഞു, ശാരദേ, മോൾക്ക് ചൂടിലൊരു ചായ കൊടുത്തേ. ടിവിയുടെ ശബ്ദം ജുവാനെ കൂടുതൽ അലോസരപ്പെടുത്തി. അവളുടെ മുഖം കൂടുതൽ വികൃതമായി. ആ ശബ്ദം കാതിലൂടെ കയറി തലയ്ക്കുള്ളിൽ തരംഗം സൃഷ്ടിച്ചതും ജുവാൻ ഏഞ്ചലിനെ നോക്കി പൊട്ടിത്തെറിച്ചു. പെട്ടെന്നുണ്ടായ ശബ്ദത്തിൽ ഞെട്ടിയ ഏഞ്ചൽ കരച്ചിലാരംഭിച്ചു. മറിയം അവളെ വാരിയെടുത്ത് പുറത്തേക്ക് നീങ്ങി. ശാരദ അടുക്കളയിൽ നിന്നും ആവി പറക്കുന്ന ചൂട് ചായ ജുവാന്റെ മുന്നിൽ വെച്ച് പിന്നോട്ട് നീങ്ങി. ഒരു കവിൾ ചായ അകത്ത് ചെന്നതും അവൾ അല്പം ശാന്തമായി. തൻ്റെ പിരിമുറുക്കം ഏഞ്ചലിനോട് തീർത്തതിൽ അവൾക്ക് വിഷമം തോന്നി. ശാരദ അടുക്കളയിൽ നിന്നും മുടി മാടിക്കെട്ടി മാക്സി ചെറുതായി പൊക്കി മടിക്കുത്തിൽ കുത്തിവെച്ച് പിൻവശത്തേക്ക് നടന്നു. ചുവരിൽ ചാരി വെച്ചിരുന്ന ചൂലും തൂപ്പുമെടുത്ത് ബക്കറ്റിൽ വെള്ളം നിറച്ച് പതിയെ മേലെ റൂമിലേക്കുള്ള പടികൾ കയറി. ജുവാൻ അഗാധമായ ചിന്തയിൽ മുഴുകി ചായ കൂടി തുടർന്ന് ഒരേ ഇരിപ്പായിരുന്നു. ശാരദ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും ചിന്തയിൽ നിന്നും ഞെട്ടിയുണർന്ന ജുവാൻ മേലേക്ക് നോക്കി. മേലെ തൻ്റെ റൂമിൻ്റെ ഡോർ തുറന്നു കണ്ടതും അവളുടെ നെഞ്ചിൽ നിന്നും പിൻവാങ്ങിയ ഇടിമുഴക്കം മുന്നത്തേക്കാൾ ഭീകരമായി തിരികെ വന്നു. ജുവാൻ കസാരയിൽ നിന്നും ചാടിയെണീറ്റു. കോണിപ്പടികൾ ഓടിക്കേറി റൂമിലേക്ക് കടന്നതും പ്രതിമ കണക്കെ പിന്തിരിഞ്ഞ് നിലത്തേക്ക് നോക്കി നിൽക്കുന്ന ശാരദയെ കണ്ട് ജുവാന്റെ ശരീരം ആലില പോലെ വിറച്ചു. സമയം 10:13 AM. SP ഓഫീസ്. നിരനിരയായുള്ള ഫോൺ കോളിൽ വീർപ്പുമുട്ടിയ SP മാധവ് മേഡ തൻ്റെ ഓഫീസ് ടേബിളിൽ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. ഓഫീസ് ഡോർ മുട്ടിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ സല്യൂട്ട് ചെയ്തു നിന്നു. സാർ, വിൽട്ടൺ ഐലൻഡിൽ പാമ്പറക്കായലിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലേക്ക് കയറ്റി നിർത്തിയ ഒരു കറുത്ത കാറിനെ പറ്റി ഇൻഫർമേഷൻ ഉണ്ട്. അത് DYSP ബെഞ്ചമിൻ സാറിൻ്റെ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാൾ SP മാധവിനോട് പറഞ്ഞു. ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറയൂ, നമുക്ക് അവിടം വരെ ഒന്ന് പോകണം. അവർ രണ്ടുപേരും വേഗത്തിൽ പുറത്തേക്ക് നടന്നു. വണ്ടിയിൽ കയറിയ SP മാധവ് തിടുക്കത്തിൽ ഫോണെടുത്ത് CI ഇമ്രാനെ വിളിച്ചു. നിമിഷ നേരങ്ങളിലെ ബെല്ലടിക്ക് ശേഷം അയാൾ ഫോണെടുത്തു. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് ഇമ്രാൻ. എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ്? സാർ, രാവിലെയോടുകൂടി മേട്ടുപ്പാളയം എത്തി. ഇപ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഇമ്രാൻ. അവിടുത്തെ ഫോർമാലിറ്റീസ് മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് താൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. സാർ, ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ തമിഴ്നാട് പോലീസ് ഇൻസ്പെക്ടർ ശക്തിമൂർത്തിയുമായി സംസാരിച്ചിരുന്നു. അയാൾ ഇന്ന് വൈകിട്ട് ഒരു ഇൻഫോർമറുമായി മീറ്റിംഗ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമുക്ക് അയാളെ മിസ് ചെയ്യാൻ പാടില്ല. എനിക്ക് മനസ്സിലായി. എങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ തന്നെ തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്യൂ. നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടായിരിക്കണം. ഷുവർ സാർ. ഫോൺ കട്ടായതും ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരുന്ന ആ വെളുത്ത വാഹനം റോഡ് സൈഡിലെ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ബ്രേക്കിട്ട് നിർത്തി. മാധവ് ഇറങ്ങാൻ നോക്കിയതും അയാളെ പൊതിഞ്ഞ മാധ്യമപ്പടയുടെ നിർത്താതെയുള്ള ചോദ്യങ്ങളിൽ നിന്നും തലയൂരി മുന്നോട്ട് നടന്നു. അയാളെ അനുഗമിച്ചുകൊണ്ട് വിൽട്ടൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SI അംജദ് റഹീം കൂടെ കൂടി. മാധവ് പിന്നീട് തിരിഞ്ഞു നോക്കിയതും തിങ്ങിക്കൂടിയ ആളുകളെയും മാധ്യമ പ്രവർത്തകരെയും നിയന്ത്രിക്കാൻ പോലീസ് പെടാപ്പാട് പെടുന്നത് കണ്ട് അരിശം മൂത്തു. ആരാ മാധ്യമങ്ങളെ അറിയിച്ചത്? അയാൾ അംജദിനോട് പൊട്ടിത്തെറിച്ചു. അറിയില്ല സാർ. ഇഡിയറ്റ്സ്. അടുത്ത സെക്കൻഡിൽ തുടങ്ങും ബ്രേക്കിംഗ് ന്യൂസും അന്വേഷണവും. അയാൾ പുച്ഛത്തോടെ തലതിരിച്ച് വാണിംഗ് ടേപ്പ് ചാടിക്കടന്ന് മുന്നോട്ട് നടന്നു. സോ അംജദ്, എക്സ്പ്ലെയിൻ മീ. സാർ, ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കറുത്ത കാറ് കാണുന്നു എന്ന് പറഞ്ഞ് പോൾ ജോൺസൺ എന്നൊരാൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു. അയാൾ ഒരു ബാങ്ക് മാനേജറാണ്. രാവിലെ നടക്കാനിറങ്ങുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞതാണ്. അയാൾ കാർ നമ്പർ പറഞ്ഞതനുസരിച്ച് ട്രാക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ 2 പോലീസുകാർ സ്ഥലത്തേക്കെത്തി പരിശോധന നടത്തി. അപ്പോഴേക്കും കാർ ബെഞ്ചമിൻ സാറിൻ്റെ ആണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഒരാളെ കാവൽ നിർത്തിയിട്ട് ഞങ്ങൾ അല്പസമയം കൂടി കാത്തിരുന്നു. ഏകദേശം 1.5 മണിക്കൂറായിട്ടും വിവരം ഒന്നും കിട്ടാഞ്ഞതോടെ ഇമ്രാൻ സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം ബെഞ്ചമിൻ സാറിനെ വിളിച്ച് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിലും ക്ലബിലും അന്വേഷിക്കാൻ പറഞ്ഞു. ഒരു വിവരവും കിട്ടാതായപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തു. ആരാണ് കാർ ആദ്യം കണ്ടത്? സാർ, ഒരു പോൾ ജോൺസൺ. അയാൾ എന്നും ഇതുവഴിയാണ് ഓടാൻ പോകാറ്. അതെ സാർ. ഇവിടുന്ന് ഏകദേശം 100 മീറ്റർ മാറി വിൻസ്റ്റൺ സ്ട്രീറ്റ് എന്നൊരു ഹൗസിംഗ് ഏരിയ ഉണ്ട്. ഇമ്രാൻ സാർ താമസിക്കുന്ന? യെസ്, ഐ നോ. മാധവ് കാറിൻ്റെ സമീപത്തേക്ക് നടന്നു. നിലത്ത് വീണ തേൻതുള്ളിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ഉറുമ്പുകളെ പോലെ ഫോറൻസിക് വിദഗ്ധർ 4 ഭാഗത്തു നിന്നും കാറിനെ ഇഴകീറി പരിശോധിച്ചു. മാധവിനെ കണ്ടതും ഫോറൻസിക് വകുപ്പ് മേധാവി ഡോക്ടർ ഭരതൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഇരുവരും കൈകുലുക്കി കാര്യത്തിലേക്ക് കടന്നു. കൂടുതലായൊന്നുമില്ല. ആകെ ഒരു ഫിംഗർ പ്രിന്റ് മാത്രമേ കിട്ടിയുള്ളൂ. അത് ബെഞ്ചമിൻ സാറിൻ്റെ ആവാനേ സാധ്യതയുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ 2 ഫോണും അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഫുട് പ്രിന്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിലും സംശയിക്കാൻ തക്കതായ ഒന്നുമുണ്ടെന്ന് തോന്നുന്നില്ല. മാധവ് ഒരു ദീർഘശ്വാസത്തോടെ അയാളോട് വിട പറഞ്ഞ് അംജദിനോടായി പറഞ്ഞു, കോൾ ഡോഗ് സ്ക്വാഡ്. സംശയം തോന്നുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യണം.
പിന്നെ ബെഞ്ചമിൻ്റെ ഫാമിലി. ബെഞ്ചമിൻ സാറിൻ്റെ ഫാമിലി ഇമ്രാൻ സാർ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ ഓൺ ദി വേ ആണ്, അംജിദ് പറഞ്ഞു. ജുവാൻ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ പിന്നിൽ നിന്നും ശാരദയെ വിളിച്ചു. അപ്രതീക്ഷിതമായ വിളി കേട്ടതും ഒരു ഞെട്ടലോടെ ആ സ്ത്രീ പിന്നോട്ട് തിരിഞ്ഞു. വാതിൽപ്പടിയിൽ പരിഭ്രമിച്ചു നിൽക്കുന്ന ജുവാനെ കണ്ടതും ആ ചുണ്ടുകൾ ചലിച്ചു. മോള് മുറി വൃത്തിയാക്കിയിരുന്നോ? നല്ല ഡെറ്റോളിൻ്റെ വാസന. ശാരദ വീണ്ടും നിലത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ഒരു നിമിഷം നെഞ്ചിൽ തങ്ങി നിന്ന ശ്വാസത്തെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് അവൾ വാക്കുകൾക്കായി പരതി. അത് പിന്നെ മോളുടെ ഒരു മരുന്നുകുപ്പി വീണ് പൊട്ടിയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ക്ലീനാക്കി. അത് പറയാനാ ഓടി വന്നത്. ജുവാൻ നിർത്തി പറഞ്ഞൊപ്പിച്ചു. അയ്യോ, എന്നാ പിന്നെ കുപ്പിച്ചില്ല് കട്ടിലിൻ്റെ അടിയിലെല്ലാം പോയി കാണും. മുഴുവനും അടിച്ചെടുത്തില്ലെങ്കിൽ കാലിൽ കൊണ്ടാലോ? ശാരദ അത് പറഞ്ഞുകൊണ്ട് ചൂല് നിലത്തിട്ടതും ജുവാന്റെ നെഞ്ച് വീണ്ടും അതിവേഗം ഇടിച്ചു. വേണ്ട, അതല്ല, ഞാൻ ക്ലീനാക്കിയതാ. പിന്നെ ഇമ്രാന്റെ കുറച്ച് ഫയലുകൾ താഴെ സൂക്ഷിച്ചിട്ടുണ്ട്. അകത്തേക്ക് ആരെയും കയറ്റണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പറയും വരെ ഇനി മുറിയിലോട്ട് കയറണ്ട. ജുവാൻ അല്പം നീരസത്തോടെ പറഞ്ഞു. ശാരദ ശരിയെന്ന തലയാട്ടി ചൂലെടുത്ത് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൾ പുറത്തേക്കിറങ്ങിയതും അവൾ വാതിൽ ശക്തിയായി അടച്ച് പുറംചാരി നിലത്തിരുന്നു. ജുവാന്റെ നിറഞ്ഞു കവിഞ്ഞ മിഴികൾ വീണ്ടും കട്ടിലിന്റെ അടിയിലേക്ക് തന്നെ സഞ്ചരിച്ചു. അവൾ തലയിൽ കൈകൊടുത്ത് മുടിയിഴകൾ ശക്തിയായി വലിച്ചുകൊണ്ട് കണ്ണീർ വാർത്തു. ഉടനെ ടിവിയുടെ ശബ്ദതരംഗങ്ങൾ അവളുടെ കാതിലേക്ക് അരിച്ചു കയറി. അതെ, രാജേഷ് DYSP ബെഞ്ചമിൻ ഡേവിഡ്സിന്റെ തിരോധാനം അല്പം മുമ്പ് SP മാധവമേട ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? അരവിന്ദ് DYSP ബെഞ്ചമിൻ ഡേവിഡ്സിന്റെ തിരോധാനം അല്പം മുമ്പാണ് SP മാധവമേട ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഈ തിരോധാനം പോലീസിനെ സത്യത്തിൽ കുഴച്ചിരിക്കുകയാണ്. കാറിൽ നിന്നും സംശയാസ്പദമായ രീതിയിൽ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അടുത്തൊന്നും CCTV ഇല്ലാത്തതിനാൽ ഇനി എന്തെന്ന ചോദ്യത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് പോലീസ്. അല്പം നിമിഷത്തിനകം ഡോഗ് സ്ക്വാഡ് കൂടി വന്നാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന പൂർണ്ണ പ്രതീക്ഷയിലാണ് എല്ലാവരും. അതിനിടയിൽ കാർ നിർത്തിയിട്ട സ്ഥലത്തിന് സമീപം കായലും തൊട്ടുമുന്നിൽ ചെറിയൊരു കാടുമാണ്. ഇവിടെ രണ്ടിടത്തും പോലീസ് തെരച്ചിൽ തുടരുകയാണ്. വളരെ ക്ലീനായ സർവീസ് റെക്കോർഡുള്ള ഒരാളാണ് DYSP ബെഞ്ചമിൻ ഡേവിഡ്. അതിനാൽ തന്നെ പലതരം ശത്രുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ. അരവിന്ദ്, ഡോഗ് സ്ക്വാഡ് സംഭവസ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. തുടർന്നുള്ള കാഴ്ചകൾ ലൈവായി തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഡോഗ് സ്ക്വാഡിലെ വളരെ സമർത്ഥനായ നായ ടോമിയാണ് സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജർമ്മൻ ഷെപ്പേർഡ് വിഭാഗത്തിൽപ്പെടുന്ന ഇനം നായയാണ് ടോമി. കേരള പോലീസിന്റെ പല കേസുകളിലും തെളിവുണ്ടാക്കാൻ കഴിഞ്ഞ നായയാണ് ടോമി. അരവിന്ദ് ഇപ്പോൾ ടോമി കാറിന്റെ 4 ഭാഗവും മണം പിടിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകരിലേക്ക് ലൈവായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാറിന്റെ ഡോർ തുറന്നിരിക്കുകയാണ്. അരവിന്ദ്, നായ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. തിരിച്ചിറങ്ങിയാൽ ഏതെങ്കിലും ഒരു വഴി നായ ഓടുമെന്ന് തീർച്ചയാണ്. ഞങ്ങളും പൂർണ്ണ സന്നാഹങ്ങളോടെ ടോമിയുടെ പുറകെ തന്നെ ഉണ്ടാവും. അരവിന്ദ്, നായ കാറിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു. വീണ്ടും 4 പാട് നോക്കുകയാണ്. നായയെ പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ കാറിൽ നിന്നും എടുത്തൊരു തുണിയുണ്ട്. ഒരുപക്ഷെ നായ വഴിമുട്ടുകയാണെങ്കിൽ വീണ്ടും വാസനിപ്പിക്കാൻ വേണ്ടിയാണ് അതെന്ന് കരുതുന്നു. അരവിന്ദ്, ടോമി മുന്നോട്ട് കുതിച്ചിരിക്കുന്നു. കായലിന്റെ ഭാഗത്തേക്കോ കാടിന്റെ ഭാഗത്തേക്കോ അല്ല, മറിച്ച് റോഡിന്റെ വശത്തുകൂടി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും പിന്നാലെ ഓടുകയാണ്. അരവിന്ദ്, ബെഞ്ചമിൻ പോയ വഴിയെ ഞങ്ങളും മുന്നോട്ട് കുതിക്കുകയാണ്. അതെ അരവിന്ദ്, എൻ്റെ സംശയം ശരിയായിരിക്കുന്നു. ടോമി വിൽസ്റ്റൺ സ്ട്രീറ്റിന്റെ പ്രധാന കവാടം കടന്നിരിക്കുന്നു. മുന്നിൽ പ്രമാണിമാർ തിങ്ങിപ്പാർക്കുന്ന കെട്ടിട സമുച്ചയങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ടോമി കവാടം കടന്നതും ബ്രേക്കിട്ട പോലെ നിന്നുകൊണ്ട് വട്ടം കറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും അവിടെ എന്നറിയാനുള്ള ആകാംക്ഷയിൽ പ്രേക്ഷകരെ പോലെ ഞങ്ങളും ഉറ്റുനോക്കുകയാണ്. അരവിന്ദ്, തുമ്പ് കിട്ടാതെ നിൽക്കുന്ന ടോമിക്ക് കാറിൽ നിന്നും എടുത്ത തുണി വീണ്ടും മണപ്പിക്കാൻ കൊടുത്തിരിക്കുന്നു. അതേ അരവിന്ദ്, ടോമി വീണ്ടും മുന്നോട്ട് കുതിക്കുകയാണ്. ആദ്യ വീട് കഴിഞ്ഞിരിക്കുന്നു. അതാ രണ്ടാമത്തെയും മൂന്നാമത്തെയും വീട് കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. അദ്ദേഹം ഈ വഴി വന്നിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. ഈ വീടുകളിൽ എവിടെയോ അദ്ദേഹം ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരോ അപായപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അരവിന്ദ്, 4ാമത്തെ വീട്. ശ്വാസം പോലും വലിക്കാൻ കഴിയാതെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. എവിടേക്കാണ് ടോമി നമ്മളെ നയിക്കുന്നത്? 4ാമത്തെ വീടും കഴിഞ്ഞിരിക്കുകയാണ്. അരവിന്ദ് ക്ഷമിക്കണം, എനിക്ക് നേരിയ ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ജീവൻ വരെ പണയപ്പെടുത്താൻ തയ്യാറായി വീണ്ടും എൻ്റെ കാലുകൾ മുന്നോട്ട് കുതിക്കുകയാണ്. അരവിന്ദ്, 6ാമത്തെ വീട്. അരവിന്ദ്. ഹലോ രാജേഷ്, പറയൂ, കേൾക്കാമോ? പറയൂ രാജേഷ്, എന്താണ് നിങ്ങൾ കാണുന്നത്? 6ാമത്തെ വീട്ടിൽ എന്താണ് രാജേഷ്, കേൾക്കാമോ? ഹലോ രാജേഷ്. വാതിൽ ചാരി ശ്വാസമടക്കി പിടിച്ചിരിക്കുന്ന ജുവാന്റെ കണ്ണുകൾ വീണ്ടും വിടർന്നു. നെറ്റിത്തടത്തിൽ പൊടിഞ്ഞ ഉപ്പുതുള്ളികൾ ഒന്നിനു പിറകെ ഒന്നായി ചോർന്നൊലിച്ചു. കണ്ണീരൊലിച്ച് തടിച്ചു വീർത്ത കൺപോളകൾ
തുറന്നിട്ട ജനൽപ്പാളിയുടെ പുറകിലെ കാഴ്ചകളിലേക്ക് താൻ വെമ്പൽ കൊണ്ടു. പക്ഷേ ഹൃദയത്തിൽ നിന്നും അരിച്ചു കയറിയ വിറയൽ ദേഹത്തെ നിലത്ത് തന്നെ തളച്ചിട്ടു. അപ്പോൾ അവളുടെ കാതുകൾ ടിവിയുടെ ശബ്ദത്തിലേക്ക് തന്നെ നീണ്ടു. രാജേഷ്, കേൾക്കാമോ? ആ അരവിന്ദ്, ചില സാങ്കേതിക പ്രശ്നങ്ങൾ തടസ്സം നേരിട്ടതിൽ ക്ഷമിക്കണം. തീർച്ചയായും രാജേഷ്, എന്താണ് ആറാമത്തെ വീട്ടിൽ കണ്ടത്? അരവിന്ദ്, വളരെ ഉദ്യാഗം നിറഞ്ഞ നിമിഷത്തിലൂടെയായിരുന്നു നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വളരെ ആകസ്മികമായി അഞ്ചാമത്തെയും ആറാമത്തെയും വീടിൻ്റെ നടുവിലെ വഴി വരെ ഓടി വന്ന ടോമി ദുർഗന്ധം കാരണം പെട്ടെന്ന് നിന്നിരിക്കുകയാണ്. കോർപ്പറേഷനിൽ നിന്നും വേസ്റ്റ് സ്വീകരിക്കാൻ എത്തിച്ചേർന്ന വാഹനത്തിൽ നിന്നുമാണ് ദുർഗന്ധം. ഈ പ്രദേശമാകെ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പോലീസ് നായയ്ക്ക് മണം പിടിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാറിൽ നിന്നെടുത്ത തുണി വാസനിപ്പിച്ചു നോക്കിയെങ്കിലും ടോമി അതേ സ്ഥലത്ത് നിന്ന് വട്ടം കറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഈ അവസരത്തിൽ അന്വേഷണം വീണ്ടും വഴിമുട്ടിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് കരുതേണ്ടിയിരിക്കുന്നു അരവിന്ദ്. വാർത്ത കേട്ടത് നേരിയ ആശ്വാസം തോന്നിയ ജുവാൻ പതിയെ എണീറ്റ് ജനൽ ലക്ഷ്യമാക്കി നടന്നു. ഉള്ളിൽ പെരുമ്പറ പോലെ ഹൃദയം ഇടിച്ചെങ്കിലും പതിയെ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. വീടിന്റെ മുന്നിലും പരിസരങ്ങളിലുമായി നിരവധി ആളുകൾ കൂടി നിന്നിരുന്നു. അതിന്റെ നടുവിലായി കിതച്ചുകൊണ്ട് ചുറ്റും നോക്കുന്ന പോലീസ് നായ ടോമി. അതിന്റെ ശൗര്യമാർന്ന കണ്ണുകൾ ഒരു വേള തന്നിലേക്കും ഉടക്കിയെന്നറിഞ്ഞവൾ പിന്നോട്ട് നീങ്ങി കിടക്കയിലിരുന്നു. ദൂരെ നിന്ന് നായയുടെ ഉച്ചത്തിലുള്ള കുരക്കൽ കേട്ടെങ്കിലും അവൾ അതേ ഇരിപ്പ് തുടർന്നു. പെട്ടെന്നായിരുന്നു പുറത്തു നിന്നും കോളിംബെല്ല് ശബ്ദിച്ചത്. ജുവാൻ ഒരു ഞെട്ടലോടെ കിടക്കയിൽ നിന്നും ഉയർന്നു പൊങ്ങി പതിയെ മുറിയുടെ വാതിലിന്റെ നേരെ കാലുകൾ വെച്ചു. അടച്ചിട്ട വാതിൽ ചെറുതായെന്ന് തുറന്ന് പുറത്തേക്ക് ഒളിക്കണ്ണിട്ട് നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് തിരിച്ചറിഞ്ഞു. ജുവാൻ കണ്ണുകളടച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പക്ഷെ താഴെ നിന്നും മറിയം മേലേക്ക് നോക്കി ജുവാനെ വിളിച്ച നേരം ആ പ്രാർത്ഥനയ്ക്ക് അധികം ആയുസ്സുണ്ടായതായി അവൾക്ക് തോന്നിയില്ല. വിളികൾ രണ്ടും മൂന്നുമായി തരംഗങ്ങൾ പായിച്ചപ്പോൾ വിളി കേൾക്കാതിരിക്കാൻ അവൾക്കായില്ല. ജുവാൻ, വരുന്നു എന്ന് പറഞ്ഞ ശേഷം അതിവേഗം ശുചിമുറിയിൽ കയറി കണ്ണും മുഖവും കഴുകി താഴേക്കിറങ്ങി. താഴെ സോഫയിൽ കാറ്റുകൊണ്ടിരിക്കുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടതും ജുവാന്റെ നെഞ്ച് വീണ്ടും ശക്തിയായി ഇടിച്ചു. സുഖമാണോ ഡോക്ടറെ? ജുവാന് പരിചിതമായ മുഖത്തിനുടമ അംജദ് അന്വേഷിച്ചു. അവൾ ഒരു നിമിഷം പകച്ചു നിന്നു. പിന്നെ സ്വബോധത്തിലേക്ക് തിരികെ വന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹായ് അംജദ്, ഒരുപാടായല്ലോ കണ്ടിട്ട്. അതെ ഡോക്ടറെ, തിരക്കാണ്. ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇല്ല, ഓവർലോഡ് ജോലി വന്നാൽ ഇടയ്ക്ക് ഓഫ് എടുക്കുന്നത് പതിവാ. എമർജൻസി വല്ലതുണ്ടെങ്കിൽ പോണം. ആ, ഇത് SP മാധവ് സാറ്. ആ, എനിക്കറിയാം, ഇമ്രാൻ പറഞ്ഞിട്ടുണ്ട്. അംജദ് മുഴുമിപ്പിക്കും മുന്നേ ജുവാൻ മാധവിനെ നോക്കി പറഞ്ഞു. അവൾ തുടർന്നു, ബെഞ്ചമിൻ സാറിനെ കുറിച്ച് വിവരം വല്ലതും? നോ, സ്റ്റിൽ സെർച്ചിങ്, മാധവ് പറഞ്ഞു. ചോദിക്കുന്നതിൽ ക്ഷമിക്കണം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ ഐ യൂസ് യുവർ ബാത്റൂം? മാധവ് ചോദിച്ചതും എന്തു പറയണമെന്നറിയാതെ കുഴങ്ങിയ ജുവാൻ അയാളുടെ കണ്ണിൽ തന്നെ നോക്കി. പിന്നീട് തപ്പിപ്പിടിച്ചെന്ന പോലെ പറഞ്ഞു, യെസ് ഓഫ് കോഴ്സ് പ്ലീസ്. അവൾ തൊട്ടടുത്ത മുറിയിലേക്ക് അയാളെ ആനയിക്കാൻ ശ്രമിച്ചതും പിന്നിൽ നിന്നും മറിയം ആ ശ്രമത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ മോളെ, അപ്പനുണ്ടകത്ത്. മുകളിലെ ബാത്റൂം കാണിച്ചു കൊടുത്തേക്ക്, എന്നാൽ പുറത്തേക്ക് പോകാം. അവൾ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവിടെ ശാരദ വൃത്തിയാക്കിയാണെന്ന് തോന്നുന്നു. സാറ് മുകളിലേക്ക് കയറിക്കോ, മറിയം അയാളെ നോക്കി പറഞ്ഞു. ഇടിവേറ്റേറ്റ പോലെ ജുവാൻ തരിച്ചു നിന്നു. എന്നിട്ട് ഇരുവരെയും പരസ്പരം നോക്കി. പിന്നീട് മുഖത്തെ വലിവുകൾ നേരെയാക്കി അയാളെ മുകളിലേക്ക് അനുഗമിച്ചു. മാധവിന് ബാത്റൂം കാണിച്ചു കൊടുത്തുകൊണ്ട് അവൾ മുറിയിലെ മേശയിൽ ചാരി നിന്നു. കൈകൾ കൂട്ടിത്തിരുമി. ജുവാന്റെ കണ്ണുകൾ യാന്ത്രികമായി തന്നെ കട്ടിലിന്റെ അടിയിലേക്ക് ഊർന്നിറങ്ങി. അല്പനേരം കഴിഞ്ഞ് മാധവ് പുറത്തേക്കിറങ്ങിയതും ജുവാനൊന്ന് നിവർന്ന് നിന്ന് ചിരിച്ചു. അയാളും പതിയെ ചിരിച്ചെന്ന് വരുത്തി പതിയെ ജനലിന്റെ അടുത്തേക്ക് നടന്നു. ജനലിനോട് ചേർത്തിട്ടിരിക്കുന്ന കട്ടിലിന്റെ താഴെ ഒരു ഡെഡ് ബോഡിക്ക് തൊട്ടടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നിൽക്കുന്നത് മനസ്സിൽ സങ്കല്പിച്ചപ്പോൾ അവളുടെ കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി. ഇന്നലെ രാത്രി പതിവില്ലാത്ത എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നോ? മാധവ് ജനലിന് പുറത്തേക്ക് നോക്കി ചോദിച്ചു. ഇല്ല, അവൾ ഉത്തരം നൽകി. ഇന്നലെ എപ്പോഴായിരുന്നു വീട്ടിലെത്തിയത്? ഏകദേശം 10 മണിയോടടുത്ത്. എന്നും ഇതേ സമയത്താണോ വരാറ്? അങ്ങനെ കൃത്യസമയമൊന്നുമില്ല. എമർജൻസി കേസുകൾ അനുസരിച്ച് വൈകാറുണ്ട്. ഇന്നലെ വരുന്ന വഴി പരിചയമില്ലാത്ത ആരെങ്കിലും കാണുകയോ എന്തേലും ശ്രദ്ധിക്കുകയോ മറ്റോ ഉണ്ടായോ? ഇല്ല. അവൾ ഒരു നിമിഷം ആലോചിച്ച് ഉത്തരം പറഞ്ഞു. മാധവ് ആ മുറിയുടെ നടുവശത്തേക്ക് നടന്ന് ചുറ്റും കണ്ണോടിച്ചു. ജുവാൻ അയാളുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു. ഡോക്ടറിന് ബെഞ്ചമിനെ പരിചയമുണ്ടോ? യെസ്, ബെഞ്ചിയും ഞങ്ങളും ഫാമിലി ഫ്രണ്ട്സാണ്. യുനോ, ഇമ്രാനും ബെഞ്ചിയും കോളേജിൽ ഒരുമിച്ചായിരുന്നു. യെസ് ഐ നോ. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഫോർ യുവർ ടൈം. മാധവ് ജുവാനെ നോക്കി പോകാനായി തുനിഞ്ഞതും അയാളുടെ ഫോൺ ബില്ലടിച്ചു. മാധവ് ഫോൺ എടുത്തു. സംഭാഷണങ്ങൾക്കിടയിൽ മൊബൈൽ തോൾ പൊക്കി ചെവിയിൽ ചേർത്ത് വെച്ച ശേഷം പോക്കറ്റിൽ കൈയിട്ട് പേനയെടുത്ത് കയ്യിലെന്തോ കുത്തിക്കുറിച്ചു. അതേ നിൽപ്പിൽ തന്നെ പേന തിരിച്ച് പോക്കറ്റിലേക്കിട്ടതും അബദ്ധത്തിൽ അത് താഴേക്ക് വീണ് കട്ടിലിന്റെ സമീപത്തേക്ക് തെറിച്ചു. ആ കാഴ്ച കണ്ടതും ജുവാന്റെ കൃഷ്ണമണികൾ പതിവിലും കൂടുതലായി വികസിച്ചു. അവൾ പേനയെയും അയാളെയും മാറി മാറി നോക്കി ശ്വാസം വേഗത്തിൽ വിട്ടു. ജുവാൻ പിന്നോട്ട് നീങ്ങി മേശയിൽ തട്ടി നിന്നതും മാധവ് ഫോൺ കട്ട് ചെയ്ത് പേന എടുക്കാനായി കുനിഞ്ഞു.
അയാൾ കട്ടിലിന്റെ അടിയിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് ജുവാനെ തിരിഞ്ഞു നോക്കി. ജുവാൻ മാധവിനെ തന്നെ നോക്കി. അവളുടെ ഉള്ളിൽ ഭയം ഉരുണ്ടുകൂടി അങ്ങിങ്ങായി തട്ടിക്കളിച്ചു. ഡോക്ടർ ഒരുപാട് ബുക്ക് വായിക്കുമല്ലേ? കട്ടിലിന്റെ അടിയിൽ മുഴുവൻ ബുക്കാണല്ലോ. മാധവ് പേന എടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ അതേ എന്ന് പറഞ്ഞ ശേഷം രാവിലെ ഏതോ നിമിഷത്തിൽ തലയിലുദിച്ച ബുദ്ധിയിൽ മനസ്സിൽ ആവോളം പുകഴ്ത്തി സമാധാനിച്ചു. സാർ, ബെഞ്ചമിൻ സാറുടെ ഫാമിലി എത്തിയിട്ടുണ്ട്. അവരോട് ഓഫീസിലേക്ക് വരാൻ പറയണോ അതോ? വാതിൽപ്പടിയിൽ നിന്ന് അംജദ് മാധവിനോട് ചോദിച്ചു. വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവർ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് താഴേക്കിറങ്ങിയതും അവളുടെ മൊബൈൽ ഫോൺ മുഴങ്ങി. മറുതലയിൽ നിന്നും ജുവാന്റെ അസിസ്റ്റന്റ് ഡോക്ടർ അരുൺ തലേ ദിവസത്തെ രോഗിയുടെ ഡീറ്റെയിൽസും ഇപ്പോഴത്തെ മെഡിക്കൽ സ്റ്റാറ്റസും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ ശസ്ത്രക്രിയ കഴിഞ്ഞുള്ള പ്രാഥമിക പരിശോധനയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ടാക്കി. കുളിച്ച് ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങിയ ജുവാൻ വീണ്ടും കട്ടിലിന്റെ അടിയിലേക്ക് നോക്കി. പിന്നീട് വാച്ചിലേക്കും. ഏകദേശം 9 മണിക്കൂർ. ബോഡി ഇപ്പോൾ സ്റ്റിഫായി കാണണം, അവൾ മനസ്സിലോർത്തു. ജുവാൻ മേശയിൽ നിന്നും ക്രിയേഷൻ എന്നെഴുതിയ പെർഫ്യൂം എടുത്ത് കൈത്തണ്ടയിൽ പകർത്തി വാസനിച്ചു. വീണ്ടും പരുതി മറ്റൊരു പെർഫ്യൂം കൂടി കയ്യിലെടുത്തു. അറേബ്യൻ ഊത്. അലമാരയുടെ അടിയിലെ തട്ടിൽ നിന്നും പഴകിയ തുണിയെടുത്ത് അതിൽ പെർഫ്യൂം കുപ്പി പൊതിഞ്ഞ് തുണി ശക്തിയായി ജനൽപ്പടിയിലടിച്ചു. രണ്ടായി വിണ്ടുകീറിയ കുപ്പിയിലെ ദ്രാവകം പുറത്തേക്കൊഴുകി. നിമിഷങ്ങൾക്കകം മനം മടക്കുന്ന അസഹ്യമായ സുഗന്ധം മുറിയിലാകെ പരന്നൊഴുകി. ജുവാൻ വാതിൽ പൂട്ടി മമ്മയോട് മുറിയിലേക്ക് പ്രവേശിക്കരുതെന്ന് ചട്ടം കെട്ടി യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. ഗേറ്റ് കടന്ന് തിങ്ങിക്കൂടിയ ജനങ്ങൾക്കിടയിലൂടെ കാർ മുന്നോട്ട് നീങ്ങി. പക്ഷേ വഴിവക്കിൽ ഒരു പോലീസ് ജീപ്പ് തടസ്സം നിന്നതിനാൽ അവൾക്ക് കാർ നിർത്തേണ്ടി വന്നു. കാറിൽ AC പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ വിയർത്തൊലിച്ചു. പിന്നിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയ്യിലൊരു ബെൽറ്റുമായി നടന്നു വരുന്നത് വശത്തെ കണ്ണാടിയിലൂടെ അവൾ നോക്കിക്കണ്ടു. ബെൽറ്റിന്റെ അറ്റത്ത് ചുറ്റും കണ്ണോടിച്ചു. നാവ് പുറത്തേക്കിട്ട് നടന്നു വരുന്ന പോലീസ് നായ ടോമിയെ കണ്ടതും ജുവാന്റെ നെഞ്ചിരിപ്പ് വീണ്ടും കൂടാൻ തുടങ്ങി. ആ ജീവി അടുത്തേക്ക് എത്തിയതും ഇടിയുടെ വേഗത കൂടിക്കൂടി ശരീരം വിറയ്ക്കാൻ തുടങ്ങി. കാറിന്റെ അരികിലെത്തിയ ടോമി തലയുയർത്തി അവളെ തുറിച്ചു നോക്കി. ജുവാന്റെ കണ്ണുകൾ അറിയാതെ തന്നെ അതിന്റെ കണ്ണുകളിലേക്ക് ഊർന്നിറങ്ങി. അതിസമർത്ഥനായ ടോമി കാറിന്റെ മുന്നിലായി നിന്ന് മുരണ്ടു. ജുവാൻ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ച് ധൈര്യം സംഭരിച്ചു. അവളുടെ കാലുകൾ യാന്ത്രികമായി ആക്സിലേറ്ററിൽ അമർന്നതും കാർ അപ്രതീക്ഷിതമായി ഒന്ന് ചീറി. ടോമി അതിനേക്കാൾ ഉറക്കെ കുരച്ചുകൊണ്ട് കാറിന്റെ നേരെ ചാടി. ബെൽറ്റ് പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ നന്നായി പണിപ്പെട്ട ആ ജീവിയെ ജീപ്പിന്റെ ഉള്ളിലേക്ക് കയറ്റി. അപ്പോഴും ആ ജീവി പുറത്തേക്ക് നോക്കി നിർത്താതെ കുരച്ചുകൊണ്ടിരുന്നു. ജുവാന്റെ കാർ ലക്ഷ്യമില്ലാതെ അതിവേഗം നിരത്തിലൂടെ പാഞ്ഞു. കണ്ണിൽ പൊടിഞ്ഞ ജലകണങ്ങൾ കാഴ്ച മറച്ചപ്പോൾ വിജനമായൊരിടത്തേക്ക് സഡൻ ബ്രേക്കിട്ട് കാർ ഒതുക്കി സ്റ്റിയറിംഗിൽ തലവെച്ച് പൊട്ടിക്കരഞ്ഞു. കരച്ചിലിന്റെ ഒപ്പം അവളുടെ മനസ്സ് വീണ്ടും ചിന്തകളിലേക്ക് ചേക്കേറി. ബെഞ്ചമിന്റെ ഡെഡ് ബോഡി ഏതു വിധേനയും ഒഴിവാക്കാനുള്ള ആലോചനയിൽ മുഴുകി. പല തന്ത്രങ്ങളും ആലോചിച്ചവൾ അവസാനം ഉറപ്പിച്ചു. ഡെഡ് ബോഡി പല ഭാഗങ്ങളാക്കി മുറിച്ച് പല ഇടങ്ങളിലായി ഉപേക്ഷിക്കുക. അവൾ സ്റ്റിയറിംഗിൽ നിന്നും തലയുയർത്തി. ഇനി കരയാൻ നേരമില്ല എന്ന് ഉറപ്പിച്ച മട്ടിൽ കണ്ണുകൾ തുടച്ചു. അവളുടെ ചിന്തകൾ ഒരു ഡോക്ടറിൽ നിന്നും വ്യതിചലിച്ച് സമർത്ഥനായ കൊലയാളിയെയും പോലീസിനെയും പോലെ ചിന്തിച്ചു തുടങ്ങി. ഇമ്രാൻ പലപ്പോഴായി പറഞ്ഞുകൊടുത്ത കേസുകളെപ്പറ്റി മനസ്സിൽ ചിന്തിച്ചു. സങ്കീർണമായ കേസുകളിൽ തുമ്പുണ്ടായ ചെറിയ ചെറിയ തെളിവുകളെപ്പറ്റിയും പ്രതികൾ കാണിച്ച അതിബുദ്ധിയെപ്പറ്റിയും. പിന്നീടുള്ള ചിന്ത ഇതിനെയെല്ലാം ചെറുക്കാനുള്ള വിദ്യകളെക്കുറിച്ചും ആലോചിച്ചതിൽ നിന്നും വ്യക്തമായൊരു പ്ലാനിലേക്കെത്തി. അവൾ കാർ മുന്നോട്ടെടുത്തു. ജുവാൻ ആശുപത്രിയിലെത്തിയതും രോഗിയെ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം തൻ്റെ ക്യാബിനിൽ കയറി വാതിലടച്ചു. പലപ്പോഴായി രോഗികളിൽ നിന്നും അനധികൃതമായി വാങ്ങി സൂക്ഷിച്ച ഒരു കൂട് സ്കാൽപ്പൽ ബ്ലഡ്, കത്രിക, കയ്യുറകൾ എന്നിവ ബാഗിൽ അടുക്കി വെച്ചു. കൂട്ടത്തിൽ 4 ബ്ലഡ് ബാഗ് കൂടി. മേലാകെ വിയർത്തൊഴുകി അവൾ കസാരയിൽ ചാരിയിരുന്നു. ഷാൾ കൊണ്ട് മുഖം തുടച്ച് ഒരു ചെറിയ പേപ്പർ കഷ്ണത്തിൽ തലവേദനയ്ക്കുള്ള മരുന്നെഴുതി നഴ്സിനെ വിളിച്ചു. ജുവാൻ വളരെ ദയനീയമായ മുഖത്തോടു കൂടി നഴ്സിനെ വരവേറ്റ് പേപ്പർ കൈമാറി. ഇവിടെ ഈ മരുന്നൊന്ന് വാങ്ങിത്തരാമോ? ഭയങ്കര തലവേദന, മൈഗ്രെയിൻ ആണെന്നാണ് തോന്നുന്നത്. അവൾ തലയിൽ ശക്തിയായി അമർത്തിക്കൊണ്ട് പറഞ്ഞു. ശരി മേഡം, മേഡം കിടന്നോളൂ, ഞാൻ വാങ്ങിയിട്ട് വരാം. അവർ പറഞ്ഞുകൊണ്ട് പിൻവാങ്ങി. ജുവാൻ ടേബിളിൽ തലവെച്ച് കിടന്നു. നിമിഷ നേരങ്ങൾക്കൊടുവിൽ കയ്യിലൊരു കുപ്പി വെള്ളം കൂടി എടുത്ത് അവർ തിരിച്ചു വന്നു. ജുവാൻ മരുന്ന് വാങ്ങി നാവിൻ്റെ അടിയിൽ വച്ച ശേഷം വെള്ളം കുടിച്ച് ആ സ്ത്രീയെ കബളിപ്പിച്ചു. അവൾ വീണ്ടും ശക്തിയായി തലയമർത്തിക്കൊണ്ട് എണീറ്റു. എടോ, ഞാൻ വീട്ടിൽ പോവുകയാണ്. ഇത് മാറുന്ന ലക്ഷണമില്ല. എന്തേലും കേസ് വരുവാണെങ്കിൽ ഞാനിന്ന് ലീവാണെന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർ തരകനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി ഡോക്ടറെ. ജുവാൻ പതിയെ നടന്ന് താഴേക്കിറങ്ങി. നഴ്സ് അവരെ കാർ വരെ അനുഗമിച്ചു. ജുവാന്റെ കാർ പതിവിലും വേഗതയിൽ നിരത്തിലൂടെ പാഞ്ഞ് സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ നിന്നു. അവൾ അകത്തേക്ക് കയറിയപ്പോഴായിരുന്നു CCTVയെ പറ്റിയുള്ള ചിന്ത മനസ്സിലേക്ക് കയറിയത്. അവളുടെ മനസ്സിൽ CCTVയിലെ ചിത്രങ്ങൾ മാത്രം തെളിവായി കണ്ട് പ്രതിയെ പിടിച്ച് ഇമ്രാന്റെ വാക്കുകൾ മുഴങ്ങി. ജുവാൻ അകത്ത് കയറി ഒരു പാക്കറ്റ് ചോക്ലേറ്റ് മാത്രം വാങ്ങി പുറത്തിറങ്ങി. അല്പമകലെ ഒരു സാധാ കടയുടെ മുന്നിൽ വണ്ടി നിർത്തി ചുറ്റും പരിശോധിച്ച് പുറത്തിറങ്ങി.
അവിടെ നിന്നും കയറ്, വേസ്റ്റ് ബാഗ്, കട്ടിംഗ് പ്ലെയർ എന്നിവ വാങ്ങി. ഒരു മണിയോടെടുത്തതും വീട്ടിലെത്തിയ ജുവാൻ വീണ്ടും തലവേദന അഭിനയിച്ച് മുറിയിലേക്ക് പ്രവേശിച്ച് വാതിലടച്ചു. മുറിയിലെ സുഗന്ധം അവളെ മത്തുപിടിപ്പിച്ചെങ്കിലും അവൾക്ക് ആശ്വാസം തോന്നി. ബാത്റൂമിൽ കയറി ബക്കറ്റിലേക്ക് ടാപ്പ് തുറന്നവൾ പുറത്തേക്കിറങ്ങി. ജുവാൻ ബാഗ് തുറന്ന് ബ്ലഡ് ബാഗ്, നീഡിൽ എന്നിവ പുറത്തെടുത്തു കട്ടിലിൻ്റെ അടിയിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ഒരു മൂലയിൽ വെച്ചപ്പോൾ അത്യാവശ്യം വെളിച്ചം അവിടേക്ക് പരന്നു. ബെഞ്ചമിൻ്റെ ഡെഡ് ബോഡിയിൽ നിന്നും തുണി മാറ്റിയപ്പോൾ തലയുടെ പിറകിൽ കട്ട പിടിച്ച ചോര തുണിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതവളിൽ നേരിയ സംശയത്തിൻ്റെ ഇടയാക്കി. ഒരുപക്ഷെ ശരീരം കട്ടിയായതോടൊപ്പം രക്തവും കട്ട പിടിച്ച് കാണുമോ എന്നവൾ ഭയന്നു. തെല്ലും പ്രതീക്ഷയില്ലാതെ സൂചി അയാളുടെ ഞരമ്പുകളിൽ കുത്തിയിറക്കി. എന്നാൽ ആശ്വാസമേകിക്കൊണ്ട് അയാളുടെ ശരീരത്തിൽ നിന്നും രക്തം ബാഗിലേക്ക് പതിയെ ഒഴുകിയിറങ്ങി. അവളൊന്ന് നെടുവീർപ്പിട്ടു. ശേഷം ബാക്കിയുള്ള സൂചികൾ കൂടി പ്രധാന ധമനികളിലേക്ക് കുത്തിയിറക്കി. പെട്ടെന്ന് വാതിലിൽ മുട്ടുകെട്ടതും ഫോണെടുത്ത് അവൾ പുറത്തിറങ്ങി. ബാത്റൂമിൽ കയറി ടാപ്പ് ഓഫാക്കി ക്ലോസറ്റിലെ ഫ്ലഷ് അമർത്തിക്കൊണ്ട് ഒരു നിമിഷം കാത്തുനിന്ന ശേഷം സ്വാഭാവികമായ രീതിയിൽ പുറത്തേക്കിറങ്ങി വാതിൽ തുറന്നു. വാതിൽപ്പടിയിൽ ശാരദ മങ്ങിയ ചിരിയോടെ അവളെ വരവേറ്റു. ഇവിടെന്താ വല്ലാത്ത വാസന? അവൾ ആരാഞ്ഞു. ഓ, ഒന്നും പറയണ്ട, ഇന്ന് ഓരോന്ന് വീണ് പൊട്ടാനേ നേരമുള്ളൂ. രാവിലെ ധൃതിയിൽ പെർഫ്യൂം കുപ്പി നിലത്ത് വീണ് പൊട്ടി. അയ്യോ, പിന്നെയും കുപ്പിയാണോ? ഞാൻ ചൂലെടുത്ത് വരാം. ശാരദ പിന്നോട്ട് പോകാൻ തിരിഞ്ഞു. വേണ്ട, അത് പൊട്ടിച്ചിതറിയല്ല, നടുവിലൊരു പൊട്ടേയുള്ളൂ. ഞാനത് തുണിയിൽ പൊതിഞ്ഞു വച്ചിട്ടുണ്ട്, അതങ്ങ് കളഞ്ഞാൽ മതി. ജുവാൻ മുറിയുടെ മൂലയിൽ കെട്ടിവെച്ച പൊതിയെടുത്ത് അവൾക്ക് നേരെ നൽകി. കഴിക്കാൻ വരുന്നില്ലേ? ആ, വരുന്നു. ജുവാൻ വാതിലടച്ച് ശാരദയോടൊപ്പം താഴേക്ക് നടന്നു. അപ്പോളായിരുന്നു അവളുടെ കയ്യിലെ ഫോൺ ശബ്ദിച്ചത്. ഇമ്രാൻ. സ്ക്രീനിൽ തെളിഞ്ഞു. അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് വളരെ ശ്രദ്ധയോടെയും സാധാരണവുമായി സംസാരിച്ചു. ഇടയ്ക്ക് ബെഞ്ചമിൻ്റെ കാര്യങ്ങളും തിരിച്ചെത്തുന്ന കാര്യങ്ങളും തിരക്കി ഫോൺ ഓഫാക്കി. ഭക്ഷണത്തിനായി ടേബിളിൽ ഇരുന്നപ്പോഴും അവൾ ചിന്തകളിൽ തന്നെ ഒഴുകി നടക്കുകയാണ്. ഇമ്രാൻ രാത്രിയോടെ അവിടേക്ക് തിരിക്കും, അതായത് പുലർച്ചെ എത്തും. ബെഞ്ചമിൻ്റെ തിരോധാനത്തിനെ പറ്റി ഇതുവരെ തുമ്പൊന്നും കിട്ടിയിട്ടില്ല. സംശയം തോന്നിയ ചിലരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു. മോളെ, നീ എന്താ കഴിക്കാത്ത? മറിയം ശബ്ദമുയർത്തിയതും ജുവാൻ ചിന്തകൾ കീറിമുറിച്ച് പുറത്തു ചാടി. എനിക്ക് വയ്യ, ഭയങ്കര തലവേദന, എനിക്കൊന്ന് ഉറങ്ങണം. രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. നിനക്ക് എന്ത് പറ്റി മോളെ? ആകെ ഒരു വിറയലും പരിഭ്രാന്തിയും. അത് ഈ കേസുകൾ കുറച്ച് കൂടുതലായിരുന്നു. നേരെ ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായി, അതായിരിക്കും. എന്നാ കഴിച്ചിട്ട് മോള് പോയി കിടന്നുറങ്ങിക്കോ. മോളെന്ത് ചെയ്യാം അമ്മ? അവളും അപ്പനും കൂടി ഭക്ഷണം കഴിച്ചുറങ്ങി. അവൾ അല്പം നേരം കൂടി പാത്രത്തിൽ വിരൽ കൊണ്ട് ചിത്രം വരച്ച് എണീറ്റു. മുകളിലേക്ക് നടന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും കട്ടിലിൻ്റെ അടിയിലേക്ക് തന്നെ ഇഴഞ്ഞു നീങ്ങി. ഓരോ ബാഗിലും രക്തം നിറഞ്ഞു നിന്നിരുന്നു. ബാഗിലേക്കുള്ള ട്യൂബിൽ അങ്ങിങ്ങായി വായു കയറാത്തതിൽ നിന്നും ഇനിയും രക്തം വരില്ല എന്ന് അവൾ ഊഹിച്ചുകൊണ്ട് സൂചി ഓരോന്നായി പുറത്തേക്കെടുത്തു. സൂചി കയറിയിറങ്ങിയ ചെറിയ ശുശിരത്തിൽ നിന്നും കുമിള പോലെ ചോര പൊടിഞ്ഞതൊഴിച്ചാൽ രക്തം ഒഴുകിയിറങ്ങാത്തത് അവൾക്ക് ധൈര്യം പകർന്നു. ആദ്യത്തെ ഘട്ടം പൂർത്തിയായ മട്ടിൽ അവൾ ചെറുതായെന്ന് പുഞ്ചിരിച്ചു. ജുവാൻ പുറത്തേക്കിറങ്ങി ബ്ലഡ് ബാഗ് ബാത്റൂമിൽ കൊണ്ടുവച്ചു. പിന്നീട് കട്ടിലിൻ്റെ അടിയിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് വലിച്ചു. കട്ടിലിൻ്റെ അടിയിൽ നിന്നും തലയുടെ പുറകിൽ കട്ട പിടിച്ച രക്തം കട്ടിയുള്ള വലിയൊരു വര പോലെ നീണ്ടുവരുന്നത് അവൾ ശ്രദ്ധിച്ചു. ജുവാൻ പഴകിയ തുണി കൊണ്ട് തല വരിഞ്ഞു മുറുക്കി പോംവഴി കണ്ടെത്തി. ഡെഡ് ബോഡി വളരെ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെട്ടെങ്കിലും വളരെ പ്രയാസപ്പെട്ട് തന്നെ അതിനെ ശുചിമുറിയിലെത്തിച്ചു. ബാത്റൂമിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ചലനമറ്റ ശരീരം കണ്ടതും ഉള്ളിലെ ഊർജ്ജമെല്ലാം ചോർന്നു പോകുന്നതായി അവൾ തിരിച്ചറിഞ്ഞു. ഒപ്പം കണ്ണുകൂടി നിറഞ്ഞതോടെ അവളുടെ കൈകളും വിറച്ചു. പക്ഷെ ഉള്ളിൽ നുര പൊങ്ങിയ ചിന്തകളെ തല്ലിക്കെടുത്തിക്കൊണ്ട് തൻ്റെ മുന്നിൽ കിടക്കുന്നത് പ്രിയ സ്നേഹിതൻ ബെഞ്ചമിനല്ല, പകരം ഓപ്പറേഷൻ തിയേറ്ററിൽ തൻ്റെ കത്തി ആഴ്ന്നിറങ്ങാൻ ഊഴം കാത്തിരിക്കുന്ന വെറുമൊരു രോഗി മാത്രമാണെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ജുവാൻ കണ്ണുകൾ തുടച്ചു. ഇമ്രാന്റെ ഷേവിംഗ് സെറ്റും ബ്ലേഡും എടുത്തു. വളരെ സൂക്ഷ്മമായി ബ്ലേഡിന്റെ പൊതിയഴിച്ച് സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചു. അവൾ ബാത്റൂമിലേക്ക് കയറാൻ നിന്നതും വീണ്ടും ഇമ്രാന്റെ വാക്കുകൾ മനസ്സിൽ തെളിഞ്ഞു. ഒരു കൊല ചെയ്യുമ്പോൾ രക്തം പ്രവഹിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ എത്ര സൂക്ഷിച്ചാലും ഒരു തുള്ളി രക്തമെങ്കിലും പ്രതിയുടെ വസ്ത്രത്തിൽ പുരളാതെ ഇരിക്കില്ല. അത് ശാസ്ത്രീയമായൊരു തെളിവാണ്. ഏത് കോടതിയും അത് അംഗീകരിക്കും. ജുവാൻ ഒരു നിമിഷം സംശയിച്ചു നിന്നു. പിന്നെ വസ്ത്രങ്ങളെല്ലാം ഒരു കിടക്കയിലേക്ക് ഇട്ടു. പൂർണ്ണ നഗ്നിയായി ശുചിമുറിയിൽ കയറി വാതിലടച്ചു. ഷേവിംഗ് ബ്ലേഡ് ബെഞ്ചമിന്റെ ചർമ്മത്തിലെ ഓരോ മൂലയിലും ചെന്നെത്തി. മുഴുവൻ രോമങ്ങളെയും മറുത്തുമാറ്റിക്കൊണ്ടിരുന്നു. അയാളെ കണ്ടാൽ തിരിച്ചറിയാത്ത വിധം തലമുടിയും പുരികവും അടക്കം ക്ഷൗരം ചെയ്തിരുന്നു. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ശ്രമകരമായ ജോലി ചെയ്തു തീർത്തപ്പോഴേക്കും ഒരു പാക്കറ്റ് ബ്ലേഡ് മാറ്റിക്കഴിഞ്ഞിരുന്നു. വടിച്ചു നീക്കിയ ഓരോ രോമങ്ങളും അവൾ ഒരു ചെറിയ കവറിലാക്കി സൂക്ഷിച്ചു. ആ കവർ കൂടി നേരത്തെ വെച്ചിരുന്ന ബ്ലഡ് ബാഗിനൊപ്പം വെച്ചവൾ നടുനിവർത്തി. അവളുടെ നഗ്നമായ വെളുത്ത ഉടൽ വഴി വിയർപ്പുകണങ്ങൾ ധാരയായി നിലത്തേക്കൊഴുകി. ജുവാൻ സമയം നോക്കി. നെടുവീർപ്പിടാനോ വിശ്രമിക്കാനോ സമയമില്ലെന്ന് തിരിച്ചറിഞ്ഞവൾ ബാഗിൽ നിന്നും കട്ടിംഗ് പ്ലെയർ എടുത്ത് വീണ്ടും ബെഞ്ചമിന്റെ അരികിലേക്ക് നടന്നു. ജുവാൻ ബെഞ്ചമിന്റെ ഷേവ് ചെയ്ത മിനുസമായ കാലിൽ ചവിട്ടിപ്പിടിച്ചു.
പിന്നീട് കൂർത്ത മുനയുള്ള കട്ടിംഗ് പ്ലെയർ തള്ളവിരൽ നഖത്തിലേക്ക് കുത്തിയിറക്കി. പതിയെ പതിയെ മുന്നോട്ടും പിന്നോട്ടും വലിച്ചപ്പോൾ ഒരു വേഗത്തിൽ അയാളുടെ നഖം പറഞ്ഞു വന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ചോരയും പൊടിഞ്ഞത് കണ്ടപ്പോൾ സ്വാഭാവികമായും അവളുടെ തള്ളവിരലിൻ്റെ ഇടയിൽ ഒരു പുളിപ്പും വേദനയും അനുഭവപ്പെടുകയും ശക്തിയായി പല്ലുകടിച്ച് കണ്ണിറുക്കി ശരീരം കോച്ചി നിൽക്കുകയും ചെയ്തു. അവൾ അനായാസം കൈയിലെയും കാലിലെയും ഓരോ നഖങ്ങളും പിഴുതെടുത്തു. അതിനുശേഷം ആ മൃതദേഹത്തിൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന് വാ തുറന്ന് ഓരോ പല്ലുകൾ കൂടി പിഴുതെടുത്തു. എന്നാൽ നഖം പോലെ അത്രത്തോളം എളുപ്പമായിരുന്നില്ല പല്ലുകൾ പിഴുതെടുത്തപ്പോൾ അവൾക്ക് നന്നേ വിയർക്കേണ്ടി വന്നു. നേരം അപ്പോഴേക്കും സന്ധ്യയോടടുത്തിരുന്നു. സൂര്യൻ പിൻവാങ്ങി സ്ട്രീറ്റ് ലൈറ്റുകൾ ഓരോന്നും മങ്ങിയ വെളിച്ചത്തോടെ രാവിലെ പ്രകാശമേകാൻ ഉണർന്നു കഴിഞ്ഞിരുന്നു. ജുവാൻ നന്നേ ക്ഷീണിതയായിരുന്നു. ദാഹം അവളെ കീഴ്പ്പെടുത്തിയെന്നാൽ ഇപ്പോൾ താഴേക്ക് പോകുന്നത് എന്തുകൊണ്ടും ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയ അവൾ ടാപ്പ് തുറന്ന് വെള്ളം കുടിച്ച് ദാഹം മാറ്റി. വണ്ടിയുടെ എഞ്ചിനിൽ നിന്നും ഓരോ ഭാഗം അഴിച്ചു മാറ്റും പോലെ അയാളുടെ ദേഹത്തിലെ ഓരോ ഭാഗത്തെയും പിഴുതെടുത്ത് അവൾ മാറ്റിവെച്ചുകൊണ്ടേയിരുന്നു. ജുവാൻ സ്കാൽപ്പൽ, ബ്ലഡ്, കത്രിക, ഫോർസെപ്സ്, കയ്യുറകൾ എന്നിവ എടുത്ത് അയാളുടെ മുന്നിൽ നിന്നു. ബെഞ്ചമിൻ്റെ പോക്കറ്റിൽ നിന്നുമുള്ള സിഗരറ്റ് പാക്കറ്റ് കൂടി അവൾ കയ്യിൽ കരുതിയിരുന്നു. അവൾ സിഗരറ്റിന് തീ കൊളുത്തി ആവേശത്തോടെ പുക ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിട്ടു. ആ ശരീരത്തെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് 2-3 വട്ടം അങ്ങനെ ചെയ്തു. പിന്നീട് നിലത്തിരുന്ന് അയാളുടെ വലത് കൈ ഒരു കവറിൽ വച്ച ശേഷം കൈപ്പത്തിയുടെ അതേ ആകൃതിയിൽ കൈരേഖ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു. പിന്നീട് ഫോർസെപ്സും കട്ടിംഗ് പ്ലെയറും കൊണ്ട് അതിനെ വലിച്ചെടുത്തു. ഒരു കൈയുടെ ചർമ്മം പറിച്ചെടുത്തവൾ വീണ്ടും മാഞ്ഞു പുകവലിച്ചു. വീണ്ടും ഇടത്തെ കൈയും ഇടതും വലതും കാലുകളും ഇതേ രീതിയിൽ തൊലി ചീന്തിയെടുത്തു. അവിടെ നിന്നും കിനിഞ്ഞ ചുവന്ന ചോരത്തുള്ളികൾ തുണികൊണ്ട് ഒപ്പിയെടുത്ത് അവൾ ഒരു കവറിൽ കെട്ടി മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. അവൾ ഗ്ലൗസ് ഉരിമാറ്റി അടുത്ത കൂട്ടം ഗ്ലൗസ് തിരികെ കയറ്റി. ജുവാൻ ബെഞ്ചമിൻ്റെ ശരീരത്തിലേക്ക് നോക്കി. ഒരു വികൃത രൂപം, മനുഷ്യനെന്ന് തിരിച്ചറിയാത്ത പ്രേതസമാനമായ രൂപം. ഇംഗ്ലീഷ് സിനിമകളിലെ സോംബീനെ പോലെ ഏറ്റവും ഭയമുളവാക്കുന്ന ശരീരം കണ്ടതും അവൾക്ക് ഛർദ്ദിക്കാൻ തോന്നി. ഒരുവിധം വായ കൂട്ടിപ്പിടിച്ചവൾ അതിനെ നിയന്ത്രിച്ചു. ഏറ്റവും സങ്കീർണമായതും ഏറ്റവും ശ്രമകരവുമായ ജോലിയിലേക്ക് പ്രവേശിക്കാൻ അവൾ തയ്യാറെടുത്തു. അവൾ അല്പം കൂടി വെള്ളം കുടിച്ചിറക്കി. അടുത്ത സിഗരറ്റിന് തിരികൊളുത്തി. വിയർപ്പ് പൊടിഞ്ഞ് പഴുപ്പുളവാക്കുന്ന അവളുടെ ദേഹത്തിൽ വെളിച്ചം വീണ് തിളങ്ങി. ജുവാന്റെ വായിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന പുകച്ചുരുൾ സാരമായി വെളിച്ചത്തെ മൂടി. ജുവാൻ ഒരു പുക കൂടി എടുത്ത ശേഷം ആ ശരീരത്തിലേക്ക് കുമ്പിട്ടു. സ്കാൽപ്പൽ, ബ്ലഡ് കയ്യിൽ മുറുകെ പിടിച്ചു. കണ്ണീരും വിയർപ്പും അനിയന്ത്രിതമായി താഴേക്കൊഴുകി. മനസ്സിൽ സംഭരിച്ച ധൈര്യം ഓരോ നിമിഷവും ചോർന്നൊലിക്കുന്നതായി അവൾക്ക് തോന്നി. നിമിഷങ്ങൾ കൈ വിറച്ചുകൊണ്ട് സ്വയം ശപിച്ചും അയാളോട് മാപ്പിരുന്ന് കെഞ്ചി കടന്നുപോയതും ഇനിയും പാഴാക്കാൻ സമയമില്ലെന്ന് തിരിച്ചറിഞ്ഞ് സർവ്വധൈര്യത്തോടെ മൂർച്ചയേറിയ ആയുധം കൊണ്ട് ഞെരിയാണിയുടെ സന്ധിയിൽ വട്ടത്തിൽ ഒരു വരയിട്ടു. വളരെ മൂർച്ചയുണ്ടായിരുന്നതിനാൽ തന്നെ ആ ഭാഗത്തെ ഇറച്ചി അതിവേഗം അടർന്നു മാറുകയും സന്ധികൾ ഓരോന്നായി കാണാനും തുടങ്ങി. അതിൽ ചുറ്റിയിരുന്ന ലിഗ്മെന്റുകൾ കത്രിക കൊണ്ടും മൂർച്ചയേറിയ കത്തി കൊണ്ടും മുറിച്ചു മാറ്റി. ഏറെ നേരത്തെ പരിശ്രമത്തിന്റെ ഒടുവിൽ ശരീരത്തിന്റെ ഓരോ സന്ധികൾ മുറിച്ചു മാറ്റിയപ്പോഴേക്കും അവൾ ഉദ്ദേശിച്ചതിനേക്കാൾ സമയവും ഉദ്ദേശിച്ചതിനേക്കാൾ രക്തവും ഒഴുകിയിറങ്ങിയിരുന്നു. കാലുകൾ, കൈകൾ, തല, തുടകൾ, ദേഹം എന്നിങ്ങനെ 14 കഷ്ണങ്ങളാക്കി മനുഷ്യ ഉടൽ ചോര കിനിഞ്ഞ് അവളുടെ മുന്നിൽ നിശ്ചലമായി കിടന്നു. അതിനോടൊപ്പം തന്നെ എരിഞ്ഞു തീർന്ന സിഗരറ്റ് കുറ്റികളുടെയും ചോരയിൽ തിളങ്ങുന്ന എണ്ണമറ്റ ബ്ലഡിൻ്റെയും കൂമ്പാരം മറ്റൊരു ഭാഗത്തും നിരന്നിരുന്നു. ജുവാൻ ഒരു നെടുവീർപ്പോടെ ഭിത്തിയിലേക്ക് ചാരി. നഗ്നമായ ഉടലിൽ അങ്ങിങ്ങായി ചോരപ്പാടുകൾ തെളിഞ്ഞിരിക്കുന്നു. കുളിമുറിയിൽ തളം കെട്ടി നിന്ന ചോരയുടെ ഗന്ധം എക്സോസ്റ്റ് ഫാനിലൂടെ പുറത്തേക്കൊഴുകി. പെട്ടെന്നായിരുന്നു വാതിലിൽ വീണ്ടും ശക്തമായ മുട്ടൽ കേട്ടത്. അവൾ ചിന്തകളിൽ നിന്നും ഓടിയിറങ്ങി ഭയന്ന് വിറച്ചു. അപ്പോഴായിരുന്നു മുന്നിലെ മാംസകഷ്ണങ്ങളും തൻ്റെ ചോര ഇറ്റുവീഴുന്ന ശരീരത്തെപ്പറ്റിയും അവൾക്ക് വീണ്ടും ബോധമതിയായത്. എന്ത് ചെയ്യണമെന്നറിയാതെ തല ചൊറിഞ്ഞ് ജുവാൻ പൊടുന്നനെ മാക്സി എടുത്തണിഞ്ഞു. വീണ്ടും ശക്തിയായ മുട്ടൽ തുടർന്നപ്പോൾ അവൾ കണ്ണു തിരുമ്മി മുടി അലക്ഷ്യമായി ചിക്കിപ്പറത്തി വാതിലിൻ്റെ നേരെ നടന്നു. വാതിലിലെത്തിയതും ഒരു നിമിഷം സംശയിച്ചുകൊണ്ടവൾ നിന്നു. വീണ്ടും വാതിൽ അതിശക്തിയായി മുട്ടിയതോടൊപ്പം വീണ്ടും ശാരദയുടെ സ്വരം പുറത്തുനിന്നും ഉയർന്നു. മോളെ, എണീക്കാനായോ? ഞാൻ ഇറങ്ങാൻ തുടങ്ങുക. ജുവാൻ നെഞ്ചിൽ കൈവച്ച് അല്പം പിന്നോട്ട് മാറി ഉറക്കച്ചടവോടെ പറഞ്ഞു. ആ ചേച്ചി ഇറങ്ങിക്കോ, ഞാൻ വന്നോളാം. ശരി മോളെ, ഭക്ഷണം മേശയിൽ വെച്ചിട്ടുണ്ട്. ശരി. ശാരദ നടന്നകലുന്ന ശബ്ദം കേട്ടതും ജുവാൻ തെല്ല ആശ്വാസത്തോടെ വീണ്ടും ശുചിമുറിയിലേക്ക് കയറി വാതിലടച്ചു. ശരീരഭാഗങ്ങളെ ഒരു മൂലയിലേക്ക് മാറ്റി വിവസ്ത്രമായി അവൾ ഷവറിൻ്റെ താഴെ അല്പനേരം നിന്നു. ദേഹത്തേക്ക് വീണ ജലകണങ്ങൾ ചുവന്ന കരയെ അലിയിച്ച് കൂടെ കൂട്ടി. പുഴയിൽ നിന്നും കടലിലേക്ക് ഒഴുകുന്ന പോലെ ആ കറുത്ത കറുത്തത്തിലേക്ക് വീണുകൊണ്ടേയിരുന്നു. നിമിഷങ്ങൾക്കകം ചുവന്ന കരയുടെ നിറം മങ്ങി നേർത്തതായി. നേരം 8 മണിയോടടുത്തതും ജുവാൻ കുളിച്ച് വസ്ത്രം മാറി താഴേക്കിറങ്ങി. അവളുടെ കയ്യിൽ ഏഞ്ചലിനായി ഒരു കൂട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അവളുടെ കയ്യിലെ മിഠായി പൊതി കണ്ടതും ഏഞ്ചൽ മറിയത്തിൻ്റെ മടിയിൽ നിന്ന് ജുവാന്റെ കയ്യിൽ പിടിച്ചു ചിലുങ്ങി. അവൾ ഏഞ്ചലിനെ എടുത്ത് കൊഞ്ചിച്ച് നെറുകയിൽ മുത്തം നൽകി മറിയത്തോടായി പറഞ്ഞു, മമ്മ, എനിക്ക് ആശുപത്രി പോകണം. ഒരു കേസുണ്ട്. മോളെ നിങ്ങളുടെ അടുത്ത് കിടത്തിയാൽ മതി.
മറിയം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ടേബിളിൽ ഭക്ഷണം നിരത്തി. ജുവാൻ കഴിക്കാനായി ചോറിൽ വിരൽ പൂഴ്ത്തിയതും രക്തത്തിൽ കുഴച്ചെടുത്തതുപോലെ പാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രക്തവും മാംസകഷ്ണങ്ങളും കണ്ണിലൂടെ കടന്നുപോയി. അവളൊരു ഞെട്ടലോടെ വിരൽ പിൻവലിച്ചു. അവളുടെ നെറ്റിത്തടവും മേൽച്ചുണ്ടും വിയർപ്പ് തുള്ളികളാൽ കിനിഞ്ഞു നിറഞ്ഞു. കലശലായ വിശപ്പ് അലട്ടിയിരുന്നുവെങ്കിലും അവൾ എണീക്കാനായി ഭാവിച്ചു. അത് കണ്ടതും ജുവാന് നേരെ ശകാരത്തിന്റെ മൊഴികൾ മറിയത്തിൽ നിന്നും പൊഴിഞ്ഞു. തികഞ്ഞ വെറുപ്പോടെയും അസഹ്യമായ ദുർഗന്ധത്തോടെയും അവൾ രണ്ടുരുള വായിൽ തിരികി. പക്ഷെ അന്നം കണ്ടനാളത്തിലേക്ക് ഇറങ്ങും മുന്നേ ശക്തമായ ഓക്കാനത്തോടുകൂടി അവ പുറത്തേക്ക് തള്ളി. തൻ്റെ മകൾക്ക് കലശലായ എന്തോ അസുഖം ബാധിച്ചെന്ന മട്ടിൽ മറിയം അവളുടെ പുറവും തലയും തലോടി ദൈവത്തെ വിളിച്ചു. ഒരുവിധം പിടിച്ചെഴുന്നേറ്റ് ജുവാൻ വായും മുഖവും കഴുകി പടികൾ കയറാൻ തുനിഞ്ഞു. ഇന്നിനി ഡ്യൂട്ടിക്ക് പോകണ്ട എന്ന അമ്മയുടെ വാക്ക് കൈകൊള്ളാതെ അവൾ യാന്ത്രികമായി പടികൾ കയറി മുകളിലേക്കെത്തി. ബെഡിലേക്ക് കമിഴ്ന്നതും അവളുടെ ഫോൺ ബെല്ലടിച്ചു. ഇമ്രാൻ. അവൾ ഫോൺ ചെവിയിൽ വെച്ചു. എടോ, ഞാൻ ഇറങ്ങാൻ നിൽക്കുവാണ്. SP ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ടേ വരൂ. ശരി. തനിക്കെന്താ പറ്റിയൊരു മൂകത? ഒന്നുമില്ല, ഭയങ്കര തലവേദന, നല്ല ഉറക്കം വരുന്നു. ശരി, ഞാൻ എത്താൻ രാവിലെ ആവും, വിളിക്കാം. ജുവാൻ ശരിയെന്ന് പറഞ്ഞ് കോള് കട്ടാക്കി. നന്നായിട്ട് ഉറക്കം വന്നിരുന്നുവെങ്കിലും അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. ചെയ്തു തീർക്കാനുള്ള ജോലികൾ എത്രയും പെട്ടെന്ന് ചെയ്യാനും ഇമ്രാൻ വരും മുന്നേ എല്ലാം പഴയതുപോലെ ആക്കാനും അവൾ തിടുക്കം കൂട്ടി. ജുവാൻ വീണ്ടും വിവസ്ത്രയായി. അറുത്തുവെച്ച ബോഡിയിൽ നിന്നും ഒഴുകിയ രക്തം നിലത്ത് കട്ട പിടിച്ച് കിടന്നിരുന്നു. ചില കേസുകളിൽ ചെറിയ തുമ്പിൽ പിടിച്ചു കയറി പ്രതിയെ പിടിക്കാം. നക്ഷത്ര കൊലക്കേസ് ഓർമ്മയില്ലേ? അവളുടെ ശരീരഭാഗങ്ങൾ വെട്ടിമുറിച്ചു. എന്നിട്ടൊരു ചാക്കിലാക്കിയാണ് പുഴയിൽ തള്ളിയത്. ആകെ തെളിവായി കിട്ടിയത് ഒരു ചാക്ക് മാത്രം. ചാക്കിലുണ്ടായിരുന്ന കമ്പനിയെ വിളിച്ച് അതിലെ ബാച്ച് നമ്പർ നോക്കി ഏത് കടക്കാരനാണ് വിറ്റതെന്ന് കണ്ടുപിടിച്ചു. അതൊരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു വിറ്റത്. ബില്ലിൽ നിന്നും അവിടെ നിന്നും ആരാണത് വാങ്ങിയതെന്ന് മനസ്സിലായി. ആളെ തിരിച്ചറിഞ്ഞ് ചോദ്യം ചെയ്തപ്പോൾ ആ കേസിന്റെ ചുരുളഴിഞ്ഞു. ഇമ്രാന്റെ വാക്കുകൾ ജുവാൻ ഓർത്തു. അവൾ വേസ്റ്റ് കവർ എടുത്ത് ലൈറ്റിന്റെ അഭിമുഖമായി പിടിച്ചു. അതിൽ നിന്നും പ്രസ്തുത കമ്പനിയുടെ ഒരു ലോഗോ ആലേഖനം ചെയ്തതായും ഒരു വരിയിൽ ചെറിയ അക്ഷരങ്ങളിലായി എഴുതിയ കമ്പനിയുടെ പേരും ബാച്ച് നമ്പറും തെളിഞ്ഞു കണ്ടു. ജുവാൻ അത് സൂക്ഷ്മമായി പരിശോധിച്ചു. നിറങ്ങൾ കൊണ്ട് എഴുതിയത് കൊണ്ട് ചെറിയ അക്ഷരങ്ങൾ സ്പിരിറ്റ് വെച്ച് മായ്ക്കാമെന്ന് അവൾ ഉറപ്പിച്ചു. ചിന്തിച്ചതുപോലെ തന്നെ അക്ഷരങ്ങൾ അവൾ മായ്ച്ചെടുത്തു. അങ്ങനെ 10ഓളം കവർ സൂക്ഷ്മമായി പരിശോധിച്ച് ഉറപ്പിച്ച് തല ഒഴികെയുള്ള ഓരോ ഭാഗങ്ങളും തുടച്ച് വൃത്തിയാക്കി അവസാനവട്ട പരിശോധനയ്ക്ക് ശേഷം കവറിലേക്കാക്കി. ജുവാൻ ബെഞ്ചമിന്റെ ഛേദിച്ചു വെച്ച തലയുടെ മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്നു. പൂർണ്ണമായും മുണ്ടനം ചെയ്ത അതിൽ മുടിയുടെ അംശങ്ങളൊന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല. അവൾ വീണ്ടും സ്കാൽപ്പൽ ബ്ലഡ് കയ്യിലെടുത്തു. പിന്നീട് മുഖത്തിന് ചുറ്റും ആഴത്തിൽ വരയിട്ടു. ഫോർസെപ്സ് വെച്ച് പൊളിഞ്ഞ മുഖത്തെ പുറത്തെടുത്തു. അല്പനേരം കഴിഞ്ഞതും അവളുടെ കയ്യിലെ തലയ്ക്ക് തിരിച്ചറിയാൻ പാകത്തിൽ ഒരു മുഖമുണ്ടായിരുന്നില്ല. കണ്ണുകൾ പുറത്തേക്ക് ചാടി, പേശികൾ തെളിഞ്ഞു കാണുന്ന, പല്ലുകൾ വ്യക്തമായ, വികൃതവും പൈശാചികവുമായ ഒരു അവയവം മാത്രം. അവൾ അതിൻ്റെ മാക്സിലറി അസ്ഥി കൂടി പിഴുതെടുത്ത് മാറ്റിവെച്ചു. ശേഷിച്ച തലഭാഗം കവറിൽ തിരികെ. അറുത്തെടുത്ത മുഖം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മറ്റൊരു കവറിലും തിരികെ. ബ്ലഡുകൾ ഓരോന്നും സൂക്ഷിച്ച് വൃത്തിയാക്കി ഹൈഡ്രോപ്പർ ഓക്സൈഡിൽ മുക്കി. രക്തം തട്ടിയതും ആ ലായനി പതഞ്ഞു പൊങ്ങി പുറത്തേക്കൊഴുകി. പിന്നീട് ഓരോ ബ്ലഡും സൂക്ഷിച്ച് വൃത്തിയാക്കി ടിഷ്യൂ പേപ്പറിൽ തുടച്ച് കവറിൽ തന്നെ തിരിച്ചു വച്ചു. അപ്പോഴേക്കും നേരം 11 മണിയും കഴിഞ്ഞിരുന്നു. ചുറ്റും പുറവും മിക്കവാറും വീടുകളിലെ ലൈറ്റുകൾ അണഞ്ഞു. ജുവാൻ മെല്ലെ പടികളിറങ്ങി. എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് ആവോളം കുടിച്ച് ദാഹം മാറ്റി. കുളിച്ചു വൃത്തിയായി ബാത്റൂം കഴുകി വൃത്തിയാക്കി റൂമിൽ സ്പ്രേ കൂടി അടിച്ചപ്പോൾ നേരം 1 മണിക്കൂർ കൂടി പിന്നിട്ടിരുന്നു. അവൾ ജനൽപ്പാളിയിലൂടെ ചുറ്റുഭാഗവും സസൂക്ഷ്മം നിരീക്ഷിച്ചു. എല്ലാ വീട്ടിലും ലൈറ്റുകൾ അണഞ്ഞിരുന്നു. പുറത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ മങ്ങിയ വെളിച്ചം മാത്രം. ജുവാൻ വസ്ത്രം മാറി. കറുത്ത പാൻറ്റും കടുന്നീല ടീഷർട്ടും അണിഞ്ഞ് ഒരിക്കൽ കൂടി ജനൽപ്പാളിയിലൂടെ പുറത്തേക്ക് നോക്കി. എല്ലാം ശാന്തമെന്നുറപ്പിച്ച് ശരീരഭാഗങ്ങൾ നിറച്ച കവർ പ്രയാസപ്പെട്ട് ബാൽക്കണിയിൽ കൊണ്ടുവച്ച് പിന്നീട് മുന്നേ വാങ്ങിച്ച കയർ കവറിൽ കെട്ടി ബാൽക്കണിയുടെ ഇരിപ്പിടത്തിൽ കയറി മേൽഭിത്തിയിലെ ഹുക്കിലൂടെ കയർ തിരികെ താഴേക്ക് വലിച്ചു. അപ്പോൾ അത് ഒരു കപ്പി പോലെ പ്രവർത്തിച്ചു. കയർ താഴേക്ക് വലിച്ചപ്പോൾ ഭാരമേറിയ കവർ മേലേക്ക് ഉയർന്നാടി. അതിന്റെ ആട്ടം നിൽക്കുവോളം അവൾ കാത്തിരുന്നു. അപ്പോഴും ചുറ്റുഭാഗവും നോക്കാൻ ജുവാൻ മറന്നില്ല. കയർ പതിയെ അയച്ചപ്പോൾ ആട്ടം നിന്ന കവർ വളരെ സാവധാനം താഴേക്കിറങ്ങി. കവർ പകുതിയോളം ഊർന്നിറങ്ങിയപ്പോൾ പെട്ടെന്നായിരുന്നു ഇടിമിന്നലേറ്റ പോലെ അവളുടെ ശ്രദ്ധ തൊട്ടുമുന്നിലെ വീട്ടിലേക്ക് പോയത്. തൊട്ടുമുന്നിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ രാഘവൻ നായരുടെ ചെറിയ മകൻ നന്ദു ഫോണുമായി ബാൽക്കണിയിൽ നിൽക്കുന്നു. അവന്റെ കണ്ണുകൾ ഫോണിലേക്ക് അഴിഞ്ഞിറങ്ങി പബ്ജി ഗെയിം കളിക്കുന്നതാണെന്ന് അവൾ ഊഹിച്ചു. അതവൾക്കല്പം ധൈര്യം പകർന്നു. എന്നാൽ ഒരുപക്ഷെ ചെറിയൊരു ശബ്ദത്തോടെ അവന്റെ ശ്രദ്ധ ഇങ്ങോട്ട് വരുമെന്നവൾ ഭയന്നു. ജുവാന്റെ കണ്ണുകൾ അവനിൽ തന്നെ ഉടക്കി. ആ ഭാരം പൂർണ്ണമായും കൈയുടെ മേലെ ആയിരുന്നതിനാൽ അവളുടെ കൈകൾ വല്ലാതെ നോവാൻ തുടങ്ങിയിരുന്നു. യാന്ത്രികമായി തന്നെ കയർ പതിയെ ലൂസായി കവർ താഴേക്കിറങ്ങി. കയറിന് വലിപ്പം കുറഞ്ഞതിനാൽ കവർ താഴേക്കിറങ്ങുമ്പോൾ തന്നെ അതിൽ തനിക്കുണ്ടായിരുന്ന നിയന്ത്രണം ഏത് നിമിഷവും പോകുമെന്ന് അവൾ ഉറപ്പിച്ചു.
കവർ താഴേക്ക് തന്നെ ഏകദേശം 50 മില്ലിമീറ്റർ കൂടി ബാക്കി നിൽക്കെ അവളുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കവർ ചെറിയ ശബ്ദത്തോടെ നിലം പതിച്ചു. ഹുക്കിൽ നിന്നും പുറത്തേക്ക് ചാടിയ കയർ നിലത്തേക്ക് വീണു. ശബ്ദം കേട്ടതും ആ പയ്യൻ ചെവിയിൽ നിന്നും ഹെഡ്ഫോൺ ഊരി മുന്നിലെ വീട്ടിലേക്ക് നോക്കി. ആ നോട്ടം തൻ്റെ നേരെ പായുന്നതിന് മുൻപ് അവൾ താഴേക്ക് കുനിഞ്ഞു. അവൻ വീണ്ടും ചുറ്റുംപുറവും വീക്ഷിച്ചു. പിന്നെ ഭയന്നിട്ടെന്ന പോലെ പൊടുന്നനെ അകത്തേക്ക് കയറി വാതിലടച്ചു. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ തടവി. പക്ഷെ എണീക്കാൻ മുതിരാതെ നിലത്തൂടെ ഇഴഞ്ഞു തന്നെ മുറിയിലേക്ക് നീങ്ങി. അല്പനിമിഷങ്ങൾക്കകം കയ്യിലൊരു കവറുമായി അവൾ ആശുപത്രിയിലേക്കെന്ന പോലെ താഴേക്കിറങ്ങി. മുറ്റത്ത് നിന്നും കയർ മടക്കി കാർ പോർച്ചിന്റെ സൈഡിലേക്കിട്ടു. സ്ഥിരമായുള്ള രാത്രി സഞ്ചാരമായതിനാൽ യാത്രയാക്കാൻ മമ്മ വരാഞ്ഞത് അവൾക്ക് അനുഗ്രഹമായി തോന്നി. കാർ പിന്നോട്ടെടുത്ത് കവറിന് നേരെ വെച്ചു. അകത്തെ സ്വിച്ചിലമർത്തി ഡിക്കി തുറന്നു. ഡിക്കി അടച്ച ശേഷം ഗേറ്റ് തുറന്നു. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പോലെ ചുറ്റും കായലുകളാൽ ചുറ്റപ്പെട്ട വിൽട്ടൺ ഐലൻഡിലെ ഏതെങ്കിലും വിജനമായ കായലിൽ ശവശരീരം ഉപേക്ഷിക്കാൻ ഉറപ്പിച്ച് ജുവാന്റെ കാർ മുന്നോട്ട് പാഞ്ഞു. വിജനമായ നഗരത്തിലൂടെ ആ കാർ അതിവേഗം കുതിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നായിരുന്നു ഇടിവെട്ടിയ പോലെ അവൾ ആ കാഴ്ച കണ്ടത്. മുന്നിൽ വെളുത്ത ജീപ്പിന് ചുറ്റും കൂടി നിൽക്കുന്ന ഒരു പറ്റം പോലീസുകാർ. അവളുടെ നാഡീ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. പക്ഷെ എന്തെങ്കിലും തീരുമാനിക്കും മുന്നേ അവളുടെ കാർ അവർക്ക് മുന്നിൽ എത്തിയിരുന്നു. കൂട്ടത്തിൽ നിന്നും ഒരു പോലീസുകാരൻ റോഡിന് നടുവിലേക്ക് വന്ന് കാറിന് കൈവീശി. ഉയർന്ന നെഞ്ചിടിപ്പോടെ അവളുടെ കാൽ ബ്രേക്കിലമർന്നു. ജുവാന്റെ നെറ്റിത്തടങ്ങൾ വിയർത്തൊലിച്ചു. ആ പോലീസുകാരൻ അവളുടെ അടുത്തേക്ക് നീങ്ങി ഡോറിൽ മുട്ടി. ജുവാൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. തന്നെ കണ്ടതും അയാളുടെ മുഖം ചെറുതായെന്ന് മാറിയതായി അവൾ ശ്രദ്ധിച്ചു. പോലീസുകാരൻ ജീപ്പിന്റെ ഉള്ളിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് നടന്നു. എന്തോ സ്വകാര്യം പറഞ്ഞു. അയാൾ പൊടുന്നനെ ഫോൺ കട്ടാക്കി അവളുടെ അടുത്തേക്ക് വന്നു. നമസ്കാരം മാഡം. ആ ഉദ്യോഗസ്ഥൻ ജുവാനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു. അയാളെ കണ്ടതും പരിചയമുള്ള ആളെ പോലെ തോന്നി. അതിനാൽ തന്നെ വാഹന പരിശോധനയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് അവളുടെ ഉള്ളൊന്നു തെളിഞ്ഞു. നമസ്കാരം മാഡം, എങ്ങോട്ടാണ്? ആശുപത്രിയിൽ ഒരു എമർജൻസി. ഓ ശരി മാഡം, ക്ഷമിക്കണം മാഡം. ബെഞ്ചമിൻ സാറിന്റെ തിരോധാനം കാരണം എസ്.പിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് എല്ലാ വാഹനവും പരിശോധിക്കാൻ. ജുവാന്റെ നെഞ്ചിൽ ഒരു ഇടിമുഴക്കം രൂപപ്പെട്ടു. പക്ഷെ അത് പുറത്തു കാണിക്കാതെ അവൾ നിശ്ചലമായി നിന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാറിന്റെ ഉള്ളിലേക്ക് തലയിട്ട് ചുറ്റും നോക്കി. പിന്നീട് സീറ്റിന്റെ അടിയിലെ ലിവറിൽ പിടിച്ചു വലിച്ചു. ഒരു ശബ്ദത്തോടെ ഡിക്കി തുറന്നു. അയാൾ അവളുടെ മുന്നിലൂടെ പിന്നിലേക്ക് നടന്നു. ജുവാൻ കണ്ണുകൾ കൂട്ടിയടച്ചു. കയ്യുകൾ വിരലുകൾ മടക്കി ഒരേ നിൽപ്പ് തുടർന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ഡിക്കിയിൽ പിടിച്ച് മേലേക്ക് തുറന്നു. അയാളുടെ നോട്ടം താഴേക്ക് നീണ്ടു, പിന്നീട് അവളിലേക്കും. പോലീസ് ഉദ്യോഗസ്ഥൻ ഡിക്കി അടച്ച് ജുവാന്റെ അടുത്തേക്ക് നടന്നു. സോറി മാഡം, യു ആർ ഫ്രീ ടു ഗോ. അവൾ അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. ഇറ്റ്സ് ഓക്കെ. ബെഞ്ചമിൻ സാറിനെ കുറിച്ച് വല്ല വിവരവും? ടിൽ നൗ നോ ഇൻഫർമേഷൻ. ഇമ്രാൻ സാർ ഇന്ന് വരുമല്ലോ? ആ, അവിടുന്ന് പോരുന്നതിന് മുന്നേ വിളിച്ചിരുന്നു. ശരി മാഡം. ഓക്കെ, ഇന്ന് എല്ലായിടത്തും ചെക്കിംഗ് ആയിരിക്കുമല്ലേ? ഇത്ര നേരം ഓട്ടം തന്നെയായിരുന്നു. ഞങ്ങൾ പോവാൻ നിൽക്കുവാണ്, അപ്പോഴാണ് മാഡത്തിന്റെ കാറ് കണ്ടത്. ഓ ശരി, എന്നാൽ ഞാൻ പോയിക്കോട്ടെ? തീർച്ചയായും മാഡം. ജുവാൻ കാറിൽ കയറി ശ്വാസം വലിച്ചു വിട്ടു. കാറിന്റെ ചാവി തിരിച്ച് സ്റ്റീറിംഗിൽ കൈവച്ചപ്പോൾ പുറത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ബോഡി എടുക്കാമെന്ന് തോന്നിച്ച ബുദ്ധിയിൽ ആശ്വാസം കണ്ടെത്തി കാറ് മുന്നോട്ടെടുത്തു. കാറ് മുന്നോട്ട് പോകവേ അവളുടെ ചിന്ത ശരീരം എവിടെ ഉപേക്ഷിക്കുമെന്നതായിരുന്നു. പെട്ടെന്ന് ഉള്ളിൽ ഒരു വെട്ടം തെളിഞ്ഞ പോലെ ആ സ്ഥലം അവൾ ഓർത്തെടുത്തു. ചാലമേട് പാലം. ചില രാത്രികളിൽ ആശുപത്രിയിൽ നിന്നും മടങ്ങുമ്പോൾ രഹസ്യമായി ബെഞ്ചമിനോടൊപ്പം അവിടെ പോയത് അവൾ ഓർത്തു. നഗരത്തിൽ നിന്നും ഉള്ളോട്ടായി അധികം ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണ്. ഐക്കൽ കായലിനോട് തൊട്ടുചാരെയുള്ള സ്ഥലമായതിനാൽ അവിടെ ബോഡി ഉപേക്ഷിച്ചാൽ ഒഴുക്കിൽ മറ്റെവിടെയെങ്കിലും ചെന്നെത്തുമെന്ന് ചിന്തിച്ച് ആ സ്ഥലം മനസ്സിലുറപ്പിച്ച് വണ്ടി തിരിച്ചു. വീട്ടിൽ നിന്നും കവറുകൾ ഡിക്കിയിൽ വെച്ച് വീണ്ടും കാറ് മുന്നോട്ട് നീങ്ങി. നഗരത്തിൽ നിന്നും ഒരു ഊടുവഴിയിലേക്ക് ജുവാൻ കാറ് തിരിച്ചു. ആരുടെയും ശ്രദ്ധ അത്ര പെട്ടെന്ന് പിടിക്കാത്ത സ്ഥലം. പോകുന്ന വഴിയിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റിന് താഴെ കുമിഞ്ഞുകൂടിയ കൂമ്പാരത്തിൽ തലയിട്ട് അടികൂടുന്ന തെരുവ് നായ്ക്കളെ കണ്ടതും പെട്ടെന്നൊരു ഉപായം തോന്നിയ പോലെ അവൾ കാറ് നിർത്തി. അവരുടെ മുന്നിൽ കാർ വന്ന് നിന്നതും ആശ്ചര്യത്തോടെ നായ്ക്കൾ തലയുയർത്തി നോക്കി. ജുവാൻ കയ്യുറയിട്ട കയ്യാൽ കവറിൽ നിന്നും മുഖത്തിന്റെ ഒരു മാംസകഷ്ണം അവർക്ക് നേരെ എറിഞ്ഞു. അത് ചെന്ന് നിലത്ത് വീണതും കൂടി നിന്ന പട്ടികൾ ഓരോന്നായി അതിനുവേണ്ടി കടിപിടി കൂടുന്നത് കണ്ടതും അവളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം കുമിഞ്ഞുകൂടി. അവൾ വീണ്ടും കൈയിട്ട് കുറച്ച് കഷ്ണങ്ങൾ കൂടി അവർക്ക് നേരെ വലിച്ചെറിഞ്ഞു. ആർത്തിയോടെ അത് ഭക്ഷിക്കുന്ന അവയെ കണ്ട് അവൾക്ക് അല്പം ഭയം തോന്നി. കവറിലെ അവസാന കഷ്ണവും പുറത്തേക്കിട്ട് അവൾ കാറ് മുന്നോട്ടെടുത്തു. അപ്പോഴും ആർത്തി മാറാത്ത ചില പട്ടികൾ അവളുടെ കാറിന്റെ പിന്നാലെ പാഞ്ഞു. അല്പനേരത്തിന്റെ ഒടുവിൽ ജുവാൻ ആ പാലത്തിന്റെ സമീപം എത്തിക്കഴിഞ്ഞു. അവൾ കാർ ഓഫാക്കി ചുറ്റും നിരീക്ഷിച്ചു. ആളനക്കമില്ല എന്ന് തീർച്ചപ്പെടുത്തി കാറിൽ നിന്നും ഇറങ്ങി. ഡിക്കി തുറന്ന് കയ്യിൽ കരുതിയ ചെറിയ ആണി കറുത്ത കവറിൽ കുത്തി നിറയെ സുഷിരങ്ങളുണ്ടാക്കി. വളരെ പാടുപെട്ട ആ കവർ നദിയിലേക്ക് തള്ളി. അത്യാവശ്യം ഒഴുക്കുണ്ടായിരുന്നതിനാൽ ആ കവർ മുന്നോട്ടൊഴുകി. പതിയെ കവറിൽ വെള്ളം നിറഞ്ഞ് താഴുന്നതായി നോക്കി നിന്നു. വീണ്ടും ചുറ്റുപാട് ഒന്നുകൂടെ നിരീക്ഷിച്ച ശേഷം അവൾ കാറെടുത്തു. ഏകദേശം 3 മണിയോടെടുത്തതും ജുവാൻ വീട്ടിലേക്കെത്തി.
ബാത്റൂമിൽ കയറി ഓരോ മൂലയും പരിശോധിച്ച് സംശയം തോന്നിയ ഇടങ്ങളിലെല്ലാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് വൃത്തിയാക്കി. ശേഷം കട്ടിലിന്റെ അടിയിലും പൂർണ്ണമായും വൃത്തിയാക്കി. തുടച്ചു വച്ചിരുന്ന ഓരോ ബ്ലഡുകളും ശ്രദ്ധയോടെ കവറിൽ വെച്ച് ചൂടായ ഇസ്തിരിപ്പെട്ടി അതിന്റെ മുകളിൽ വെച്ച് വടിവൊത്തതാക്കി. സർജിക്കൽ ബ്ലേഡുകൾ ഓരോന്നും കവറിലിട്ട് നേർത്ത പശ കൊണ്ട് ഒട്ടിച്ചു. കത്രികയും ഫോസെപ്സും വൃത്തിയാക്കി കവറിൽ വെച്ച് ബാഗിലേക്ക് തള്ളി. എല്ലാം ഉദ്ദേശിച്ച പോലെ നടന്നതിനാൽ അവൾക്ക് ആശ്വാസം തോന്നി. കിടക്കയിലേക്ക് കിടന്നതും ഒരു നിമിഷത്തിൽ തന്നെ അവൾ മയങ്ങി. നേരം പുലർന്നതും തന്റെ ചുമലിൽ ആരോ കുലുക്കി വിളിക്കുന്നതായി അവൾ തിരിച്ചറിഞ്ഞു. ജുവാൻ കണ്ണു തുറന്നു നോക്കി. മുന്നിൽ ഇമ്രാനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. എന്നാ ഉറക്കാടോ? അവൾ കണ്ണുകൾ തിരുമ്മി കോട്ടുവായിട്ടു. എപ്പോഴാ വന്നേ? ഞാനെത്തി. SP ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോഴേക്കും നേരം 5 മണി കഴിഞ്ഞിരുന്നു. നോക്കുമ്പോൾ താൻ നല്ല ഉറക്ക. പിന്നെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചു. തൻ്റെ ഫോൺ ഒരുപാട് നേരമായി ബെല്ലടിക്കുന്നു. അതാ വിളിച്ചേ. ആശുപത്രിയിൽ നിന്നാണെന്ന് തോന്നുന്നു. ഇമ്രാൻ പറഞ്ഞു കഴിഞ്ഞതും ജുവാൻ ഫോണെടുത്ത് തിരിച്ചു വിളിച്ചു. ഇമ്രാൻ കണ്ണാടിക്ക് മുന്നിൽ നിന്നും മുടി ചീകി പുറത്തേക്ക് നടന്നു. ഭക്ഷണം കഴിക്കാൻ കാത്തു നിൽക്കാതെ അയാൾ വണ്ടിയിൽ കയറി. SP ഓഫീസിലെത്തിയതും SP മാധവമേടയ്ക്ക് ഒരു സല്യൂട്ട് കൊടുത്ത് അയാളുടെ മുന്നിൽ കസാരയിലേക്ക് ഇരുന്നു. ഇമ്രാൻ, ബെഞ്ചമിൻ്റെ കേസ് താൻ ഹാൻഡിൽ ചെയ്യണം. എത്രയും പെട്ടെന്ന് ഇത് കണ്ടെത്തണം. ഇന്നലെ ഒരു ദിവസം കൊണ്ടുണ്ടായ പ്രഷർ കുറച്ചൊന്നുമല്ല. അതിനുകൂടിയ മാധ്യമ ഊളകളുടെ പൊടിപ്പും തെങ്ങലും വെച്ച അന്തിച്ചർച്ചയും. സാർ, ആസ് യു നോ, ബെഞ്ചി എൻ്റെ മേലുദ്യോഗസ്ഥൻ മാത്രമല്ല, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. കഴിയാവുന്നതിലും അപ്പുറം ഞാൻ ശ്രമിക്കാം. ഓക്കെ ഇമ്രാൻ, പക്ഷേ തനിക്കെന്ത് തോന്നുന്നു അയാളുടെ മിസ്സിംഗ്? പറയത്തക്ക പ്രശ്നങ്ങളൊന്നും അവനുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഒന്നിൽ നിന്നും ഓടിപ്പോകാൻ മാത്രം ഭീരുവല്ല അവൻ. അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. ഐ നോ ഇമ്രാൻ, ബട്ട് ഐ തിങ്ക് അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും പിടികിട്ടാത്ത ആളാണ് അയാൾ. ഡിപ്പാർട്ട്മെന്റ് റെക്കോർഡിൽ ഹീസ് ക്ലീൻ. പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് വന്നൊരു മെസ്സേജ്. മാധവ് ഫോൺ ഇമ്രാനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അതിൻ്റെ സ്ക്രീനിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്: അയാൾ ചെയ്ത പാപങ്ങളുടെ കണക്കുകൾ അയാളെ തേടിയെത്തി. അയാൾ നീതി അറിയിക്കുന്നില്ല. ഇമ്രാൻ നെറ്റി ചുളിച്ച് മാധവിനെ നോക്കി. ഈ നമ്പർ ട്രേസ് ചെയ്തു ആളെ കണ്ടെത്തി. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഒരു അതിർത്തി തർക്കത്തിന് കേസ് കൊടുക്കാൻ വന്ന ആളുടെ ഭാര്യയാണ് കക്ഷി. അയാൾ ഒരു കൊല്ലം മുന്നേ ആത്മഹത്യ ചെയ്തു. ബെഞ്ചമിൻ അയാളുടെ ഭാര്യയെ നിരന്തരം ശല്യം ചെയ്തിരുന്നു. അതറിഞ്ഞ അയാൾ ഇതിനെ ചോദ്യം ചെയ്തു. പിന്നീട് അറിയാലോ, പോലീസ് യൂണിഫോമിന്റെ അഹങ്കാരം, നിരന്തരമുള്ള മാനസികവും ശാരീരികവുമായ പീഡനം കാരണം അയാൾ ആത്മഹത്യ ചെയ്തു. സജിത്ത്? ഇമ്രാൻ ചോദിച്ചു. യെസ്, അങ്ങനെ എത്രയോ പേർ. ഈ ഇടയായി അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് ഐ തിങ്ക് യു നോ. യെസ് സാർ. ഓക്കെ ഇമ്രാൻ, യു ക്യാരി ഓൺ. പിന്നെ കേസ് ഫയൽ അംജദിന്റെ കയ്യിലുണ്ട്. ഇമ്രാൻ ശരിയെന്ന് പറഞ്ഞ് സല്യൂട്ട് അടിച്ച് നടന്നു നീങ്ങി. SP ഓഫീസിൽ നിന്നും ഇറങ്ങിയ ഇമ്രാൻ തന്റെ ഓഫീസിൽ ചെന്നു. അംജദ് കേസ് ഡീറ്റെയിൽസ് കൈമാറിയതിനോടൊപ്പം ഇന്നലെ പ്രാഥമിക അന്വേഷണത്തെപ്പറ്റി ഓരോന്നും വിവരിച്ചു. എല്ലാം കൊണ്ടും ബെഞ്ചമിന്റെ കേസ് തങ്ങൾക്ക് അടഞ്ഞ വഴിയാണെന്ന് ആരോ പറയുമ്പോൾ അയാൾക്ക് തോന്നി. ബെഞ്ചമിന്റെ കാറും അത് നിന്നിരുന്ന സ്ഥലവും കൂടി പരിശോധിച്ചിട്ടും യാതൊരു തുമ്പും കിട്ടാതിരുന്ന ഇമ്രാനും സംഘവും വളരെ നിരാശയായിരുന്നു. അതിനിടയിൽ ന്യൂസ് ചാനലിൽ വരുന്ന പേപ്പൂത്ത് അവരുടെ ഊർജ്ജത്തെ ബാധിക്കുകയും ചെയ്തു. കേസിന് പ്രത്യേകിച്ച് മുന്നേറ്റം ഉണ്ടാകാതിരുന്നത് മേലുദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും ചൊടിപ്പിച്ചു. അതിന്റെ ഫലമായി ആഭ്യന്തരമന്ത്രിയുമായി മീറ്റിംഗ് അരങ്ങേറുകയും ഒരാഴ്ച കൊണ്ട് കേസിന് തുമ്പുണ്ടായില്ലെങ്കിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന താക്കീതും കിട്ടി. ഇമ്രാൻ നന്നേ വൈകിയായിരുന്നു വീട്ടിലെത്തിയത്. അയാൾ എത്തിയപ്പോഴേക്കും ഏഞ്ചൽ ഉറക്കം പിടിച്ചിരുന്നു. ഏഞ്ചലിന്റെ തൊട്ടടുത്ത് കിടന്നിരുന്ന ജുവാനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അയാൾ ബാത്റൂമിൽ കയറി. ഫ്രഷായി വന്ന് കിടന്നതും ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയണീറ്റ ജുവാൻ കാര്യങ്ങൾ തിരക്കി തിരിഞ്ഞു കിടന്നു. ഏറെ നേരം കിടന്നിട്ടും ഉറക്കം വരാതിരുന്ന അയാൾ പതിയെ എണീറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. സിഗരറ്റ് ചുണ്ടിൽ തിരികെ തീ കൊളുത്തി ഫോണെടുത്തു. വാട്സപ്പ് കോണ്ടാക്റ്റിൽ നിന്നും മീരയുടെ നമ്പർ എടുത്തു. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അയാൾ ഹായ് മീര എന്ന് ടൈപ്പ് ചെയ്തു. പക്ഷെ മെസ്സേജ് അയക്കാതെ തന്നെ പിന്നോട്ടടിച്ച് വീണ്ടും സിഗരറ്റ് ആഞ്ഞു വലിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. അല്പനേരത്തിന്റെ ഒടുവിൽ വീണ്ടും ആ മെസ്സേജിൽ തന്നെ നോക്കിയിരുന്നു. ഉടനെ വരും വരായികകളെ കുറിച്ച് ചിന്തിക്കാതെ എൻ്റർ ബട്ടണിൽ അമർത്തി. മെസ്സേജ് സെൻഡായതും അയാളുടെ ഹൃദയമിടിപ്പ് കൂടി. ഫോൺ ഓഫാക്കി പടിയിൽ വെച്ച് വീണ്ടും ഒരു സിഗരറ്റ് കൂടി കത്തിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അയാളുടെ ഫോണ് ബെല്ലടിച്ചു. വാട്സപ്പിൽ മീരയുടെ മെസ്സേജ് കണ്ടതും അയാളൊന്ന് ഞെട്ടി. വിറയാർന്ന കൈകളോട് ഇമ്രാൻ മെസ്സേജ് ഓപ്പൺ ചെയ്ത് വായിച്ചു. ഹായ് ഇമ്രാൻ. ഇമ്രാന്റെ ഉള്ളിൽ സന്തോഷം തലപൊക്കി. ആ രാത്രി ഏറെ വൈകിയെങ്കിലും അവർ പരസ്പരം സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടേയിരുന്നു. ഇരുട്ടിൽ വിജനമായ സെമിത്തേരിയിൽ കല്ലറയ്ക്ക് മുകളിൽ പല കഷ്ണങ്ങളായി മുറിച്ചുവെച്ച മനുഷ്യ ശരീരം. അതിൻ്റെ മുകളിലായി ഓപ്പറേഷൻ തിയേറ്ററിനെ അനുസ്മരിപ്പിക്കും വിധം തൂങ്ങി നിൽക്കുന്ന വെളുത്ത ലൈറ്റുകൾ. അതിൻ്റെ അരികിൽ ചോരയിൽ മുങ്ങി വെളുത്ത കോട്ട് ധരിച്ച് കയ്യിൽ കത്രികയും സ്കാൽപ്പൽ ബ്ലഡുമായി ഗൂഢമായി ചിരിക്കുന്ന യുവതി. പെട്ടെന്ന് ആ മാംസ കഷ്ണങ്ങളിൽ നിന്നും മുറിവേറ്റ കൈ അവളുടെ കൈയിനെ കയറി പിടിച്ചു. ആ സ്ത്രീ ഭയന്ന് വിറച്ച് അതിൻ്റെ തലയുടെ ഭാഗത്തേക്ക് കഴുത്ത് തിരിച്ചതും അവരുടെ മുഖത്തിന് തൊട്ടടുത്ത് ചോരയൊലിച്ച് വീഴുന്ന ചർമ്മം ഛേദിക്കപ്പെട്ട മുഖം. അതിൽ നിന്നും കണ്ണുകൾ പുറത്തേക്ക് ചാടി അവിടെ വലിയൊരു കുഴി രൂപപ്പെട്ടു. അതിലേക്ക് ആ സ്ത്രീ ആകർഷിക്കപ്പെട്ടു. ആ വലിയ ഗർത്തം ആ സ്ത്രീയെ വിഴുങ്ങി.
ചോരയോടൊപ്പം അവളും ഉള്ളിലേക്കൊഴുകി. വലിയൊരു പെട്ടെന്ന് ജുവാൻ കണ്ണു തുറന്നു. അവൾ നന്ദി വിയർത്തിരുന്നു. അറിയാതെ തന്നെ കണ്ണുകൾ നിറഞ്ഞു. എണീറ്റപ്പോഴേക്കും ഇമ്രാൻ പോയിരുന്നതായി അവൾ തിരിച്ചറിഞ്ഞു. സമയം നോക്കി ബാത്റൂമിൽ കയറി വാതിലടച്ച് ഷവർ തുറന്നു. ജലഗണങ്ങൾ ഏറിയ ഉത്സാഹത്തോടെ അവളുടെ ദേഹത്ത് പതിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ജലഗണം ദേഹത്ത് തട്ടിയതും സുഖമുള്ളൊരു അനുഭൂതിയായി തോന്നി അവൾക്ക്. പെട്ടെന്നായിരുന്നു ഒരു മൂലയിൽ നിന്നും അസാധാരണമായ ശബ്ദം അവൾ ശ്രദ്ധിച്ചത്. ജുവാൻ ഷവർ ഓഫാക്കി. കാഴ്ച മറച്ച വെള്ളത്തുള്ളികളെ തുടച്ചു നീക്കി ആ മൂലയിലേക്ക് നോക്കി. അവിടെ മുഖമില്ലാതെ തന്നെ നോക്കിച്ചിരിക്കുന്ന ബെഞ്ചമിൻ. അവൾ ഞെട്ടി. കണ്ടനാളത്തിൽ നിന്നും പുറപ്പെട്ട ശബ്ദം പുറത്തെത്താതെ ഒരു തേങ്ങലായി പുറത്തേക്ക് വന്നു. ജുവാൻ അതേപടി വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. ബാത്റൂമിലേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ നഗ്നമേനിയിൽ നിന്നും ഊർന്നിറങ്ങിയ ജലം കാലിനടിയിൽ തളം കെട്ടി നിന്നു. ആ ജലത്തെ വലിച്ചു തന്നെ അവളുടെ കാലുകൾ പതിയെ മുന്നോട്ട് നീങ്ങി. അകത്തേക്ക് കയറാതെ തന്നെ അവളുടെ കഴുത്തുള്ളിലേക്ക് നീണ്ടു. അതൊരു തോന്നലായിരുന്നു എന്ന സത്യം അവൾക്കൊരു ആശ്വാസവും ഒപ്പം ഭയവും നൽകി. പാതിയിൽ മുറിഞ്ഞ കുളി തുടരാതെ ടവലിൽ മേനി തോർത്തി. ബെഞ്ചമിന്റെ ഷർട്ടും പാൻറ്റും പിന്നെ അവളുടെ വില കൂടിയ 2-3 സാരികളും കവറിൽ പൊതിഞ്ഞ് അവൾ താഴേക്കിറങ്ങി. ജുവാന്റെ മുഖത്തെ വിഷാദഭാവം മറിയത്തെ നന്നെ അലോസരപ്പെടുത്തി. അവർ അവളുടെ നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. ഇതെന്നാ കയ്യിൽ? അതും അമ്മ, എൻ്റെ 2 സാരിയാണ്, ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാൻ. അവൾ മുഖത്ത് നോക്കാതെ പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ആശുപത്രിയിലെത്തിയ ജുവാൻ ബാഗിൽ നിന്നുമെടുത്ത ബ്ലേഡുകൾ വലിപ്പിൽ വെച്ച് നഴ്സിനെ വിളിച്ചു. അകത്തേക്ക് കയറി വന്ന നഴ്സിന് മുന്നിൽ വളരെ സാധാരണമായി വലിപ്പ് തുറന്ന ബ്ലേഡുകൾ ഓരോന്നായി മുന്നിൽ നിരത്തി പറഞ്ഞു. എടോ, അടുത്ത സർജറിക്ക് ഈ ബ്ലേഡുകൾ ഉപയോഗിച്ചാൽ മതി. ഒരുപാടായിട്ട് എടുത്തു വെച്ചതാ, പകരം പുതിയ ബ്ലേഡുകൾ ഇവിടെ വെച്ചാൽ മതി. ആ നഴ്സൊന്നും അടിച്ച ശേഷം ശരിയെന്ന് തലയാട്ടി പുറത്തേക്ക് പോയി. ജുവാൻ ആവുന്നതൊക്കെ ചെയ്തെന്ന ആശ്വാസത്തിൽ കസാരയിലേക്ക് ചാഞ്ഞു. അന്നേ രാത്രിയും ഏറെ നേരം വൈകി ഇമ്രാൻ പുകവലിച്ച് ഇരുട്ടിലേക്ക് നോക്കി ഒരുപാട് നേരം ഇരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിട്ടും കേസിന് കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കാഞ്ഞത് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് വിമർശനങ്ങൾക്കിടയാക്കിയതിന്റെ നിരാശ അയാളുടെ മുഖത്തുണ്ടായിരുന്നു. സംശയം തോന്നിയവരെ മുഴുവനും ചോദ്യം ചെയ്തിട്ടും പല വഴികൾ നോക്കിയിട്ടും ബെഞ്ചമിന്റെ കേസ് ഫയൽ ഒരു അടഞ്ഞ അധ്യായം പോലെ കിടന്നു. ഇമ്രാൻ ഫോണെടുത്ത് മീരയെ വിളിച്ചു. പക്ഷേ ഡയൽ ചെയ്ത നമ്പറിൽ കോൾ സ്വീകരിക്കാഞ്ഞത് അയാളെ നന്നേ വിഷമിപ്പിച്ചു. എപ്പോഴും അതേ കസാരയിൽ തന്നെ കിടന്ന് അയാൾ മയങ്ങിപ്പോയി. പിന്നീട് പ്രഭാതകിരണങ്ങൾ ഉറക്കത്തെ മറച്ചപ്പോൾ അയാൾ ഉണർന്നു. പെട്ടെന്നായിരുന്നു അയാളുടെ ഫോണിൽ അംജദിന്റെ കോൾ വന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് അംജദ്. എന്താ രാവിലെ തന്നെ? എനി ഗുഡ് ന്യൂസ്? ഐക്കൽ കായലിന്റെ അടുത്തായി ഒരു മനുഷ്യന്റെ കൈയുടെ ഭാഗം പൊങ്ങിയതായി റിപ്പോർട്ടുണ്ട്. അതെയോ? ഞാനൊന്ന് റെഡിയായിട്ട് പുറപ്പെടാം. താൻ നേരെ അങ്ങോട്ട് വാ. ഫോൺ കട്ടാക്കിയത് ഒടുവിൽ ബെഞ്ചമിന്റെ കേസിൽ തുമ്പുണ്ടായതായി അയാളുടെ മനസ്സിൽ ആരോ പറയുന്നതായി തോന്നി. ഐക്കൽ കായലിന്റെ കടവിലായി ഒരു പറ്റം ആളുകൾ കൂടി നിന്നിരുന്നു. ഇമ്രാന്റെ കാറ് വന്നതും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും അംജദ് ഓടി അയാളുടെ അടുത്തേക്ക് വന്ന് സല്യൂട്ട് അടിച്ചു. എന്താടോ? സാർ, ഒരു മനുഷ്യന്റെ കൈമുട്ടിന് താഴേക്കുള്ള ഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയത്. പുലർച്ചെ ചൂണ്ടയിടാമെന്ന 2 പേരാണ് ആദ്യം കണ്ടത്. അവരപ്പോൾ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് വിവരമറിയിച്ചു. എന്തേലും ലീഡ്? ഇതുവരെ ഇല്ല സാർ. 50 മീറ്റർ ചുറ്റളവിൽ എല്ലാം പരിശോധിച്ചു, പക്ഷേ ബാക്കി ഭാഗങ്ങൾ കിട്ടിയില്ല. ഓക്കെ, പെരിമീറ്റർ 100 ആക്കി ഒരു ടീമിനെ കൂടി അയക്കണം. അത് പറഞ്ഞിട്ടുണ്ട് സാർ. അവരിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടെ വിജനമായ സ്ഥലങ്ങളിലെ പാലങ്ങൾ, കടവുകൾ കൂടി ഉൾപ്പെടുത്തണം. ഈ അടുത്തായി അങ്ങനെയുള്ള സ്ഥലങ്ങളില്ല. പിന്നെ കുറച്ചു മാറി ശാലമേടെന്നൊരു കടവുണ്ട്, അവിടെ കൂടി ഉൾപ്പെടുത്താൻ പറയാം. ഇമ്രാൻ കുനിഞ്ഞിരുന്ന് ആ ശരീരഭാഗം പരിശോധിച്ചു. അധികം പഴക്കം ചെന്നിട്ടില്ല, ഏറിയാൽ 1-2 ദിവസം. ഇമ്രാൻ അംജദിനോടായി പറഞ്ഞു. മീഡിയൊന്നും വന്നില്ലേ? അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു സാർ. ഇമ്രാൻ ചുറ്റുഭാഗം വീക്ഷിച്ചു. കായലിന്റെ നടുവിലായി ചെറുവള്ളത്തിൽ നിന്നവർ വെള്ളത്തിലേക്ക് ചാടി ഉയർന്നു വന്നു. അല്പനേരം കൂടി അവിടെ നിന്ന ശേഷം അയാൾ കാറിന്റെ അടുത്തേക്ക് നടന്നു. അതിനോടകം തന്നെ അംജദ് ഒരു പോലീസുകാരനോടൊപ്പം 2 പേരെ ചാലമേട് കടവിലേക്ക് പറഞ്ഞയച്ചു. ഇമ്രാൻ കാറെടുത്ത് വീട്ടിലേക്കും. 10 മണിയോടുകൂടി അംജദിന്റെ ഫോണിൽ നിന്നും വീണ്ടും ഇമ്രാന്റെ നമ്പറിലേക്ക് കോൾ വന്നു. ഹലോ സാർ, ചാലമേട് പാലത്തിന്റെ 100 മീറ്റർ മാറി ഒരു കറുത്ത കവറിൽ കിട്ടിയ ബാക്കി ഭാഗങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. അവിടെ എന്താണ് സിറ്റുവേഷൻ? കുഴപ്പമൊന്നുമില്ല സാർ. ഓക്കെ, ഇൻക്വസ്റ്റ് നടത്തി ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചോളൂ. പിന്നെ മീഡിയയ്ക്ക് വിവരങ്ങളൊന്നും കൊടുക്കണ്ട സാർ, ഇവിടെ മീഡിയയുടെ ബഹളമാണ്. ശരി, കെയർഫുൾ. ഇമ്രാൻ ഫോൺ കട്ടാക്കി താഴേക്ക് നടന്നു. ജുവാൻ ഏഞ്ചലിനെ മടിയിലിരുത്തി ഭക്ഷണം കൊടുക്കുകയാണ്. അയാൾ TV ഓണാക്കി ന്യൂസ് ചാനൽ വെച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത. ചാലമേട് കടവിൽ നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ മനുഷ്യ ശരീരങ്ങൾ കണ്ടെടുത്തു. പോലീസ് കൊലപാതകത്തിന് കേസെടുത്തു. കൂടുതൽ വിവരങ്ങൾ രേഖ ഇപ്പോൾ നൽകുന്നതാണ്. രേഖ, കേൾക്കാമോ? ജുനൈദ്, ഇന്ന് രാവിലെയോടെയാണ് ഒരു കൈ മാത്രം കടവിലടിഞ്ഞത്. അതിനെ തുടർന്നുണ്ടായ തിരച്ചിലിലാണ് ബാക്കി ഭാഗങ്ങൾ കണ്ടെത്തിയത്. അതേസമയം DYSP ബെഞ്ചമിന്റെ തിരോധാനവും ഈ ശരീരവും കൂടി കൂട്ടി വായിക്കേണ്ടതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷവും സമാനമായ ഒരു പോലീസ് തിരോധാനവും ദിവസങ്ങൾക്ക് ശേഷം പല ഭാഗങ്ങളായി മുറിച്ച നിലയിൽ ശരീരം കുപ്പത്തൊട്ടിയിൽ നിന്ന് ലഭിക്കുകയുമായിരുന്നു. എന്തായാലും അതീവ ഗൗരവത്തോടെയാണ് പോലീസ് ഈ കൊലപാതകത്തെ കാണുന്നത്. റാബിഷ്.
വാർത്തകൾ കേട്ടതും റിമോട്ട് താഴേക്കെറിഞ്ഞ് തന്റെ രോഷം ഇമ്രാൻ വ്യക്തമാക്കി. കേട്ട വാർത്തകൾ വിശ്വസിക്കാനാവാതെ തളർന്ന ജുവാൻ പ്രതിമ പോലെ ഒരേ ഇരിപ്പ് തുടർന്നു. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞതിനോടൊപ്പം യാന്ത്രികമായി കസാരയിൽ നിന്നും എണീറ്റ് പടികൾ കയറി റൂമിന്റെ വാതിൽ പൊട്ടിയടച്ചു. പിന്നീട് ബാത്റൂമിൽ കയറി ഷവർ തുറന്ന് പൊട്ടിക്കരഞ്ഞു. നേരം 1 മണിയോടെടുത്തതും അംജദ് ഇമ്രാനെ വിളിച്ചു. സാർ, ആ ബോഡി സാറൊന്ന് വരാമോ? എന്തു പറ്റി അംജദ്? സാർ, യു ഹാവ് ടു സീ ദിസ്. ഇമ്രാന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പക്ഷേ അത് ബെഞ്ചമിൻ തന്നെയാണോ എന്ന് അയാൾ ഭയപ്പെട്ടു. ഇമ്രാൻ തിടുക്കത്തിൽ ആശുപത്രി വരാന്തയിലൂടെ പോസ്റ്റ്മോർട്ടം മുറിയിലേക്ക് നടന്നു. മുറിയുടെ പുറത്ത് ഒരു കുപ്പി വെള്ളവുമായി അംജദ് നിലയുറച്ചിരുന്നു. അയാളെ കണ്ടതും ഇമ്രാൻ കൈവീശി. അംജദ് അയാൾക്ക് സല്യൂട്ട് അടിച്ചു. എന്തു പറ്റി? അംജദ് ഒന്നും പറയാതെ ആ മുറിയുടെ വാതിൽ മലർക്കെ തുറന്നു. അകത്തെ ടേബിളിൽ കൂട്ടിയോജിപ്പിച്ച പോലെ പൂർണ്ണമായൊരു ശരീരം കാണപ്പെട്ടു. തൊട്ടടുത്തായി ഒരു കൈയും. ഡെഡ് ബോഡിക്കടുത്ത ഡോക്ടർ വിവേക് അപ്പോഴും പരിശോധനയിലായിരുന്നു. ആ ശരീരം കണ്ടതും ഇമ്രാന്റെ മുഖം കൂടി. അറപ്പുളവാക്കുന്ന എന്തോ കണ്ട പോലെ അയാൾ വായും മൂക്കും പൊത്തി ഡോക്ടറെ നോക്കി. നല്ല വെൽ പ്ലാനോടുകൂടിയ ഒരു കൊലപാതകമാണ്, ഡോക്ടർ ഒറ്റ വാക്കിൽ പറഞ്ഞു. ഇമ്രാൻ സംശയത്തോടെ അയാളെ നോക്കി. നോ ബ്ലഡ്, നോ ഹെയർ, നോ നെയിൽസ്, ടീത്ത് ആൻഡ് ഫേസ് പോലും ഇല്ല. അയാൾ ഓരോ ഭാഗവും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ഇത് ചെയ്തവൻ എന്തായാലും ചില്ലറക്കാരനല്ല, കണ്ടറിഞ്ഞു കൊടുത്ത പണിയാ. റീസൺ ഓഫ് ഡെത്ത്? ഹാർട്ട് അറ്റാക്ക്, വിവേക് പുഞ്ചിരിച്ചു പറഞ്ഞു. ആമാശയത്തിന്റെ ഭിത്തിയിൽ ഒരു ഫോറിൻ ഡ്രഗ്സിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രഗ് ഏതാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. DNA സാമ്പിൾ എടുത്തിട്ടുണ്ട്. ബെഞ്ചമിൻ സാറിന്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ രക്തത്തിന്റെ സാമ്പിൾ കിട്ടിയാൽ ക്രോസ് മാച്ച് ചെയ്യാം. അവരെ എനിക്ക് പരിചയമുണ്ട്. നാളെ ഞാനും ഫോറൻസിക്കിലെ സാബുവും കൂടി നേരിട്ട് പോയി സാമ്പിൾ എടുക്കാം. ഓക്കെ, ബോഡിയുടെ സാമ്പിൾ ഞാൻ ഫോറൻസിക്കിലേക്ക് അയക്കാം. എന്നാലും ഒരു ബ്ലഡ് സ്റ്റെയിൽ പോലുമില്ലാതെ ഈസ് ഇറ്റ് പോസിബിൾ? നോ. പക്ഷേ ബോഡി കിട്ടിയത് ഒഴുക്കുള്ള വെള്ളത്തിൽ നിന്നായിരുന്നു. കവറിൽ നിറയെ ഓട്ടയും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ വെള്ളം കയറിയതുകൊണ്ടാകാം ബാക്കി ഉണ്ടായിരുന്ന ബ്ലഡ് കൂടി ഒഴുകിപ്പോയിരിക്കാം. ഫിംഗർ പ്രിന്റ് നെഗറ്റീവ്. ഇത് കറക്റ്റായിട്ട് എല്ലാം അറിയുന്ന ഒരാളാണ് ചെയ്തിരിക്കുന്നത്. രോമങ്ങൾ മുഴുവനും വടിച്ചു കളഞ്ഞു. കാലിലെയും കൈയുടെയും തൊലികൾ പൂർണ്ണമായും മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. ഒരു തെളിവും ബാക്കി വയ്ക്കാതെ. അയാൾ എന്താണ് ഉദ്ദേശിച്ചത്? യു മീൻ സീരിയൽ കില്ലർ? അംജദ് ചോദ്യം ഉന്നയിച്ചു. അതായത് ഈ കൊല ചെയ്തത് ഒരു പ്രൊഫഷണൽ രീതിയാണ്. കാരണം ഓരോ ഭാഗവും മുറിച്ചിരിക്കുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള ആയുധം വെച്ച് സന്ധിയുടെ ഭാഗങ്ങൾ മാത്രം. പ്രത്യക്ഷത്തിൽ എല്ലിൽ പോലും മറ്റൊരു ആയുധം തട്ടിയ പാടില്ല. അപ്പോൾ പ്രൊഫഷണൽ കില്ലർ ആണെന്നാണോ പറഞ്ഞു വരുന്നത്? അംജദ് സംശയം തീരാതെ ചോദിച്ചു. അങ്ങനെയുള്ള കില്ലേഴ്സ് ഇത്രയും കഷ്ടപ്പെടില്ല, പണി കഴിഞ്ഞ് പോകുമെന്നല്ലാതെ. ഇതൊരു പക്ഷേ ഒരു ഡോക്ടർ, നേഴ്സ്, അങ്ങനെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ആരെങ്കിലും. കൈയുടെ ഭാഗം ഒരു പുരുഷൻ്റേതാണെന്ന് മാത്രം പറയാം, വിവേക് പറഞ്ഞു നിർത്തി. ഇമ്രാൻ തലയാട്ടി അംജദിനെ നേരെ തിരിഞ്ഞു. അംജദ്, ഈയിടെ റിപ്പോർട്ട് ചെയ്ത മിസ്സിംഗ് കേസുകളെല്ലാം പരിശോധിക്കണം. പിന്നെ ഈ കൈയുടെ ബാക്കി ഭാഗങ്ങൾക്കായുള്ള തിരച്ചിൽ ഊർജിതപ്പെടുത്തണം. വാട്ട് അബൌട്ട് ഫോറൻസിക്? വിളിച്ചിരുന്നു. ബോഡി കിട്ടിയ കവറിൽ ഒരു ലോഗോ ഒഴികെ മറ്റൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ബാച്ച് നമ്പർ, സീരിയൽ നമ്പർ അങ്ങനെ ഒന്നുമില്ലേ? നത്തിങ് സാർ. ഇമ്രാൻ ശക്തിയായി ടേബിളിലടിച്ചു. തല കുമ്പിട്ട് നിന്നു. ദിസ് ഈസ് ബെഞ്ചമിൻ. അംജദ് ഒരു ഞെട്ടലോടെ ഇമ്രാന്റെ വാക്കുകൾ കേട്ടു. ബട്ട് ഹൗ സാർ? ഐ ഡോണ്ട് നോ ഹൗ. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഇത് ബെഞ്ചമിനാണ്. വിവേകും അംജദും മൗനം പാലിച്ചു നിന്നു. ഇമ്രാൻ വീണ്ടും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു ഉപായം തോന്നിയ പോലെ ഇമ്രാന്റെ കണ്ണുകൾ വിടർന്നു. അല്ല, ഫേസ് നമുക്ക് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റില്ലേ? ഇമ്രാൻ വിവേകിനോട് ചോദിച്ചു. അയാൾ തോൾ പൊക്കി തലയാട്ടി. വാട്ട് ഹാപ്പൻ? ഇമ്രാന്റെ കണ്ണുകൾ വിടർന്നു. സാർ, മുഖമില്ലാത്ത ബോഡി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആളെ തിരിച്ചറിയാതിരിക്കാൻ കൊലയാളി ചെയ്ത അതിബുദ്ധിയാണെന്നാണ്. പക്ഷേ എന്ത് പക്ഷേ വിവേക്? ഈ തലയോട്ടിയിൽ മാക്സിലറി അസ്ഥിയില്ല. വാട്ട്? അതെ സാർ, മുഖത്തിന്റെ രൂപം നൽകുന്നതിൽ മാക്സിലറി അസ്ഥിയും പല്ലുകളും വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ റീകൺസ്ട്രക്ഷൻ നടത്താൻ മുഖത്തിന്റെ മുഴുവൻ അസ്ഥികളും വേണം. ഇല്ലെങ്കിൽ ഇതൊരു തെളിവായി കോടതി കണക്കിലെടുക്കില്ല, കേസ് തള്ളിപ്പോകും. ദിസ് കില്ലർ ഈസ് സ്മാർട്ട്, ടു സ്മാർട്ട്. അവർ മൂവരും ഒരു നിമിഷം നിശബ്ദരായി. വാട്ട് അബൌട്ട് ഫോൺ റെക്കോർഡ് ആൻഡ് CCTV? വിവേക് മൗനം വെടിഞ്ഞു ചോദിച്ചു. CCTVയിൽ ഒന്നും കിട്ടിയില്ല. പിന്നെ ബെഞ്ചമിൻ സാറിന്റെ 2 ഫോണിലും സംശയിക്കാൻ തക്കതായി ഒന്നും കിട്ടിയില്ല. ബെഞ്ചമിന് 2 അല്ല 3 ഫോണുണ്ടായിരുന്നു. അയാളുടെ ഏറ്റവും സ്വകാര്യ ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിച്ചിരുന്നത്. ആ ഫോൺ കണ്ടെത്താൻ സാധിച്ചാൽ ഇതിന്റെ ചുരുളഴിയാൻ നിമിഷങ്ങൾ മാത്രം മതി. ഇമ്രാൻ അത് പറഞ്ഞപ്പോൾ അംജദ് ഒന്ന് ഞെട്ടി. അപ്പോൾ സാർ, ആ ഫോൺ നമ്പർ? ആ നമ്പർ ഒരാൾക്കൊഴികെ മറ്റാർക്കും അറിയില്ല. അംജദ് സംശയത്തോടെ അയാളെ നോക്കി ചോദിച്ചു. ആർക്ക്? അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അംജദ്. ബെഞ്ചമിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഒരു സമയം ഒരാൾ മാത്രം. ആ സ്ത്രീക്ക് വേണ്ടി ഒരു ഫേക്ക് ഐഡിയിൽ നിന്നും നമ്പർ എടുക്കും. ആ സ്ത്രീയെ മടുത്താൽ മറ്റൊരു സ്ത്രീ മറ്റൊരു നമ്പർ. സിം കാർഡ് എവിടുന്ന് എടുക്കുന്നു എന്നത് അജ്ഞാതം. ബെഞ്ചമിൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരാളല്ല. അംജദിനെ ആ വിവരങ്ങൾ നന്നേ ഞെട്ടിച്ചു. അപ്പോൾ സാർ, ഒരു വഴിയുമില്ലേ? ഉണ്ട്, പക്ഷെ അത് നമ്മുടെ കയ്യിലല്ല. അത്ഭുതങ്ങൾ സംഭവിക്കാം, ഇമ്രാൻ പറഞ്ഞു. അപ്പോൾ ആ മൊബൈൽ ഫോൺ?
അംജദ് സ്വയം പറഞ്ഞ് ആ ടേബിളിലേക്ക് നോക്കി. ഇതേ സമയം ആശുപത്രി ക്യാബിനിൽ കസാരയിൽ ചാരിയിരുന്ന ജുവാന്റെ വിരലുകൾക്കിടയിൽ ഒരു മൊബൈൽ ഫോൺ കിടന്നു കറങ്ങി. അവൾ അതിനെ തന്നെ സൂക്ഷിച്ചു നോക്കി. കണ്ണുകൾ ചുവന്ന ജുവാൻ ദേഷ്യത്തോടെ മൊബൈൽ കയ്യിലെടുത്ത് ഞെരിച്ചു. പെട്ടെന്ന് ക്യാബിൻ ഡോർ തള്ളി തുറന്നൊരു നഴ്സ് കടന്നു വന്നതും അവൾ അതിനെ ബാഗിലേക്ക് ഇട്ടു. അന്നേ ദിവസം നന്നേ വൈകിയിരുന്നു ഇമ്രാൻ വീട്ടിലെത്തുമ്പോൾ. അയാൾ നന്നായി മദ്യപിക്കുകയും ചെയ്തിരുന്നു. പതിവ് പോലെ പുറത്തെ കസാരയിൽ പുകവലിച്ചിരുന്ന അയാൾ പ്രതീക്ഷയറ്റവനെ പോലെ വീണ്ടും മീരയുടെ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ അയാളെ ഞെട്ടിച്ചുകൊണ്ട് മറുതലക്കൽ ഫോൺ എടുക്കപ്പെട്ടു. അയാൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. എന്നാൽ മറുതലയിൽ മീരയുടെ ശബ്ദം കേട്ടതും അയാൾ അതിയായ സന്തോഷവാനായി. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ആരംഭിച്ച സംഭാഷണം പുലരും വരെ നീണ്ടു. പുലർച്ചയിലെ ഏതോ യാമത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണ ജുവാൻ കണ്ണു തിരുമ്മി എണീറ്റു. അവളുടെ കണ്ണുകൾക്ക് ചുറ്റും നഷ്ടപ്പെട്ട ഉറക്കത്തിന്റെ കണക്കെ കറുപ്പ് നിറമുണ്ടായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ പരസ്പരം ഒന്നും ഉരിയാടാതെ ജുവാനും ഇമ്രാനും വീട്ടിൽ നിന്നും ഇറങ്ങി. രാവിലെ തന്നെ സാബുവിനെ കൂട്ടി ഇമ്രാൻ ബെഞ്ചമിന്റെ തറവാട്ടിലേക്ക് ചെന്നു. അവിടെ അയാളുടെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബെഞ്ചമിനെ കാണാതായ ശേഷം ആരോഗ്യം കൂടുതൽ വഷളായ അയാളുടെ അമ്മ ഒരു മുറിയിൽ അവശയായി കിടക്കുകയാണ്. ഇമ്രാനെ കണ്ടതും അവർ സങ്കടം സഹിക്കവയ്യാതെ കരഞ്ഞു തുടങ്ങി. ഇമ്രാൻ ബെഞ്ചമിന്റെ അച്ഛനോട് കാര്യങ്ങൾ വിവരിച്ചു. ഒരു പരിശോധനയ്ക്കെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സാബു അദ്ദേഹത്തിന്റെ രക്തമെടുത്ത് ബോട്ടിലേക്ക് മാറ്റി അതിൽ പേരും ഡേറ്റും എഴുതി മാറ്റിവെച്ചു. നേരം 12 മണിയോടെടുത്തതും ഇമ്രാന്റെ ഫോണിൽ അംജദിന്റെ കോൾ വന്നു. അയാൾ സമയം പാഴാക്കാതെ കോൾ എടുത്തു. ഹലോ സാർ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. സാർ ഇന്നലെ പറഞ്ഞ ആ അത്ഭുതം അത് സംഭവിച്ചു. വി ഹാവ് എ വിറ്റ്നസ്. അതെ സാർ, ആ ബോഡി ഉപേക്ഷിച്ചതിന് ഒരു ദൃസാക്ഷിയുണ്ട്. അംജദിന്റെ ശബ്ദത്തിൽ പതിവിലും സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ ഇമ്രാനിൽ അതൊരു പുതിയ ആവേശം നൽകി. അയാൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കുതിച്ചു. സ്റ്റേഷനിലെത്തിയ ഇമ്രാൻ സല്യൂട്ട് ചെയ്ത പോലീസുകാരെ ഒന്നും ശ്രദ്ധിച്ചില്ല. അയാൾ വളരെ ആവേശത്തിലായിരുന്നു. എസ് ഐയുടെ ഓഫീസിൽ കയറിയിരുന്നതും അംജദ് തീരെ വൃത്തിയില്ലാത്ത ഒരു ഭിക്ഷക്കാരനെ അകത്തേക്ക് ക്ഷണിച്ചു. ഇയാളാണോ? ഇമ്രാൻ ചോദിച്ചു. അംജദ് അതെ എന്ന് പറഞ്ഞ് ഭിക്ഷക്കാരന് നേരെ തിരിഞ്ഞു. താൻ എന്നോട് പറഞ്ഞത് വള്ളി പുള്ളി വിടാതെ സാറിനോട് പറഞ്ഞേക്ക്. ആ ഭിക്ഷക്കാരൻ തെല്ലും പേടിയോടെയും സംശയത്തോടെയും അയാളെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറയാൻ തുടങ്ങി. ഞാൻ കണ്ടതാ സാറേ, വെളുത്ത കാറിൽ ഒരു പെണ്ണ്. ചുറ്റും നോക്കി കാറിന്റെ ബാക്കിൽ നിന്നും വലിയൊരു പൊതിയെടുത്ത് പാലത്തിന്റെ മേലെ നിന്നും വെള്ളത്തിലേക്ക് ഇടുന്നു. എന്നിട്ട് ആരാന്ന് കണ്ടോ താൻ? ഇല്ല സാറേ, പക്ഷെ ആ വണ്ടി നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്. അംജദ്, ഇമ്രാൻ കൈകൊണ്ട് പ്രത്യേക ആംഗ്യം കാണിച്ചു. സാർ, നമ്പർ RTO ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്, തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഗുഡ്, ഇമ്രാൻ പറഞ്ഞ് വീണ്ടും ഭിക്ഷക്കാരനെ നോക്കി ചോദിച്ചു. താൻ പിന്നെ എന്താ ഈ വിവരം നേരത്തെ പോലീസിൽ അറിയിക്കാഞ്ഞേ? അത് പിന്നെ സാറ് ഉറപ്പില്ലാത്തോണ്ടാ ഇന്നലെ പോലീസ് വന്നപ്പോൾ ഉറപ്പിച്ചേ. അംജദ് ഇയാൾക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തേക്ക്. പിന്നെ RTO ഓഫീസിൽ നിന്ന് ഇൻഫർമേഷൻ വന്നാൽ ഉടൻ അറിയിക്കണം. അപ്പോഴേക്കും വിവരങ്ങൾ കിട്ടിയതനുസരിച്ച് ഒരു പറ്റം മാധ്യമപ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ തടിച്ചുകൂടി. നിമിഷങ്ങൾക്കുള്ളിൽ ചാനലിൽ വാർത്തകൾ വന്നു തുടങ്ങി. ഭക്ഷണം കഴിക്കാനായി ക്യാൻറ്റീനിലേക്ക് എത്തിയ ജുവാൻ ആളൊഴിഞ്ഞ സീറ്റിൽ കയറിയിരുന്നു. ഫോൺ ഓണാക്കി പലതും നോക്കി നിൽക്കവേ പൊടുന്നനെ അവളുടെ കാതുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ വാർത്തയെത്തി. ഇപ്പോൾ കിട്ടിയ വാർത്ത. 2 ദിവസം മുമ്പ് ചാലമേട് കായലോരത്ത് നിന്നും ലഭിച്ച മനുഷ്യ ശരീരം ആരുടെയാണെന്ന് തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ പോലീസിന് ആശ്വാസമായി പ്രതിയെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായതായി അടുത്ത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ന് രാവിലെയാണ് പ്രതിയെ കണ്ടെന്ന വാദവുമായി ഒരു ഭിക്ഷക്കാരൻ പോലീസിൽ വിവരമറിയിച്ചത്. അറസ്റ്റ് ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജുവാന്റെ പ്രതീക്ഷകൾക്കേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു ആ വാർത്ത. അവസാനം താൻ പിടിക്കപ്പെടാൻ പോകുന്നെന്ന തിരിച്ചറിവിൽ അവൾ എണീറ്റ് പുറത്തേക്ക് നടന്നു. കണ്ണുകൾ കലങ്ങി, നെഞ്ചുപിടച്ച് കാലടികൾ താളം തെറ്റി എങ്ങനെയോ ക്യാബിനിലേക്കെത്തി. ഓഫീസ് മെയിലിൽ നിന്നും പ്രിന്റ് എടുത്ത വെള്ളപ്പേപ്പർ അംജദ് ഇമ്രാന് നേരെ നീട്ടി. സാർ, RTOയിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വർദ്ധിച്ച ആവേശത്തോടെ അയാൾ ആ പേപ്പർ വാങ്ങി പരിശോധിച്ചു. കണ്ണുമിഴിച്ച അയാൾ അംജദിനെ നോക്കി. ഇമ്രാൻ വീണ്ടും വീണ്ടും അതിൽ തന്നെ നോക്കി. പ്രതീക്ഷയേറ്റവനെ പോലെ അയാളുടെ കണ്ണുകൾ ചുവന്നു, കൈകൾ വിറച്ചു. ഏതു നിമിഷവും പോലീസ് തന്നെ തേടിയെത്തുമെന്നുറപ്പിച്ച് ജുവാൻ ഫോൺ ഓഫാക്കി ക്യാബിനിൽ തല താഴ്ത്തിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പറ്റം പോലീസുകാർ ജീപ്പിൽ കയറി യാത്ര തിരിച്ചു. അതിന്റെ പിറകിലായി കുറച്ച് മാധ്യമപ്രവർത്തകരും. ഇമ്രാൻ തലയ്ക്ക് കൈകൊടുത്ത് മുന്നിലിരുന്നു. അയാൾ ജുവാന്റെ ഫോണിൽ വിളിച്ചു. പക്ഷേ സ്വിച്ച് ഓഫ് എന്ന സന്ദേശം ലഭിച്ചു. ജുവാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, നെഞ്ചിൽ പെരുമ്പറ മുഴങ്ങി. അവളുടെ മനസ്സിൽ ഏഞ്ചലിന്റെയും ഇമ്രാനിന്റെയും മുഖം തെളിഞ്ഞു. അവൾ മേശവലിപ്പ് തുറന്ന് മൂർച്ചയേറിയ ബ്ലേഡ് എടുത്ത് കലങ്ങിയ കണ്ണുകളോടെ അതിനെ സൂക്ഷ്മമായി നോക്കി വലത്തെ കൈയിൽ പിടിച്ചു. ഇടത്തെ കൈത്തണ്ട മേശമേൽ വെച്ച് മുഷ്ടി ചുരുട്ടിയപ്പോൾ തടിച്ച ഞരമ്പുകൾ തെളിഞ്ഞു പൊങ്ങി വന്നു. ജുവാന്റെ നെഞ്ചിൽ നിന്നും ഒരു ഏങ്ങൽ പൊങ്ങി പുറത്തേക്ക് വീണു. മനസ്സിൽ കുമിഞ്ഞുകൂടിയ 1000 ചിന്തകൾ. അതിൻ്റെ ഇടയിൽ നിന്നും മരിക്കാനായി ആരോ പറയും പോലെ ആ ശബ്ദം കൂടിക്കൂടി അവളുടെ ചെവിയിൽ വട്ടത്തിൽ ചുറ്റിക്കൊണ്ടേയിരുന്നു. പോലീസ് ജീപ്പ് ആ വലിയ കെട്ടിടത്തിന്റെ മുന്നിൽ ബ്രേക്കിട്ട് നിന്നു. പൊടുന്നനെ പോലീസുകാർ ഓരോന്നായി പുറത്തേക്കിറങ്ങി. ഇമ്രാൻ മുന്നിൽ നടന്നു. അയാളുടെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചിരുന്നു. കോണിപ്പടികൾ കയറി ഒരു കൂട്ടം പോലീസുകാർ മേലേക്ക് നീങ്ങി.
ജുവാൻ കണ്ണു തുറച്ച് ധൈര്യം സംഭരിച്ചു. വലത്തെ കൈയിലെ പിടിമുറുക്കി വാതിലിൽ തന്നെ നോക്കിയിരുന്നു. അവളുടെ ദേഹം വിയർത്തൊലിച്ചു. കണ്ണിൽ നിന്നും വീണ്ടും കണ്ണീരൊഴുകി. ഇമ്രാൻ വാതിലിന്റെ മുന്നിൽ വന്നു നിന്നു. കോളിമ്പെല്ലമർത്തി. പിന്നീട് 2 തവണ വാതിലിലേക്ക് മുട്ടി. ജുവാൻ വാതിൽ നോക്കി. ആരോ മുട്ടുന്ന ശബ്ദം. അവർ എത്തിയെന്നവൾ ഉറപ്പിച്ചു. ഇമ്രാൻ വീണ്ടും ശക്തിയായി മുട്ടി. ഡോർ ഹാൻഡിൽ പിടിച്ചു താഴ്ത്തി. അയാളെ ഞെട്ടിച്ചുകൊണ്ട് വാതിൽ മലർക്കെ തുറന്നു. ജുവാന്റെയും ക്യാബിൻ വാതിൽ മലർക്കെ തുറന്നു. പുറത്തു നിന്നും ഒരു നഴ്സ് റിപ്പോർട്ടുമായി അകത്തേക്ക് പ്രവേശിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കയ്യിൽ മുറുകെ പിടിച്ച ബ്ലേഡും കണ്ട ആ സ്ത്രീ ഞെട്ടി. താൻ പ്രതീക്ഷിക്കാത്ത അതിഥിയെ കണ്ടതും ജുവാനെ ഞെട്ടി. അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി. ദേഹം കുഴഞ്ഞ് കസാരയിലേക്ക് പതിച്ചു. മലർക്കെ തുറന്ന വാതിലിലൂടെ ഇമ്രാൻ പതിയെ കാലുകൾ മുന്നോട്ട് വെച്ചു. അകത്തെ സോഫയിൽ ടിവിക്ക് മുന്നിൽ ലൈവ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് മീര. മീരയെ കണ്ടതും അയാളുടെ ദേഷ്യം അലിഞ്ഞില്ലാതെയായി. അകത്തേക്ക് കയറിയ പോലീസ് ഉദ്യോഗസ്ഥർ വാതിലടച്ചു. 2 പോലീസുകാർ പുറത്തു നിന്നും ആളുകളെയും മാധ്യമങ്ങളെയും നിയന്ത്രിച്ചു. മീര, നീ? ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവായി. എന്നെ നീ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നായിരുന്നു വിധി. ആ ബോഡിയും നീയും തമ്മിൽ? അതെ, ഞാൻ തന്നെയാണ്. പിടിക്കപ്പെടും എന്നെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ രക്ഷപ്പെടാൻ നടത്തിയ അവസാന ശ്രമം. ഇമ്രാൻ വാക്കുകൾ കിട്ടാതെ പരിങ്ങി. അംജദ് കാര്യങ്ങൾ മനസ്സിലാവാതെ അറസ്റ്റ് ചെയ്യാൻ ഇമ്രാന്റെ സമ്മതം ചോദിച്ചു. അയാൾ അതേ എന്ന് തലയാട്ടി വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. അതിന്റെ പിന്നിലായി ഷാൾ കൊണ്ട് മുഖം മൂടി വിലങ്ങണീച്ച മീരയും. കൂടി നിന്ന മാധ്യമപ്രവർത്തകർ അവളുടെ ചിത്രങ്ങൾ പകർത്താൻ തിക്കും തിരക്കും കൂട്ടി. ഓഫീസിലെത്തിയ ഇമ്രാൻ കസാരയിലേക്ക് ചാഞ്ഞിരുന്നു. സാർ, ഫോറൻസിക്കിൽ നിന്ന് സാബു സാർ വിളിച്ചിരുന്നു. സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. DNA ടെസ്റ്റിന്റെ റിസൾട്ടും വാട്സപ്പിലുണ്ട്. വാതിൽ മുട്ടി അകത്തേക്ക് കയറിയ അംജദ് പറഞ്ഞു. അപ്പോഴായിരുന്നു ഇമ്രാൻ തന്റെ ഫോൺ ശബ്ദിച്ചതിനെ പറ്റി ഓർത്തത്. അയാൾ പൊടുന്നനെ ഫോണെടുത്ത് പരിശോധിച്ചു. ദിസ് ഈസ് ഇമ്പോസിബിൾ, ഇമ്രാൻ ആക്രോശിച്ചു. ഒരു ഞെട്ടലോടെ അംജദ് ഫോൺ വാങ്ങി റിസൾട്ട് വായിച്ചു. മാർക്കോസ്, അതായത് ബെഞ്ചമിന്റെ ഫാദറിന്റെ DNA കിട്ടിയ ബോഡിയുടെ DNA മാച്ച് ആകുന്നില്ല. അംജദ് കണ്ണുമിഴിച്ച് ഇമ്രാനെ നോക്കി. അപ്പോൾ സാർ, ആ ബോഡി ബെഞ്ചമിൻ സാറിൻ്റേതല്ലെങ്കിൽ പിന്നെ? പോലീസ് സ്റ്റേഷനിൽ ഇൻട്രോഗേഷൻ റൂമിൽ മീര നിർവികാരിയായിരുന്നു. അവൾ വളരെ ശാന്തയായിരുന്നു. മുന്നിലെ വെള്ളം കുപ്പി അതിനോടകം തന്നെ കാലിയായിരുന്നു. വാതിൽ തുറന്ന അംജദ് അവളുടെ അടുത്തേക്ക് ചെന്നു. അയാൾ മീരയ്ക്ക് മുന്നിലെ കസാരയിലേക്ക് ഇരുന്നു. ഇമ്രാൻ പുറത്തെ മോണിറ്ററിൽ നോക്കി കാര്യങ്ങൾ വീക്ഷിച്ചു. അംജദ് കയ്യിലെ റിപ്പോർട്ടിൽ നിന്നും ഒരു പറ്റം ഫോട്ടോകൾ അവൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ആരംഭിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന ശരീരം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അയാൾ മറ്റൊരു ഫോട്ടോ അവൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇതോ? അറിയാം, എൻ്റെ ഭർത്താവിൻ്റേതാണ്. നിങ്ങളാണോ ഇത് ചെയ്തത്? അതെ. സഹായത്തിന് മറ്റാരെങ്കിലും? ഇല്ല, ഒറ്റയ്ക്ക്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ എവിടെ? തലയും കൈയും ഐക്കൽ കായലിൻ്റെ മേലെ നിന്നും താഴേക്കിട്ടു. കാലുകൾ ചേലക്കൽ കാടിൻ്റെ അടുത്ത്. ദേഹം വേസ്റ്റ് ശേഖരിച്ചു വെച്ച യാർഡിൽ. നിങ്ങൾ ചെയ്ത കുറ്റങ്ങളുടെ വ്യാപ്തി എന്താണെന്ന് അറിയാമോ? അറിയാം. പക്ഷെ അതൊന്നും അയാൾ ചെയ്ത കാര്യങ്ങളുടെ അടുത്തുപോലും എത്തില്ല. എന്തായിരുന്നു നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര്? പ്രകാശ് കൃഷ്ണ. ജോലി? ഡോക്ടർ. എവിടെ? സിറ്റി ആശുപത്രി. എന്തായിരുന്നു കൊലയുടെ മോട്ടീവ്? അവൾ ഒരു നിമിഷം താഴേക്ക് നോക്കി മൗനം അവലംബിച്ചു. അംജദ് ഒന്നുകൂടി തറപ്പിച്ചു ചോദിച്ചു. നിങ്ങളുടെ മുഖത്തെ ഈ പാടുകൾ എങ്ങനെയാണ് സംഭവിച്ചത്? അയാൾ എന്നെ മർദ്ദിച്ചിരുന്നു. ഇത്രയും നിയമ സംവിധാനങ്ങളുണ്ടായിട്ടും അതായിരുന്നു നിങ്ങളെ കൊലയിലേക്ക് നയിച്ചത്? അല്ല. പിന്നെ എന്തായിരുന്നു ആ ചേതോ വികാരം? മീര ഒന്ന് നിവർന്നിരുന്നു. അംജദിനെ നോക്കി. നിയമങ്ങൾ? കൊലയാളിയെ സംരക്ഷിക്കുന്ന നിയമങ്ങളോ അതോ പണത്തിനും അധികാരത്തിനും മുകളിൽ നിൽക്കുന്ന നിയമങ്ങളോ? അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിലില്ല. ഉണ്ടായിരുന്നാൽ അയാളുടെ വിധി എനിക്ക് നടപ്പാക്കേണ്ടി വരില്ലായിരുന്നു. തുടരൂ, അംജദ് പറഞ്ഞു. ഡോക്ടർ പ്രകാശ് കൃഷ്ണ, രോഗികളുടെ ദൈവദൂതൻ, കഴിവുള്ളയാൾ, സ്നേഹം കൊണ്ട് ഏതൊരു രോഗിയുടെയും ഉള്ളിൽ നിറഞ്ഞു നിന്നവൻ. മിതമായ ഫീസ്, സൗജന്യ സർജറികൾ. പക്ഷെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു തെറ്റിന്റെ മറ മാത്രം. ആ മറയ്ക്ക് പിന്നിൽ ഇന്ത്യയിലെ ഓർഗൻ മാഫിയയുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഡോക്ടർ, ലക്ഷങ്ങൾ കുമിഞ്ഞുകൂടുന്ന സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾ, ആഡംബര വാഹനം, വിദേശയാത്ര. തൻ്റെ മുന്നിൽ വരുന്ന രോഗികളെ ഇരയായി കണ്ട് ആവശ്യക്കാരുടെ അടുത്ത് ബിസിനസ് ഉറപ്പിക്കും. പിന്നീട് പലവിധ മരുന്നുകൾ നൽകി അയാളുടെ ശരീരത്തെ ഏറ്റവും മോശമായ അവസ്ഥയിലെത്തിക്കും. പിന്നീട് സൗജന്യ സർജറി എന്ന പേരിൽ അവയവങ്ങൾ മുറിച്ചെടുക്കും. എല്ലാം നിയന്ത്രിക്കാൻ രാഷ്ട്രീയത്തിലെയും പോലീസിലെയും ഉന്നതർ, ഗുണ്ടാ സംഘങ്ങൾ. പാവപ്പെട്ട രോഗികൾ മാത്രമായിരുന്നു അയാളുടെ ഇരകൾ. ഒരു നിയമവും സംരക്ഷിക്കാനില്ലാത്തവർ. ഒരിക്കൽ ഹൃദയത്തിനായി വിദേശത്തെ ഉന്നതനായ ഒരാൾ തൻ്റെ മകന് വേണ്ടി അയാളെ സമീപിച്ചു. അയാളിൽ നിന്നും ഭീമമായ ഒരു തുക കൈപ്പറ്റി കച്ചവടം ഉറപ്പിച്ചു. പക്ഷേ ഹൃദയം കണ്ടെത്തുന്നതിൽ അയാൾ ആദ്യമായി പരാജയപ്പെട്ടു. അതിനോടകം തന്നെ ആ സംഖ്യ മറ്റു പല രീതിയിലും അയാൾ ചിലവഴിച്ചിരുന്നു. സമ്മർദ്ദമേറി നിലനിൽപ്പിന് തന്നെ ഭീഷണിയായപ്പോൾ അയാൾ എൻ്റെ 5 വയസ്സുള്ള മകനെ, മീര കരച്ചിലൊതുങ്ങി വീണ്ടും പറഞ്ഞു തുടങ്ങി. ഞാൻ പുറത്തു പോയൊരു ദിവസം കളിച്ചുകൊണ്ടിരിക്കെ കോണിപ്പടിയിൽ നിന്നും വീണു എന്ന് പറഞ്ഞായിരുന്നു അയാൾ എന്നെ വിളിച്ചത്.
ഞാൻ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തി. പക്ഷെ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വാസം വലിക്കാൻ പ്രയാസപ്പെടുന്ന അവനെ ഒരു നോക്കിയേ ഞാൻ കണ്ടുള്ളൂ. അവൾ വലിയ ശബ്ദത്തോടെ പൊട്ടിക്കരഞ്ഞു. ആ മുറിയിലാകെ നിശബ്ദത തളം കെട്ടി നിന്നു. അവൾക്കൊരു കുപ്പിവെള്ളം കൂടി നൽകിക്കൊണ്ട് അംജിദ് വീണ്ടും ചോദ്യങ്ങൾ ആരംഭിച്ചു. അതായത് നിങ്ങൾക്ക് ആദ്യമേ അറിയാമായിരുന്നു അയാളുടെ മാഫിയ ബന്ധങ്ങളെപ്പറ്റി? ഇല്ല. അവൻ പോയതിന് മാസങ്ങൾക്ക് ശേഷം എൻ്റെ മൊബൈൽ ഫോൺ കേടായി. പുതിയതിന് പകരം അയാളുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ എനിക്ക് നൽകി. ഒരിക്കൽ ബാക്കപ്പ് റിക്കവർ ചെയ്യാൻ ഓപ്ഷൻ വന്നപ്പോൾ അറിയാതെ അക്സെപ്റ്റ് കൊടുത്തു. അത് ഡിലീറ്റ് ആക്കാൻ നോക്കിയപ്പോഴായിരുന്നു ഓരോ വിവരങ്ങളും തിരിച്ചറിഞ്ഞത്. രോഗികളുടെ ഡീറ്റെയിൽസിൽ എൻ്റെ മകൻ്റെ പേര് കണ്ടതോടെ സംശയം കൂടി. പിന്നീട് അയാൾ ഉറങ്ങുമ്പോഴൊക്കെ പതിയെ പതിയെ ലാപ്ടോപ്പ്, ഇമെയില്, ഫോൺ എന്നിവ പരിശോധിച്ചു. എൻ്റെ സംശയങ്ങൾ സത്യമായിരുന്നു. അത് ഉറപ്പിക്കാൻ മാസങ്ങൾ തന്നെ വേണ്ടി വന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ദിവസം ഞാൻ അയാളോട് നേരിട്ട് ചോദിച്ചു. എൻ്റെ ചോദ്യങ്ങൾ കേട്ടതും അയാൾ ഞെട്ടി. വീട് വിട്ടുപോയ അയാൾ ഏറെ വൈകി നന്നേ മദ്യപിച്ചായിരുന്നു വന്നത്. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി, അടിച്ചു. ഈ കാര്യങ്ങൾ പുറം ലോകമറിഞ്ഞാൽ എന്നെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ മരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പരാതി കൊടുക്കാൻ എൻ്റെ കോളേജ് മേറ്റ് കൂടിയായ DYSP ബെഞ്ചമിനെ പോയി കണ്ടു. പക്ഷെ അയാളുടെ ഉദ്ദേശം എന്നെ ഞെട്ടിച്ചു. മെയിലിൽ പലതിലും ബെഞ്ചമിൻ്റെ പേര് കണ്ടത് ഇയാൾ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി ആരും എന്നെ സംരക്ഷിക്കില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നിട്ട് ബെഞ്ചമിനെ കണ്ട വിവരം പ്രകാശ് അറിഞ്ഞു. അതിനയാൾ എനിക്ക് താക്കീത് നൽകിയത് എൻ്റെ അനിയത്തിയുടെ നഗ്ന വീഡിയോ കാണിച്ചായിരുന്നു. അയാളെ ഇല്ലാതാക്കാൻ ഞാൻ ഉറപ്പിച്ചു. ഉറങ്ങിക്കിടന്ന അയാളുടെ കഴുത്തിൽ ഞാൻ കത്തികൊണ്ട് ആഞ്ഞുവെട്ടി. അയാളുടെ പാപം ചുമക്കുന്ന ചോര 4 ഭാഗവും ചിതറി ഒഴുകി. മരണം ഉറപ്പിച്ചപ്പോൾ ഓരോ ഭാഗങ്ങളായി മുറിച്ചെടുത്തു. എനിക്കൊട്ടും മറപ്പും തോന്നിയില്ല. ഓരോ ഭാഗം മുറിച്ചെടുത്തപ്പോഴും ആവോളം ഞാൻ സന്തോഷിച്ചു. നിങ്ങൾക്കറിയാമോ ഏറ്റവും വലിയ സംതൃപ്തി എന്തായിരുന്നെന്ന്? അയാളുടെ ഉറക്കെയുള്ള കരച്ചിൽ. അവൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കെന്നെ കണ്ടിട്ടൊരു വിഡ്ഢിയാണെന്ന് തോന്നുന്നുണ്ടോ? നിലനിൽപ്പിന് വേണ്ടി സ്വന്തം മകനെ കൊല്ലുന്ന അച്ഛൻ. എനിക്കുറപ്പാണ് നിങ്ങൾ ഈ ക്രൈമിന് വേണ്ടി മെനഞ്ഞെടുത്ത ഒരു കള്ളക്കഥയാണിത്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഓഫീസർ. ഞാൻ പറഞ്ഞത് എൻ്റെ മകൻ എന്നാണ്, ഞങ്ങളുടെ മകൻ എന്നല്ല. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? റൈഹാൻ അയാളുടെ മകനല്ല, എൻ്റെ മകൻ. എൻ്റെ കാമുകനിൽ നിന്നും ഗർഭം ധരിച്ച് ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ. മീര തീ ജ്വലിക്കുന്ന കണ്ണുകളോടെ ആ മുറിയുടെ മൂലയിൽ ഘടിപ്പിച്ചിരുന്ന ചുവന്ന വെളിച്ചം മിന്നിക്കത്തുന്ന ക്യാമറയിലേക്ക് നോക്കി. ആ നോട്ടം കണ്ടതും ഇമ്രാൻ പകച്ച് 2 അടി പിന്നോട്ട് മാറി ചുമരിൽ ചാരി. അയാളുടെ ഹൃദയം നിയന്ത്രണമില്ലാതെ ഇടിക്കാൻ തുടങ്ങി. ഉള്ളിൽ പുകഞ്ഞ ദേഷ്യവും സങ്കടവും ദേഹത്തിന് വിറയിലും നെറ്റിയിൽ ഈർപ്പവും വരുത്തി. അംജിദ് അവളെ സംശയത്തോടെ നോക്കി. പിന്നെ വലതുഭാഗത്തെ ഗ്ലാസ്സിലേക്കും. അന്യജാതിക്കാരനായ ഒരാളെ പ്രണയിച്ചത് വീട്ടിലറിഞ്ഞപ്പോൾ 1 മാസം പോലും വേണ്ടി വന്നില്ല മറ്റൊരാളുമായി വിവാഹം ഉറപ്പിക്കാൻ. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമായിരുന്നു ഞാൻ ഗർഭിണിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥ വന്നപ്പോൾ സ്വത്തെല്ലാം പ്രകാശിനെ എഴുതി കൊടുത്ത് പ്രശ്നം പരിഹരിച്ചു. പക്ഷെ അയാൾ ഒരിക്കലും അവനെ സ്നേഹിച്ചിരുന്നില്ല. പലപ്പോഴും റൈഹാന്റെ പേരിൽ ഞങ്ങൾക്കിടയിൽ വഴക്കമുണ്ടായിരുന്നു. അല്പനേരം കൂടി അവൾക്ക് മുന്നിൽ ഇരുന്ന് അംജിദ് എണീറ്റ് ഇമ്രാന്റെ അടുക്കിലേക്ക് നടന്നു. അയാൾ എല്ലാം തകർന്നവനെ പോലെ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നു. സാർ, അംജിദ് വിളിച്ചു. ബോഡിയുടെ ബാക്കി ഭാഗങ്ങൾ റിക്കവർ ചെയ്യണം. ഫോറൻസിക് ടീമിനെ അവരുടെ ഫ്ലാറ്റിലേക്ക് അയക്കണം. ഈ പ്രകാശ് സ്റ്റോറി സത്യമാണോ എന്ന് അന്വേഷിക്കണം. ഇമ്രാൻ സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞത് മുഴുവനാക്കി അംജിദിന് മുഖം കൊടുക്കാതെ അതിവേഗം പുറത്തേക്ക് ഓടി. പ്രകാശിന്റെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. തെളിവുകളെല്ലാം മീരയ്ക്ക് എതിരായിരുന്നു. മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ മീര തല ഉയർത്തി നിന്നു. മീരയുടെ കുറ്റസമ്മതം വലിയൊരു രാഷ്ട്രീയ സാമൂഹിക സ്ഫോടനത്തിലേക്ക് നയിച്ചു. ആഴ്ചകളോളം ഒരു നായിക പരിവേഷത്തോടെ അവളുടെ ചിത്രങ്ങൾ എങ്ങും പ്രചരിക്കപ്പെട്ടു. ബെഞ്ചമിന് നേരെയുള്ള കുറ്റങ്ങൾ അയാളുടെ അസാന്നിധ്യത്തിലും ഒരുപാട് ചർച്ചയ്ക്കും സമ്മർദ്ദത്തിനും വഴിയൊരുക്കി. ബെഞ്ചമിന്റെ വാലിൽ തൂങ്ങി മന്ത്രിസഭയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും രാജിയുടെ വക്കിൽ വരെ എത്തി. അങ്ങനെ വാർത്തകൾ കീഴ്മേൽ മറിഞ്ഞ 2 ആഴ്ചക്കാലം ഇമ്രാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവും ബുദ്ധിമുട്ടേറിയതുമായിരുന്നു. ഡോക്ടർ പ്രകാശ് കൃഷ്ണ ഉൾപ്പെട്ട അവയവ മാഫിയ കേസ് അതിന്റെ ആഴവും വ്യാപ്തിയും പ്രതിപക്ഷ ബഹളവും കാരണം CBIക്ക് വിട്ടു. മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയതിനുള്ള പാരിതോഷികമായി അന്വേഷണ ടീമിനും ഇമ്രാനും സർക്കാർ പ്രമോഷന് ശുപാർശ ചെയ്തു. ഇമ്രാൻ പലതവണ മീരയെ ജയിലിൽ സന്ദർശിച്ചു. അയാളുടെ ഉള്ളിലെ കീറി മുറിച്ചുകൊണ്ടിരുന്ന സത്യങ്ങളുടെ നീറ്റൽ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മദ്യം അയാളെ ചെറിയ തോതിലെങ്കിലും ഭരിക്കാൻ തുടങ്ങിയിരുന്നു. ജുവാൻ പതിവിലും കരുതലോടെ അയാളെ പരിപാലിച്ചു. പക്ഷെ അവളെ അയാൾ തീർത്തും അവഗണിച്ചു. പതിവ് മദ്യസേവയോടെ അയാൾ അന്നേ ദിവസം വീടണഞ്ഞു. കുളി കഴിഞ്ഞ് സിഗരറ്റ് പാക്ക് എടുത്തപ്പോൾ ബാൽക്കണിയിലേക്ക് നടന്നു. ജുവാൻ ഏഞ്ചലിന്റെ ചാര കിടന്ന് അവളുടെ നെഞ്ചിൽ തട്ടി ഉറക്കുകയാണ്. ഇമ്രാൻ സിഗരറ്റിന് തീ കൊളുത്തി. ജുവാൻ ഉറക്കം തൂങ്ങിയിരുന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിച്ചു. ആശുപത്രിയിൽ നിന്നുമുള്ള കോളാകുമെന്ന് പ്രതീക്ഷിച്ച അവൾ ഫോണെടുത്ത് സ്ക്രീനിലേക്ക് നോക്കി.
അതിൽ ബെഞ്ചി എന്ന് തെളിഞ്ഞത് കണ്ടതും അവൾ ഞെട്ടി. ജുവാന്റെ കൃഷ്ണമണി അസാധാരണമായി വികസിച്ചു. കഴുത്തിലെയും ദേഹത്തിലെയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൾ പൊടുന്നനെ ഫോൺ കട്ടാക്കി ചാടി എണീറ്റു. കട്ടിലിൻ്റെ അടിയിൽ നിന്നും ഒരു പെട്ടി വലിച്ചെടുത്ത് തുറന്നു. താൻ ഒളിപ്പിച്ചു വെച്ച ഫോൺ കാണാതായ വിവരം അപ്പോഴായിരുന്നു അവൾ തിരിച്ചറിഞ്ഞത്. വീണ്ടും ഫോണിൽ ബെഞ്ചി എന്ന നാമം തെളിഞ്ഞു. ജുവാന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആലില പോലെ വിറച്ചു. പെട്ടെന്നായിരുന്നു മുറിയുടെ വാതിൽപ്പടിയിൽ അവൾ ആ കാഴ്ച കണ്ടത്. കയ്യിലൊരു ഫോണുമായി തന്നെ നോക്കി നിൽക്കുന്ന ഇമ്രാൻ. അയാൾ ഫോൺ കട്ടാക്കി വീണ്ടും വിളിച്ചു. ജുവാന്റെ ഫോൺ ശബ്ദിച്ചു. ഒരേ നിൽപ്പിൽ അവൾ അനങ്ങാതെ നിന്ന് വിയർത്തു. അവളുടെ കണ്ണുകൾ അനിയന്ത്രിതമായി ഒഴുകി തുടങ്ങി. ചുണ്ടുകൾ വിരളി വെളുത്തു. ഇമ്രാന്റെ കണ്ണുകൾ കോപത്താൽ ജ്വലിച്ചു. അയാൾ കയ്യിലെ സിഗരറ്റ് ആഞ്ഞു വലിച്ച് പുക പുറത്തേക്ക് ഊതി. അയാൾ അകത്തേക്ക് പ്രവേശിച്ചതും അകാരണമായി ചിരിക്കാൻ തുടങ്ങി. ഇമ്രാന്റെ ഭാവം കണ്ട് ഭയചകിതയായ ജുവാൻ കാലുറയ്ക്കാതെ നിലത്തിരുന്നു. ചതിയുടെ പ്രതിഫലം എന്താണ് ജുവാൻ? അയാൾ കുമ്പിട്ടിരുന്ന് അവളുടെ മുഖത്തോട് മുഖം മുട്ടിച്ച് ചോദിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അയാളെ നോക്കി. മരണം. ഇമ്രാൻ പറഞ്ഞ് വീണ്ടും ചിരിച്ചു. ആരായിരുന്നു അവൻ? നിന്റെ സുഹൃത്ത് അതോ കാമുകനോ? നീ ആരായിരുന്നു അവന്? അവൾ തല താഴ്ത്തി കണ്ണീർ വാർത്തു. ഇമ്രാൻ മുഖം പിൻവലിച്ച് അവളുടെ അടുത്തിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഓരോ പ്രശ്നത്തിൽ നിന്നും എന്നെ കരകയറ്റിയവൻ. പക്ഷേ നീ വിചാരിച്ച പോലെ അവൻ്റെ മരണം സാധാരണമായിരുന്നില്ല. എ വെൽ പ്ലാൻ മർഡർ. ചെയ്തത് ആരാണെന്നറിയണ്ടേ? ഞാൻ. അയാൾ മേലേക്ക് നോക്കി ആർത്ത് ചിരിച്ചു. ജുവാൻ വീണ്ടും ഞെട്ടി അയാളെ തുറച്ചു നോക്കി. ഇമ്രാൻ മേലേക്ക് നോക്കി തന്നെ തുടർന്നു. അതെ, ഞാൻ തന്നെ. താൻ ഏറ്റവും വിശ്വസിക്കുന്ന 2 പേർ തന്നെ വഞ്ചിക്കുന്നതിൻ്റെ വേദന നീ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പലതവണ. ഒരിക്കൽ അവൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആകസ്മികമായാണ് അവൻ്റെ രഹസ്യ ഫോണിൽ ജൂൺ എന്ന പേരുള്ള ഒരു കോൾ വന്നത് ശ്രദ്ധിച്ചത്. ഒരു മിന്നായം പോലെ മാത്രമേ ഞാൻ ആ നമ്പർ കണ്ടുള്ളൂ. പരിചിതമായൊരു നമ്പർ. അന്നത് കാര്യമാക്കിയില്ല. പിന്നീട് ഒരു ദിവസം ഓഫീസിലേക്ക് ഇറങ്ങിയ ഞാൻ ഒരു ഫയൽ മറന്നുവച്ചു. അതെടുക്കാൻ വീട്ടിലേക്ക് വന്നു. നീ കുളിക്കാൻ കയറിയിരുന്നപ്പോൾ അപ്രതീക്ഷിതമായി നിന്റെ ഫോണിൽ ബെഞ്ചി എന്ന പേരിൽ ഒരു കോൾ വന്നു. പോലീസ് ബുദ്ധിയിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകാൻ അത് തന്നെ ധാരാളമായിരുന്നു. പക്ഷേ സംശയം തെളിയിക്കാതെ ഒരു പോലീസുകാരന് ഉറങ്ങാൻ കഴിയുമോ? ഞാൻ നിന്റെ ഫോൺ പരിശോധിച്ചു. ദിവസങ്ങളോളം നിങ്ങളുടെ പിന്നാലെ ഒരു നിഴൽ പോലെ ഞാൻ അലഞ്ഞു. സത്യങ്ങൾ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കും അല്ലേ ജുവാൻ? അയാൾ അവളെ നോക്കി ചോദിച്ചു. ജുവാൻ ശില പോലെ ഇമ്രാന്റെ മുന്നിലിരുന്നു. അയാൾ തുടർന്നു. നിങ്ങൾ 2 പേരെയും തീർക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. മരണത്തേക്കാൾ കുറഞ്ഞൊരു ശിക്ഷയും നിങ്ങൾ അറിയിക്കുന്നില്ല എന്ന് ഞാൻ തീർച്ചപ്പെടുത്തി. പക്ഷേ തെറ്റ് ചെയ്യാത്ത ഞാൻ എന്തിനു ശിക്ഷ അനുഭവിക്കണം? നീ എൻ്റെ മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇതുപോലെ നിൽക്കുന്നത് കാണാനും അത് കണ്ട് സന്തോഷിക്കാനും ഉറപ്പിച്ചു. അതിനായി എൻ്റെ സുഹൃത്ത് വഴി ജർമ്മനിയിൽ നിന്നും രക്തസമ്മർദ്ദം കൂടുമ്പോൾ ഹൃദയാഘാതമുണ്ടാകുന്ന ഒരു തരം ഡ്രഗ് വരുത്തി. നല്ല നിമിഷത്തിനായി കാത്തിരുന്നു. അവസാനം ഇല്ലാത്ത ഇൻഫർമേഷൻ ഉണ്ടാക്കി അവൻ എന്നെ കോയമ്പത്തൂരിലേക്ക് വിട്ടപ്പോൾ എനിക്കറിയാമായിരുന്നു അവൻ നിന്റെ അടുത്ത് വരുമെന്ന്. അന്നേ ദിവസം പോകും മുന്നേ ഞങ്ങൾ ഒരുമിച്ച് മദ്യപിച്ചു. ഇടയ്ക്ക് അവൻ്റെ ബിയർ ഗ്ലാസ്സിൽ ഒരു ഡ്രഗ് കലർത്തി അവന് നൽകി. തമ്മിൽ പിരിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു നിന്റെ ശരീരത്തിലേക്ക് അവൻ മരിച്ചു വീഴുമെന്ന്. ആ ശവം മാറ്റാൻ കഴിയാതെ നീ പിടിക്കപ്പെടുമ്പോൾ ലോകത്തും മറ്റാരേക്കാളും ഞാൻ സന്തോഷിക്കുമെന്നും. പക്ഷെ എൻ്റെ കണക്കുകൂട്ടലുകൾ നീ തെറ്റിച്ചു. അവൻ്റെ ബോഡി തിരിച്ചറിയാൻ കഴിയാത്തവെന്ന് നീ ഉപേക്ഷിച്ചു. നിന്നിലേക്കെത്താനുള്ള വഴികൾ പൂർണ്ണമായും അടച്ചു. നീ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ സമർത്ഥയാണ്. ഇനി പറയൂ ജുവാൻ, ചതിയുടെ പ്രതിഫലം എന്താണ്? അയാൾ അവളെ നോക്കി ചിരിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ കുറ്റബോധത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും അലയൊലികൾ മാറി മാറി വന്നു. ഇമ്രാൻ എണീറ്റ് അലമാരയിൽ വെച്ചിരുന്ന തൻ്റെ സർവീസ് റിവോൾവർ എടുത്ത് അവൾക്ക് മുന്നിൽ വെച്ചു. പിന്നീട് അവളുടെ ഫോണിൽ നിന്നും വാട്സപ്പ് തുറന്ന് അയാളുടെ മെസ്സേജ് ബോക്സ് ഓപ്പണാക്കി അവളുടെ കയ്യിൽ കൊടുത്തു. കരഞ്ഞ അവശയായി ജുവാൻ വിറയ്ക്കുന്ന കൈയോടെ അത് വാങ്ങി. അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം കൂടിക്കൂടി വന്നു. കുറ്റബോധം അവളെ അത്രത്തോളം തളർത്തിയിരുന്നു. ഇമ്രാൻ പറഞ്ഞ വാക്കുകൾ ടൈപ്പ് ചെയ്യാൻ അവളെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ അയാൾ വിജയിച്ചു. ഇമ്രാന്റെ ഫോണിൽ ആ സന്ദേശമെത്തി. ഇമ്രാൻ, ബെഞ്ചമിൻ്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണ്. ഞങ്ങൾ തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തിൽ നിന്നുമുണ്ടായ വാക്കുതർക്കത്തിൽ അയാളെ കൊല്ലാൻ ഞാൻ നിർബന്ധിതയായി. ഞാനാണ് അവൻ്റെ ശരീരം കഷ്ണങ്ങളാക്കി ഐക്കൽ കായലിൽ തള്ളിയത്. എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെയും നമ്മുടെ മക്കളെയും ചതിക്കുകയായിരുന്നു. എന്നെ വെറുക്കരുത്. ഇനിയും നിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല. ഞാൻ മരിക്കുന്നു. എൻ്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. മമ്മയോട് പറയണം എന്നെ വെറുക്കരുതെന്ന്. ഗുഡ് ബൈ. ഇമ്രാൻ അവളെ നോക്കി ഊറിച്ചിരിച്ചു. കണ്ണിൽ നിന്നും ധാരയായി ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അയാൾ റിവോൾവർ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ജുവാൻ മടിച്ചത് വാങ്ങി. അവൾ വാവിട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. ദേഹം നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ മരിക്കേണ്ടവളാണ് ജുവാൻ. എന്നെ ചതിച്ച നിനക്ക് ജീവിച്ചിരിക്കാൻ അർഹതയില്ല. പാപം ചെയ്തവർ മരിക്കണം. നമ്മുടെ മകളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അമ്മ വേണ്ട ജുവാൻ. നീ മരിക്കേണ്ടവളാണ്. ഇമ്രാൻ ഒരു ഭ്രാന്തനെ പോലെ അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണീർ വാർന്ന ജുവാന്റെ മനസ്സിലെ മരണചിന്തകൾ തലപൊങ്ങി തുടങ്ങി. അവൾ ധൈര്യം സംഭരിച്ച്
അവളുടെ ഈറനണിഞ്ഞ മൂക്ക് ഇടയ്ക്കിടയ്ക്ക് മേലേക്ക് വലിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ജുവാൻ റിവോൾവറിൽ മുറുക്കെ പിടിച്ചു. അത് പതിയെ നെറ്റിയുടെ വശത്തേക്ക് വെച്ചു. കാഞ്ചിയിൽ വിരൽ വെച്ചു. അതേ നിമിഷം കണ്ണീർ തുടച്ചവൾ ധൈര്യം കൈവരിച്ചു. ഒരു തവണ ഉറങ്ങിക്കിടന്ന ഏഞ്ചലിനെ നോക്കി. ഒരിക്കൽ കൂടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നീട് ഇമ്രാനെ നോക്കി. അയാളൊരു ഭ്രാന്തനെ പോലെ തന്റെ മരണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ജുവാൻ കണ്ണടച്ചു. മനസ്സിൽ നിറമുള്ള ചിത്രങ്ങൾ ഓരോന്നായി കടന്നു വന്നു. കണ്ണുമുറുക്കി മുഷ്ടി ചുരുട്ടി അവൾ തയ്യാറായി കാഞ്ചി വലിച്ചു. ഒന്നും സംഭവിച്ചില്ല. അവൾ വീണ്ടും വീണ്ടും അമർത്തി. വെടിയുണ്ട പുറത്തേക്ക് വന്നില്ല. അവൾ അത്ഭുതത്തോടെ ഇമ്രാനെ നോക്കി. അയാൾ കൈപ്പിടിയിൽ നിന്നും ഉണ്ടകൾ അവൾക്ക് മുന്നിലേക്കിട്ട് പരിഹാസത്തോടെ ചിരിച്ചു. അവന്റെ ബോഡി വിട്ടുനിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചപ്പോൾ തൊട്ട് ഇതിലെ ബുള്ളറ്റ് നിന്റെ കൈകൊണ്ട് തന്നെ നിന്റെ തല പിളർത്തുന്നത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ബെഞ്ചമിൻ, അവൻ മരിക്കേണ്ടവൻ തന്നെയാണ്. അവന് നിന്നോടുണ്ടായിരുന്നത് സ്നേഹമല്ല, കാമവുമല്ല, അവന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു അടിമ. അത് മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ പ്രകാശമായി പ്രശ്നങ്ങൾ തുടങ്ങിയ സമയത്താണ് ബെഞ്ചമിന് അയാളെ കൂടാതെ ഓർഗൻ ട്രാഫിക്കിംഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവുന്നത്. അതിനയാൾക്ക് വിശ്വസ്തനായ ഒരു ഡോക്ടറെ വേണമായിരുന്നു. നിന്നെ ട്രാക്കിലാക്കിയത് അതിനു വേണ്ടി മാത്രമായിരുന്നു. നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കുക. പക്ഷെ നീ അത് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. അവൻ നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങും മുന്നേ അവന്റെ പ്ലാനുകൾ തെറ്റിച്ചുകൊണ്ട് എൻ്റെ പ്ലാനുകൾ നടന്നു. അല്ല, ദൈവത്തിന്റെ പ്ലാൻ. ജുവാൻ ഇമ്രാന്റെ ദേഹത്തേക്ക് വീണ് പൊട്ടിക്കരഞ്ഞ് മാപ്പപേക്ഷിച്ചു. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. നേരെ നീങ്ങവേ അവളുടെ കണ്ണീരിന്റെ ശക്തിയും കുറഞ്ഞു വന്നു. മനസ്സിൽ നിറഞ്ഞ കുറ്റബോധം മാപ്പായി അവൾ പുലമ്പിക്കൊണ്ടേയിരുന്നു. എനിക്കറിയാം ഇമ്രാൻ, പോലീസ് എന്നെ തേടി വരുമെന്ന്. ഞാൻ കീഴടങ്ങാം. എന്നെ സംരക്ഷിച്ചതിന് ഒരിക്കൽ കൂടി നീ ബലിയാടാവുന്നത് എനിക്ക് താങ്ങാനാവില്ല. ശരിയാണ്, തെറ്റ് ചെയ്തവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല, രക്ഷപ്പെടുകയുമില്ല. ആ ബോഡി ബെഞ്ചമിൻ്റേതാണെന്ന് ഉറപ്പിക്കുന്ന നിമിഷം പോലീസ് ഇവിടെ എത്തും. എത്രയൊക്കെ ശ്രമിച്ചാലും ഒരാളുടെ DNA ബോഡിയിൽ നിന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ആ ബോഡി ബെഞ്ചമിൻ്റെ ആണെന്ന് തിരിച്ചറിയും. അറിയാം, പക്ഷെ ആ ബോഡിയുടെ DNA ബെഞ്ചമിൻ്റേതുമായി മാച്ച് ആയില്ല. ജുവാൻ ഒരിക്കൽ കൂടി ഞെട്ടി. എന്ത്? പക്ഷെ എങ്ങനെ? ചില രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ നിൽക്കട്ടെ ജുവാൻ. ഇമ്രാൻ നിവർന്നിരുന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജുവാൻ ഒന്നും മനസ്സിലാകാതെ തലകുലുക്കി അയാളുടെ മാറിലേക്ക് ചാഞ്ഞു. ഇമ്രാൻ അവളെ കൈ ചുറ്റി മുറുകെ കെട്ടിപ്പുണർന്ന് കണ്ണടച്ചു. അയാളുടെ വിരലുകൾ ഇടത്തെ കൈമടക്കിലെ പൊങ്ങി നിന്ന ഞരമ്പിൽ പതിയെ തഴുകിക്കൊണ്ടിരുന്നു. അയാളുടെ മനസ്സിൽ ഒരു ദൃശ്യം തെളിഞ്ഞു വന്നു. 2 ആഴ്ച മുന്നേ സൂചി കൊണ്ട് ആ ഞരമ്പിൽ സുഷിരമിട്ടതും അതിൽ നിന്നും പ്രവഹിച്ച രക്തം സിറിഞ്ചിലെ കുഴലിൽ അടിഞ്ഞുകൂടിയതും അത് പിന്നീട് മറ്റൊരു രക്തസാമ്പിൾ ശേഖരിക്കുന്ന കുപ്പിയിലേക്ക് ഒഴുകിയതും. കഥ അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്? സംഭവം രക്തം മാറ്റിയതായിരിക്കും അവർ, DNA മനസ്സിലാക്കാതിരിക്കാനല്ലേ. എന്തായാലും നല്ലൊരു കഥയായിരുന്നു. എനിക്ക് ആ ലാസ്റ്റ് ക്ലൈമാക്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കിടിലൻ കഥ. ഇതുപോലെയുള്ള കഥകൾക്കായി ഇനിയും നമ്മുടെ ചാനലിൽ വരിക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.